ശമര്യക്കാരെന്ന് അറിയാമല്ലോ, ശരിയായ പ്രമാണമില്ലാത്തവൻ, ബോധിച്ചത് അല്ലെങ്കിൽ മനസ്സാഗ്രഹിക്കുന്നിടത്തൊക്കെ പോവുക, അന്യജാതികളുമായിട്ട് മിങ്കിൾ ചെയ്യുക, ഇസ്രായേലിൻ്റെ പ്രമാണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുക, അങ്ങനെയുള്ളവരെയാണ് അവർ ശമര്യൻ എന്ന് വിളിച്ചത്. അപ്പോൾ യേശുവിനെ യഹൂദന്മാർ ശമര്യൻ എന്നാണ് വിളിക്കുന്നത്. ആ വാക്യം വായിച്ച് യോഹന്നാന്റെ സുവിശേഷം 10:48, 8:48, സോറി 8-ാം അധ്യായം 48-ാം വാക്യം. നീ ഒരു ശമര്യൻ. ഇംഗ്ലീഷ് വായിച്ച്. And answered the Jew and said unto him, Shall we not well that you are a Samaritan? You are a Samaritan. നമുക്കറിയാം സമരിറ്റൻ എന്നുള്ള വാക്ക് ലോകവ്യാപകമായി വലിയ പരിചയമുള്ള വേണം. ഗുഡ് സമരിറ്റൻ. ശമരിയൻ എന്ന് പറയുമ്പോൾ യഹൂദന്മാർക്കതൊരു നിന്ന പോലെയാണ്. കാരണം ശമരിയക്കാർ പ്രമാണം ലംഘിച്ച് ജീവിക്കുന്നവരെന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. ഇസ്രായേലിൽ 10 ഗോത്രങ്ങൾ അതിൽപ്പെടും. എന്തായാലും തമാശ എന്നു ചോദിച്ചാൽ, ശമരിയ സ്ത്രീ യേശുവിനെ വിളിച്ചത് നീ യഹൂദനായിരിക്കുന്നതാണ്. 4-ന്റെ എത്രാം വാക്യം? 4-ാം അധ്യായത്തിൻ്റെ 8-6 വായിക്കുമ്പോൾ 9-ാം വാക്യം, 4-9. ശ്രദ്ധിച്ചു നോക്കുക. ശമരിയ സ്ത്രീ യേശുവിനെ വിളിക്കുമ്പോൾ നീ യഹൂദനായിരിക്കും. എന്നാൽ യഹൂദന്മാർ യേശുവിനെ വിളിച്ചത് നീ ശമര്യനാണ്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 വേർഡ്സസ്? എന്താണ് ഇതിൻ്റെ വ്യത്യാസം? ശമരിയാസ്ത്രീ നമുക്കറിയാം, യേശുവിനെ കണ്ട ആ ഫിഗർ, അവൻ്റെ വേഷവും അല്ലെ താടിയോ ഇതെല്ലാം കണ്ടപ്പോൾ യഹൂദന്മാർ ധരിക്കുന്ന വേഷമാണ്. ഇപ്പം നമുക്കറിയാം, ഇതൊരു ട്രാഫിക്, ഒരാളുകൾ പറഞ്ഞു വലിയ ട്രാഫിക് ഡ്രസ്സാണെന്ന് പറഞ്ഞു. എവിടെ ഇരുന്നാലും കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. CPM വേലക്കാരെ എവിടെ ഇരുന്നാലും കണ്ടുപിടിക്കാം. ഒരു മൂപ്പനൊരിക്കൽ പറഞ്ഞു, എൻ്റെ ഭാഷ ഇത് ചില സമയത്ത് ഉപദ്രവമാണ്. ദേശത്ത് ഹോട്ടലിൽ കയറിയാൽ, പണ്ട് കാലത്ത്, ഇപ്പം പിന്നെ ഇത്രയും പറയാറില്ല, ഹോട്ടലിൽ ഏതാണ്ട് CPM ഭാഷ ഹോട്ടലിൽ കയറി എന്ന് പറയും. ഒരു പ്രാവശ്യം നമ്മുടെ ബാബുകാരൻ ഭാഷ, ഞാൻ ബത്തേരി ഇരിക്കുമ്പോഴാണ്, പുള്ളിക്കാരൻ ബത്തേരി കൂടെ പോകുന്ന സമയത്ത് പുള്ളിക്ക് വിശപ്പ് ഭയങ്കര കഷ്ടമാണ്. അങ്ങനെ വിശന്ന ഉടനെ പുള്ളി എന്ത് ചെയ്തറിയാവോ, ഒരു ഹോട്ടലിലേക്ക് കയറി. ഹോട്ടലിൽ കയറി അല്പസമയത്തുള്ള ജോളി പാസ്റ്ററെ വിളിച്ചൊരാൾ പറഞ്ഞു, നിങ്ങളുടെ ഒരു പാസ്റ്റർ ബാറിൽ കയറിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഹോട്ടൽ ആൻഡ് ബാറെന്ന് എഴുതിയിരിക്കുന്നത്. ഇത് പാസ്റ്റർ ശ്രദ്ധിച്ചിട്ട് ഹോട്ടലിൽ നിന്ന് കണ്ടപ്പം കയറി. ഹോട്ടലിന് തനിയെ പക്ഷമുണ്ട്, ബാർ അപ്പുറയാണ് ചേർന്ന്. അപ്പം നിങ്ങളുടെ പാസ്റ്റർ ബാറിൽ കയറിയെന്ന് പറഞ്ഞു. ജോളി പാസ്റ്റർ എന്നോട് വിളിച്ച്, ബത്തേരിയിലായാലും ഒരു പാസ്റ്റർ ബാറിൽ കയറി കഴിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം കറങ്ങി ഫെയ്ത്തോണ്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ബാറിൽ കയറി ഇത് 2 അടിച്ചിട്ടാണ് വരുന്നതെന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ ശാപ്പാട് അടിച്ചു. അപ്പോൾ പുള്ളി അറിഞ്ഞു പോലില്ല, ബാറാന്ന് പോലും പുള്ളി എഴുത്ത് പോലും വായിച്ചു. അപ്പോൾ ഈ ഡ്രസ് കോഡ് ഒരു മുഖ്യമാണ് എല്ലാത്തിൻ്റെ, അല്ലേ? പോലീസുകാരുടെ ഡ്രസ്സ് അങ്ങനെ. അപ്പം ഈ ഡ്രസ് കോഡ് കണ്ടാണ് ശമരിയാസ്ത്രീ പറയുന്നത് നീ യഹൂദൻ. എന്നാൽ അതേ ഡ്രസ് കോഡും ഒറിജിനൽ യഹൂദന്മാർ യേശുവിനെ വിളിക്കുന്ന ഈ ശമര്യൻ. എന്താ കാരണം? ശമരിയക്കാരൻ്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. പാപികളെ സന്ദർശിക്കുന്ന, കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യമാവും. ഇസ്രായേലിൻ്റെ പ്രമാണം അനുസരിച്ച് കുഷ്ഠരോഗിയെ തൊടാൻ പാടില്ല. തൊട്ടാൽ അവൻ അശുദ്ധനാണ്. ഇനി അശുദ്ധനെ തൊട്ടാൽ അവനും അശുദ്ധനാണ്. ഭയങ്കര പ്രമാണമാണ്. യേശു ഇതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കി. ശവത്തെ തൊടാൻ പാടില്ലെന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തവനെ ശമര്യൻ എന്ന് പറയുന്നത്. പിന്നീട് ആ പേരിൽ ഗുഡ് സമരിറ്റൻ എന്നുള്ളതായ അനേക സംഘടനകളുണ്ട്. പ്രത്യേകിച്ച് നാം ക്രിസ്ത്യൻ മിഷണറിമാർ ആരംഭകാലം തൊട്ട് ഒരുപാട് മിഷണറിമാർ പേരെടുത്ത് പറയാനായിട്ടുണ്ട്. ചൈനയിലും ഇന്ത്യയിലും മറ്റു പല സ്ഥലങ്ങളിലും മദർ തെരേസ നോക്കി. അതിൽ ഞാൻ വിചാരിക്കുന്നത് ഈ കുഷ്ഠരോഗികളെയും ഈ പറഞ്ഞ പോലെ തള്ളപ്പെട്ടവരെയൊക്കെ ശുശ്രൂഷിക്കാൻ കാത്തലിക്സിലെ കന്യാസ്ത്രീകൾക്കും ഈ ചില സന്യാസ സമൂഹങ്ങളുടെ അച്ഛന്മാർക്ക് വലിയ ഗിഫ്റ്റാണ്. അവരത് വളരെ ആവേശത്തോടെ ചെയ്യുന്ന കണ്ടുണ്ട്. ഞാൻ കുന്തത്താനത്ത് ഇവരുടെ ഒരു പ്രസ്ഥാനത്ത് പോകാറുണ്ട്. ഇടയ്ക്ക് പോയി കാണുകയും അവരെ ചില ഇതൊക്കെ ചെയ്യാറുണ്ട്. ലിറ്റി എന്ന് പറഞ്ഞൊരു സിസ്റ്ററാണ്. ജർമ്മനിയിൽ പോയി
MBBS കഴിഞ്ഞ് MD എടുത്ത് MDയോട് എടുത്തു കഴിഞ്ഞവർ കന്യാസ്ത്രീയാണ്. അവരെ സഭയുടെ ഒരു വലിയ ഹോസ്പിറ്റലിൻ്റെ ചാർജിലേക്ക് അവരെ വിടുകയാണ്. പക്ഷേ ആ കാലങ്ങളിലാണ് അവർ ജർമ്മനിയിൽ വെച്ച് ജോർജ് മുള്ളർ ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളാണ്. അദ്ദേഹം 3000-ഓളം അനാഥകളെ, തെരുവിൽ നിന്നുള്ള കുട്ടികളെ എടുത്ത് സംരക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ്. താൻ വലിയ സുവിശേഷകനും പാസ്റ്ററൊക്കെ ആയിട്ട് പിന്നീട് വരികയുണ്ടായി. അപ്പോൾ ഈ സ്ഥാപനത്തെ സന്ദർശിച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് വലിയ താല്പര്യമായി ഇങ്ങനെ അനാഥകളെ. അങ്ങനെ ഈ ലിറ്റി എന്ന് പറയുന്ന സിസ്റ്റർ അവരെന്നോട് നേരിട്ട് പറഞ്ഞു കേട്ടോ, ബിഷപ്പിനെ കണ്ട് പറഞ്ഞു ഞാനിങ്ങനെ ഒരു പ്രവർത്തനത്തിൽ പോകാമെന്ന്. ശരി, അവർ പ്രാർത്ഥിച്ചു വിട്ടു. എങ്ങോട്ട് പോകണമെന്നറിയാതെ നടന്ന് എനിക്ക് തോന്നുന്നത് കുന്നംകുളം ഭാഗത്തു നിന്നാണ് യാത്ര പുറപ്പെട്ട് തിരുവല്ലയിൽ വന്നപ്പോൾ ഒരു തമിഴ് പെൺകുട്ടി മാനസികമായി വളരെ പ്രാകൃത വേഷത്തിൽ കൂടെ തിരുവല്ല റോഡിൽ കൂടെ നടക്കുന്നതായിട്ടുണ്ട്. ഇവരും ചെറുപ്പമാണ്, MD ഡോക്ടർ കൂടാണ്. അവർ ഈ പെൺകുട്ടിയെ വിളിച്ച് കൂടെ നടത്തി തിരുവല്ലയിൽ കൂടെ കുന്നന്താനം എന്ന് പറയുന്ന സ്ഥലത്ത് ഒന്ന് സന്ധ്യയായി. അപ്പോൾ നമ്മുടെ ഒരു പെന്റിക്കോസ്റ്റിലെ അമ്മ, CPM ഒരു അമ്മ കണ്ടിട്ട്, മക്കളെ നിങ്ങൾ എവിടെ പോവാ, ഈ രാത്രിയിൽ എങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ ലിറ്റി സിസ്റ്റർ പറഞ്ഞു ഒന്നും അറിയില്ല, കർത്താവ് ഞങ്ങളെ എങ്ങോട്ട് കൊണ്ടുവന്ന് അറിയത്തില്ല. എന്നാൽ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അന്ന് രാത്രി അവർ വീട്ടിൽ താമസിച്ചു. ഈ കുന്നന്താനത്ത് നമ്മുടെ ഒരു വിശ്വാസി അമ്മ പിറ്റേ ദിവസം അവിടുന്ന് അടുത്തൊരു വീട് വാടകയ്ക്ക് എടുത്തു. അപ്പോൾ ഇവർക്ക് ഈ അമ്മ, പാവപ്പെട്ടൊരു അമ്മയാണ്, ഒരു വിളക്ക് കൊടുത്തു, ഒരു പിച്ചളയുടെ വിളക്ക് കൊടുത്തു. വർഷങ്ങൾക്ക് ശേഷം ആ പ്രസ്ഥാനം വളർന്ന് 350ഓളം അനാഥകളെയും ഈ പറഞ്ഞ അംഗഹീനരെ, അപ്പോൾ ഞാനും ഒരു യാക്കോബായൊരു DEO, അതേ ഒരു സോഷ്യൽ ലയൻസ് ക്ലബിൻ്റെ ഒരു പ്രവർത്തകനാണ് ഓതറയിൽ. അപ്പോൾ ഞങ്ങൾ 2-3 പേരും മിക്കവാറും ഇങ്ങനെ സന്ദർശിക്കും. ആ കൂട്ടത്തിൽ നമ്മുടെ സിസ്റ്റേഴ്സിനെ, വേലക്കാരെയൊക്കെ ഞങ്ങൾ കൊണ്ട് കാണിക്കും ഇവരുടെ ഈ ശുശ്രൂഷകൾ. ഒരു 30 അടി നീളം 20 അടി വീതിയിലൊരു ഹോൾ നിറച്ച് കയ്യും കാലും ഇല്ലാത്ത കുട്ടികൾ തൊട്ടിക്കിടത്തിരിക്കുക. ഞാനൊരു ദിവസം രാവിലെ ചെല്ലുമ്പോൾ 3 കന്യാസ്ത്രീകൾ ഈ എന്തോ ഒരു ആവേശത്തോടെ പറയും, നല്ല ചെറുപ്പക്കാർ, കണ്ടാൽ നല്ല ഹാൻസം ആയിട്ടുള്ള 3 കന്യാസ്ത്രീകൾ, എല്ലാം എഡ്യൂക്കേറ്റഡാണ്, PG ഒക്കെ എടുത്ത് കന്യാസ്ത്രീകളാണ്. അവർ ഈ ചാണകത്തൊഴുത്ത് വൃത്തിയാക്കുന്നു. കാരണം ഇതിന് നടക്കാറൊക്കില്ലല്ലോ. ഈ 10-20 കുട്ടികളെ ഈ ഹോളിൽ രാത്രി കഴിയുമ്പോൾ രാവിലെ തൊഴുത്ത് പോലാണ്. ഞാനിത് അന്തം വിട്ടു. ഈ 3 സഹോദരിമാർ, സിസ്റ്റേഴ്സ് ഇത് മുഴുവൻ വൃത്തിയാക്കി 2 മണിക്കൂറിലെല്ലാം വൃത്തിയാക്കി ഇവരെ കുളിപ്പിച്ച് ഇപ്പുറത്ത് ഗാർഡനുണ്ട്. പിന്നീട് സ്ഥലമൊക്കെ അവർ കിട്ടിയതാണ് കേട്ടോ. ഒരുപാട് പേര് സ്ഥലങ്ങൾ കൊടുത്തു. മർത്തോമായിലെ അച്ഛന്മാർ കൊടുത്തു, ബിഷപ്പ് കൊടുത്തു, കത്തോലിക്കയിലെ ബിഷപ്പ് കൊടുത്തു. അങ്ങനെ 3-4 ഏക്കർ സ്ഥലമൊക്കെ കിട്ടി. വലിയ ബിൽഡിങ്ങൊക്കെ പണിത് 350 പേരോളം അവർ സംരക്ഷിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികളെല്ലാം കുളിപ്പിച്ച് പൗഡറൊക്കെ ഇട്ട് ഗാർഡനിൽ കൂടെ അവിടെ നല്ല മ്യൂസിക്കൊക്കെ കേൾപ്പിക്കുക. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവമേ, എന്നെക്കൊണ്ട് പോലും അങ്ങനെ ഒരു പരിചയങ്ങൾ കുറവുണ്ടായിരിക്കും, പരിചയിച്ച ഏത് കാര്യം നടക്കും. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ അവിടെ കൊണ്ടുവരുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ ഈ സുപ്പീരിയർ അവിടുത്തെ ഇൻചാർജ് ഈ ലിറ്റി സിസ്റ്റർ എന്നെ ഒരു വിളക്ക് കാണിച്ചു. പറഞ്ഞു, നിങ്ങളുടെ സഭയിലൊരു അമ്മയാണ് എനിക്ക് ഈ വിളക്ക് തന്ന് ആ വാടക വീട് എടുത്ത് ഈ പ്രസ്ഥാനം ആരംഭിച്ചതാണ്. അങ്ങനെ ലോകത്തിൽ എത്രയോ സംഘടനകൾ, പല മതങ്ങൾക്കും ഉണ്ട് കേട്ടോ. ഹിന്ദു മതത്തിലും ഇസ്ലാം മതത്തിലും ഒക്കെ ഇങ്ങനെയുള്ള സത്യസന്ധമായി പ്രവർത്തിക്കുന്ന അനേകരെ കാണും. എന്ത് ആവശ്യത്തിനും ഇതൊക്കെ. അതാണ് യേശു ക്രിസ്തു കാണിച്ച മാതൃക. ഗുഡ് സമരിറ്റൻ. ലോകത്തിലെല്ലാവരും ഏറ്റവും അധികമായി ഉപയോഗിക്കുന്നൊരു വേർഡാണ് ഗുഡ്സ്, നല്ല സമരിയക്കാരൻ. ഇന്ന് ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഒരാളെ കൂടെ പറയാം, ഒരാളല്ല 100 പേരെ പറയാൻ ഇപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. 100 പേര്, അത് സമയമില്ല. അപ്പോൾ ഒരാളെ കൂടെ, ഗ്രഹാം സ്റ്റെയിൻസ്, നിങ്ങൾക്കറിയാം, ഒറീസായിൽ ഒരു ആസ്ട്രേലിയൻ സായിപ്പായിരുന്നു. അദ്ദേഹം കുഷ്ഠരോഗികളെ തൊട്ട് ശുശ്രൂഷിച്ച് അവരുടെ പ്രവർത്തിച്ച മനുഷ്യനാണ്. അവസാനം തന്നെയും 2 ആൺകുട്ടികളെയും നമുക്കറിയാം ഒരു ജീപ്പിനകത്തിട്ട് കത്തിച്ച്, പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അവർ സ്വർഗത്തിലേക്ക് പോയി. അവർ ആ തീജാലയെ കൂടെ മുകളിലോട്ട് പോയി. 1999. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ മനഃപൂർവ്വമായിട്ട് മനുഷ്യർ തങ്ങളെ തന്നെ ത്യാഗം ചെയ്ത് പോകുന്നതിൻ്റെ കാരണം?
അതാണ് വിഷൻ ഓഫ് ഗുഡ് സമരിറ്റൻ, നല്ല സമരിയക്കാരൻ്റെ. ഇത് ഞാൻ പറയുന്നത് പ്രവൃത്തിയാണ്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ രണ്ട് ഭാഗമുണ്ട്, പ്രവൃത്തിയും വിശ്വാസവും. രണ്ടും കൂടെ ചേരുമ്പോഴാണ് അത് പൂർത്തീകരിക്കുന്നത്. പ്രവൃത്തികൾ നന്നായി ചെയ്യാം, പക്ഷെ ആ പ്രവൃത്തിയോടൊപ്പം തന്നെ ദൈവിക വിശ്വാസത്തിന് ബേസ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ അത് പൂർത്തീകരിക്കും. വിശ്വാസം മാത്രം പോരാ, പ്രവൃത്തി മാത്രം പോരാ. ദൈവിക വിശ്വാസത്തോട് ചേർന്നുള്ള പ്രവൃത്തി, അതാണ് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ ഇസ്ഹാക്കിനെ യാഗപീഠത്തിൽ യാഗം അർപ്പിച്ചു, കത്തി ഓങ്ങി വെട്ടി. അപ്പോൾ പറഞ്ഞെന്താ? അബ്രഹാമേ എന്ന് വിളിച്ചതിന് തടസ്സം ചെയ്യും. അപ്പം അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിച്ചതവൻ. വിശ്വാസം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു നടന്നാൽ പോരാ, പ്രവൃത്തിയുണ്ട്. വിശ്വാസവും പ്രവൃത്തിയും രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഒരു നാണയത്തൊട്ട് പോലെയാണ് അതിൻ്റെ രണ്ട് വശം, അല്ലെങ്കിൽ ഒരു കറൻസി പോലെ ആ രണ്ട് വശവും പ്രിൻ്റഡ് ആകുമ്പോഴാണ് ഇതിന് വാല്യൂ ആകുന്നത്. അപ്പോൾ വെറും ഞങ്ങൾ പ്രവർത്തിക്കുന്നു പറഞ്ഞാൽ ആ സ്വയനീതിയിലേക്ക് പോകും. ഞങ്ങൾ കഷ്ടപ്പെടുന്നു, പ്രവർത്തിക്കും, ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പലരും പറയത്തില്ലേ. പല യുക്തിവാദികളും പിന്നെ സഭയിലുള്ളവർ പോലും പറയുന്നു, ഞങ്ങൾ അങ്ങനെ കഷ്ടപ്പെട്ടു ഇങ്ങനെ കഷ്ടപ്പെട്ടു, അത് ചെയ്തു ഇത് ചെയ്തു, അനാഥാലയം തളർത്തുന്നു, മറ്റത് ചെയ്യുന്നു. ഈ അഹങ്കാരം പറയുന്ന ഒരുത്തിനും വിശ്വാസ നീതിയിരിക്കാൻ കഴിയില്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാനാകുന്നത് കൃപയാൽ. നോക്കണം, എന്നോടുകൂടിയുള്ള അവൻ്റെ കൃപ വൃഥാവായില്ല. അപ്പോൾ ഒരു നല്ല കാര്യം ചെയ്യുവാൻ ദൈവം നമുക്ക് കൃപ തരും. ആ കൃപ കൊണ്ട് ചെയ്യുമ്പോൾ ഒരിക്കലും നാം മഹത്വം നമ്മൾ എടുക്കുകയില്ല. അതിന് ലാഭം നമ്മുടെ വീട്ടിലേക്ക് പോകത്തില്ല. ലാഭം ദൈവം തരും. ദൈവം തരുന്ന ലാഭം നമുക്ക് വരുന്നില്ലാതെ അവസാനം അത് ചൂഷണം ചെയ്ത് നമ്മുടെ പോക്കറ്റ് വീർപ്പിക്കാനും നമ്മുടെ കുടുംബത്തെ പോഷിപ്പിക്കാനും നമ്മളെ കാറിൻ്റെ മോഡൽ കൂട്ടാനും അങ്ങനെ അനേകം ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെല്ലാം കർത്താവ് നോക്കി വ്യസനിക്കുക. അവരെല്ലാം ഈ സുവിശേഷ ഗോളത്തിന് ശാപഗ്രസ്തരായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാ വിഭാഗങ്ങളിലും കത്തോലിക്ക, ഞാൻ ഇവരൊക്കെ പരിചയപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്, കത്തോലിക്ക വിഭാഗങ്ങളിലെ മൊത്തം അവിടെ മുതൽ യാക്കോബ, മാർത്തോമ, എല്ലാ ഹിന്ദുസിൻ്റെ ആശ്രമങ്ങളൊക്കെ ഞാൻ പോയിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിലൊക്കെ ചില ഹൈന്ദവ ആശ്രമങ്ങളിൽ പോയിട്ടുണ്ട്, കേരളത്തിൽ പോയിട്ടുണ്ട്. എന്നാൽ ചിലടത്തെല്ലാം നല്ല ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നവർ കാണുന്നു. ഇസ്ലാം ഓർഫനേജുകൾ വളരെ നന്നായി പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ കുറേ ചൂഷണങ്ങളും മുതലെടുപ്പും മതവെറിയും ഒക്കെ മറുഭാഗത്തുണ്ട്. പക്ഷെ അതൊന്നും അല്ലല്ലോ യേശു കാണിച്ചെന്ന മാതൃക. എന്നാൽ ഇതിനൊരു ആത്മീയ വശങ്ങളുണ്ട്. നമ്മൾ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ ഇത് വെറും മാനുഷിക പ്രവർത്തികൾ മാത്രമല്ല, ഇതിനെല്ലാം ദൈവത്തിൻ്റെ ചില മൂല്യങ്ങൾ അതിനകത്ത് അന്തർലീനമായി അതിൻ്റെ അന്തസ്സത്തായിട്ട് കാണുന്നു. അതാണ് നമ്മൾ ഗ്രഹിക്കുമ്പോഴേ നമുക്ക് കുറേ കൂടെ സന്തോഷമുണ്ടാകും. അപ്പോൾ ഈ പറഞ്ഞ ആ വിഷയങ്ങളോട് ബന്ധപ്പെട്ട് ദൈവം സ്ഥാപിച്ച ദൈവരാജ്യം, ദൈവത്തിൻ്റെ സഭ, പുതിയ യെരൂശലേം, ഇതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചേർത്താണ് കർത്താവ് ഈ എക്സാമ്പിൾസൊക്കെ പറഞ്ഞിട്ട് കാരണം. ഇവിടെ നല്ല ശമരിയൻ, ഇവിടെ ശമരിയൻ എന്ന് വിളിച്ചപ്പോൾ തന്നെ യേശു ആ ശമരിയക്കാരൻ്റെ ഒരു പ്രവൃത്തി എടുത്ത് പറയുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം പോലും നമ്മൾ വായിക്കുമ്പോൾ ആ സ്റ്റോറി അത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. നടന്ന സംഭവമായിട്ടാണ് കാണുന്നത്. കാരണം പ്ലേസ് എല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യെരൂശലേമിൽ ഒരു മനുഷ്യൻ, അതിന് നമ്മൾ ആത്മീയമായ ചില കാര്യങ്ങളെ ചിന്തിച്ച് മുമ്പോട്ട് പോവാം. വായിച്ച വാക്യം, ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവന്റെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി യാദൃച്ഛിക ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിലെത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. ഒരു ശമര്യക്കാരന്റെ വഴിപോകിയിൽ അവന്റെ അടുക്കിലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ. ഇവിടെ 2 രക്ഷകരെ രക്ഷിപ്പിനെ നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്ന് കർത്താവ്, അല്ലെങ്കിൽ ആ ശമരിയക്കാരൻ കർത്താവായ യേശുവിനെ നമുക്ക് എടുക്കാം. കർത്താവായ യേശു മനുഷ്യവർഗത്തിനെ രക്ഷ ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ അവിടെ വഴിയമ്പലക്കാരോട് പറയുന്നു, ഇനി അധികമായ രക്ഷ നീ ചെയ്താൽ ഞാൻ തിരിച്ചു വരുമ്പോൾ അതിൻ്റെ പ്രതിഫലം നിനക്ക് തരും. അതിനായിട്ട് 2 വെള്ളിക്കാശുകൾ കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പ്രധാന വിഷയം, ഒന്ന് ശമരിയക്കാരനായ ക്രിസ്തു, 2 വഴിയമ്പലക്കാരൻ, മൂന്നാമത് 2 വെള്ളിക്കാശ്. എന്താണ് ഇതിൻ്റെ ആത്മീയ വ്യാഖ്യാനം? യേശു പറഞ്ഞ എല്ലാ ഉപമകളിലും വിതയ്ക്കപ്പെട്ട വിത്തിനെ കുറിച്ച് യേശു പറയുമ്പോൾ അത് വാർഷികമായ വിത്തല്ല, അത് ആത്മീക വചനമായ വിത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ
അനേക ഉപമകൾ യേശു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മർമ്മങ്ങളാണ്. 13 മർമ്മങ്ങൾ പ്രധാനമായിട്ടും വേദപുസ്തകം കാണുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ മർമ്മമാണ് ഈ മർമ്മം വലിയത്. എഫെസ്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെ സഭയെക്കുറിച്ച് അത്ര പറയുന്നത്. വായിച്ച 5:32 വാക്യം. ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെ സഭയിൽ ഉദ്ദേശിച്ചത്രേ പറയുന്നു. അപ്പൊ അനേക മർമ്മങ്ങളുണ്ട് അല്ലേ? ചൂണ്ട് മർമ്മം ലോകത്തിലുണ്ട്. ചൂണ്ട് മർമ്മം, തൊടു മർമ്മം, മൂക്ക് മർമ്മം ഒക്കെ ഉണ്ട്. ഒരിക്കലും ഒരു മനുഷ്യൻ ഒരാൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക, ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, എനിക്ക് തൊടുമർമ്മം അറിയാമെന്ന്. തന്നേക്കാൾ പ്രായമുള്ള 2 മനുഷ്യന് നേരെ ഇവൻ അട്ടഹസിയോട് പറഞ്ഞു, എനിക്ക് തൊടുമർമ്മം അറിയാമെന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ട് എനിക്ക് ആകെ അസ്വസ്ഥയായി. ഈ പ്രായമുള്ള 2 മനുഷ്യരുടെ മേൽ ഇവൻ ഭയങ്കരമായ ബളം ഉണ്ടാക്കി. പെട്ടെന്ന് എനിക്കൊരു ആവശ്യം. ഞാൻ പറഞ്ഞു, നിനക്ക് തൊടുമർമ്മല്ലേ അറിയത്തുള്ളൂ, ഞാൻ നോക്കിയാൽ നീ താഴെ വീഴുമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞതാ. വിശ്വാസത്താൽ ചിലപ്പോൾ നോക്കിയാൽ സംഭവിക്കും കേട്ടോ. ഏതായാലും ശരി, അവൻ അന്നേരം സ്ഥലം വിട്ടു. അന്നേരം പറഞ്ഞു, നോക്കിയാൽ വീഴുമല്ലോ എന്നുള്ളത് അടുത്ത് നോക്കുമ്പോൾ അറിയാം അല്ലേ. പക്ഷേ ഏതായാലും ശരി, 3-4 പേരുണ്ടായിരുന്നു. അവൻ അന്നേരം സ്ഥലം വിട്ടു. പിന്നെ അതിന് ശേഷം എന്നെ കാണുമ്പോൾ വലിയ ബഹുമാനവും സ്നേഹമാണ്. കാരണം അവൻ വിചാരിക്കുന്ന അവനേക്കാൾ അവൻ തൊടുമർമ്മമാണ്, നമ്മൾ നോക്കിയാൽ വീഴുന്ന മർമ്മമാണ്. അത് സത്യമായിട്ടോ. യേശുക്രിസ്തു അങ്ങനെയാണ്. ദുരാത്മാവിന് നോക്കിയതേ ഉണ്ട്, തൊടാനൊന്നും പോയില്ല. തൊട്ട് സൗഖ്യമാക്കിയതുണ്ട്. അപ്പം ശരിയായ അഭിഷേകമുള്ള ദൈവമക്കൾ ശരിയായി നോക്കിയാൽ ശത്രുവിൻ്റെ ശക്തി അവിടെ കുറയും. അതിൻ്റെ സത്യമുണ്ട് കേട്ടോ. അപ്പം എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ കാണുന്നു നല്ല ശബരിയക്കാരൻ. അപ്പം ഇതുപോലെ മർമ്മങ്ങൾ പലതുണ്ട്. ക്രിസ്തു എന്ന ദൈവമർമ്മം, സഭയൊരു മർമ്മം. അങ്ങനെ 13 വലിയ മർമ്മങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നെങ്കിലും അതിലേറ്റവും വലിയ മർമ്മമാണ് ക്രിസ്തുവും സഭയും. വീണ്ടും വായിച്ച്. ഇംഗ്ലീഷ് വായിക്കാം. ദിസ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് മിസ്റ്ററി. വായിക്കാം. ഗ്രേറ്റസ്റ്റ് മിസ്റ്ററിയാണ് കൺസേണിംഗ് ക്രൈസ്റ്റ് ആൻഡ് ദി ചർച്ച്. അപ്പം ക്രിസ്തു സഭയും ഏറ്റവും വലിയ മർമ്മമാണ്. ഇത് സാധാരണ മനുഷ്യർക്കൊന്നും പിടികിട്ടത്തില്ല. അതുകൊണ്ടാണ് ചിലരെന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പലരും ഈ അടുത്ത് തന്നെ ഈ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു മഹിളാ ഒരു സ്ത്രീ ഉണ്ടല്ലോ, എന്തോ അതിന് പേര്, ഒരു ടീച്ചറാണല്ലോ, ശശികല. അതാ ശശികല. ശശി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്നാണ്. കല, ചന്ദ്രൻ്റെ സൗന്ദര്യമുള്ളവളെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. ശശികല, ശശി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. അപ്പം ചന്ദ്രൻ്റെ ശോഭയുള്ളവളാണ്. പക്ഷെ പലപ്പോഴും സംസാരിക്കുമ്പോൾ ശോഭ മങ്ങിപ്പോവാണ്. ഈ അടുത്ത സമയത്ത് ഞാനിത് കേട്ടു, യാദൃശ്യമായിട്ട് കേട്ടതാണ്. ദൈവത്തിൻ്റെ വചനം ബൈബിൾ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന് ശേഷം ആരൊക്കെ എഴുതി പിടിപ്പിച്ചതാണെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള വിവരമൊക്കെയാണ് പറയുന്നത്. ഇപ്പം എന്തോ പറയാനിരിക്കുന്നുണ്ട്. പഴയ നിയമം മോശയാണ് ആദ്യം എഴുതിയത്. മോശ യേശുക്രിസ്തുവിന് ഇത്രയും കാലം മുമ്പുള്ളതാണ്. പിന്നീട് 39 പുസ്തകം പഴയ നിയമവും 27 പുസ്തകം പുതിയ നിയമം, അങ്ങനെ 66 പുസ്തകങ്ങൾ. 1400 വർഷങ്ങളുടെയിൽ 40ഓളം പേര് വിവിധ കാലഘട്ടങ്ങളിൽ ജീവിച്ചവർ എഴുതിയ പുസ്തകങ്ങളുടെ സമാഹാരമാണ് ബൈബിൾ പറയുന്നത്. അത് ഈ ഒരു കത്തോലിക്ക ബിഷപ്പ് കാർദിനാളാണ് ഇതിനെ അധ്യായങ്ങളായിട്ടും ഇതെല്ലാം തിരിച്ചത്. പിന്നീട് സൂര്യദോഷം കൂടിയപ്പോഴാണ് പ്രോട്ടസ്റ്റന്റുകാർ 66 പുസ്തകവും കത്തോലിക്കർ നേരത്തെ 72 പുസ്തകം ഉണ്ടായിരുന്നു. അങ്ങനെ സമാഹരിച്ച പുസ്തകത്തിൻ്റെ പേരാണ് ബൈബിൾ, ബിബ്ലിയോസ്, പുസ്തകങ്ങളുടെ ലൈബ്രറി. ബൈബിൾ എന്ന് പറഞ്ഞാൽ ബിബ്ലിയോസ് എന്നുള്ള വാക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതാ ബൈബിൾ, പുസ്തകങ്ങളുടെ കൂട്ടം. അതാണ് വേദപുസ്തകം നമ്മൾ പറയുന്നത്. അപ്പോൾ പുസ്തകങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പുസ്തകത്തിൽ വായിച്ചാൽ അറിവുണ്ടാകും. അപ്പോൾ ഈ പറഞ്ഞ പോലെ തലതിരിഞ്ഞ് വായിക്കുന്നവർക്കൊക്കെ, അല്ലെങ്കിൽ വേറെ മതം കയറുന്നവർക്ക്, രാഷ്ട്രീയം കയറുന്നവർക്ക് അത് വായിച്ചാൽ, പണ്ട് മഞ്ഞപ്പിത്തം പിടിച്ചവർക്ക് മഞ്ഞ കണ്ണുകൊണ്ട് നോക്കുന്ന പോലെ കാണുന്നതെല്ലാം മഞ്ഞയായി തീരും. നിഷ്പക്ഷമായിട്ട് വായിക്കുമ്പോഴേ കാണത്തും. ഹൈന്ദവൻ എത്രയോ ഗുരുക്കന്മാർ പറയുന്നു ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച്. ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പോലും വചനത്തിൻ്റെ പ്രാധാന്യം പ്രസംഗിച്ചിരുന്ന കാലമില്ലേ, പ്രതിഷ്ഠ. പക്ഷേ മുഖ്യമന്ത്രി ആയതിനു ശേഷം അങ്ങനെ പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് അദ്ദേഹം മൗനമായിരിക്കുകയാണ്. കാരണം മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ആളല്ലേ. അപ്പോൾ പെട്ടെന്ന് കയറി ഇനി ബൈബിൾ പറയാൻ പോയാൽ ഒരുപാട് എതിർപ്പുകളുണ്ടാകും. എങ്കിലും അദ്ദേഹം രഹസ്യ വിശ്വാസിയായി ജീവിക്കുന്നു. അങ്ങനെ എത്രയോ മനുഷ്യർ ഇല്ലയോ. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഒരു ഗാനരചയിതാവും ഫിലിപ്പ് സംവിധാനം പറയുകയാണ്, ഞാൻ കണ്ട ഗുരുക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഗുരുവാണ് ക്രിസ്തു.
ഹിന്ദുവാണ്. അപ്പം എന്താ കാരണം? അദ്ദേഹം പറയുന്നത് ശിഷ്യന്മാരുടെ കാല് കഴുകിയ ഒരേ ഒരു ഗുരുവേ ഉള്ളൂ. ആ താഴ്മയും വിനയവും ദൈവികമായ അനുമൂല്യവും വെളിപ്പെടുത്തിയ യേശു ക്രിസ്തു. അതുകൊണ്ട് ഏറ്റവും വലിയ ഗുരുവിനെ ഞാൻ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു നടക്കട്ടെ, അതിനകത്ത് വ്യത്യാസമില്ല. പക്ഷേ അറിവില്ലായ്മയാണ്. ബൈബിൾ എന്താണെന്നും ബൈബിളിൻ്റെ കാലഘട്ടം എന്താണെന്നും ബൈബിൾ എഴുതിയ ഉദ്ദേശം എന്താണെന്നും അറിയാത്തവർ ഇങ്ങനെ പുലമ്പി നടക്കും. പക്ഷേ സമയം സമാഗതമായിക്കൊണ്ടിരിക്കുന്നു. ഈ എല്ലാ പോളി മതങ്ങളും ഇല്ലാതാകുന്നൊരു സമയം വരാൻ പോവുകയാണ്. വ്യാജമായ സകല മതങ്ങളും സകല ദൈവങ്ങളെയും ഡിമോളിഷ് ചെയ്യുന്നൊരു കാലം വരികയാണ്. അതാണ് ആൻറ്റിക്രൈസ്റ്റ് കാലത്ത്. അവൻ വന്ന് എല്ലാ ദൈവങ്ങളെയും നീക്കിക്കളഞ്ഞതിന് ശേഷം താൻ ദൈവമായിട്ടങ്ങ് പ്രഖ്യാപിച്ചുകൊണ്ട്. പക്ഷെ ദൈവമല്ല. അതാണ് ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത്, ക്രിസ്തുവിന് വിരോധമായ. അപ്പം ഈ ലോകകപ്പിൽ നടന്ന പോലെ ചെറിയ മാച്ചെല്ലാം നടന്ന് അവസാനം ഫൈനലിൽ വന്നു. 2 ഇതുപോലെ ലാസ്റ്റത്തെ യുദ്ധത്തിൽ ഹർമദോൻ വെച്ച് ഹർമദോനിൽ ക്രിസ്തുവും ആൻറ്റി ക്രൈസ്റ്റും മുഖാമുഖം അഭിമുഖീകരിക്കപ്പെട്ടു. എന്താ കാരണം? സാത്താൻ ഇതുവരെ ജഡത്തിൽ വന്നിട്ടില്ല. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. 14 യോഹന്നാൻ 1:14 വായിക്കുമ്പോൾ മാനിഫെസ്റ്റഡ് ഫ്ലഷ് എന്നാണ്, വെളിപ്പെട്ടെന്നാണ്, അവതരിച്ചതല്ല. യേശു ക്രിസ്തു ഈ പറഞ്ഞ പോലെ ഇൻകാർണേഷൻ അല്ല, മാനിഫെസ്റ്റ്, അതിനെ വെളിപ്പെടുത്തിയെന്നാണ്. ദൈവത്തെ വെളിപ്പെടുത്തി, സെയിം ഇമേജ്, അദർശനായ ദൈവത്തിൻ്റെ പ്രതിമ. യേശു പറഞ്ഞു ഞാനും പിതാവും ഒന്നാകും, എന്നെ കണ്ടവൻ. കാരണം പിതാവിനെ ആർക്കും കാണാൻ കഴിയില്ല. കാരണം പിതാവ് വചനമായിട്ടാണ് വെളിപ്പെട്ടത്, വചനവും ആത്മാവും. അതൊരു ശരീരത്തിൽ വെളിപ്പെടുത്തിയതാണ് ക്രിസ്തു എന്ന് പറയും. കൃഷ്ണ വായിച്ച് ജോൺ chapter 1:14 manifesting. And the God was made flesh and dwelt among us, and we beheld his glory, the glory as the one begotten of the Father, full of grace and truth. അപ്പോൾ മാനിഫെസ്റ്റ് ഇൻ ഫ്ലഷ് എന്നാണ്, വെളിപ്പെട്ടു. ഇൻകാർണേഷൻ അല്ല, മാനിഫെസ്റ്റ് ആണ്. ഈ സത്യം സാത്താന് പിടിക്കത്തില്ല. സാത്താന്യ ശക്തിയിൽ കൂടെ അല്ലെങ്കിൽ അറിവില്ലാത്ത മനുഷ്യൻ അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ സത്യം സത്യമായിട്ട് ഇന്ന് നിലനിൽക്കുകയാണ്. ഈ സത്യം വെളിപ്പെടാൻ പോവുകയാണ്. അപ്പോൾ സാത്താൻ ഇനി ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ കൂടി ജഡത്തിൽ വരുമ്പോഴാണ്, ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തു ജഡത്തിൽ വരുന്ന പിശാചിനെയും മുഖാമുഖമായി കാണുന്ന സമയമാണ് ഹർമദോനിൽ വെച്ച്. അവിടെ വെച്ച് കർത്താവ് തൻ്റെ വായിൻ ശാസ്ത്രത്താൽ അവനെ ഡിമോഷൻ ചെയ്യുകയും അവൻ്റെ ജഡത്തിൽ ന്യായവിധി ഉണ്ടായി തീപ്പൊയ്യ തള്ളിയോട് നമുക്ക് കാണാൻ കഴിയുന്നു. അതിന് വരാൻ പോകുന്ന സംഭവമാണ്. വളരെ ആസന്ന ഭാവിയിൽ തന്നെ സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ആവശ്യം അങ്ങനെ നിൽക്കട്ടെ. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ വീണ്ടും ആ സ്റ്റോറിയിലേക്ക് നമുക്ക് കടന്നു വരാം. നടന്ന സംഭവമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതാ ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോവുകയാണ്. വായിക്കാം. ഒരു മനുഷ്യൻ യെരൂശലേമിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. ഇത് ലിറ്ററലി നമുക്ക് വായിച്ച് മനസ്സിലായി. ഒരുത്തർ കള്ളൻ്റെ കയ്യിലകപ്പെട്ട് അവരവനെ മുറിവേൽപ്പിച്ചു, വസ്ത്രം എടുത്തു, അവനെ കൊള്ളയടിച്ചു, അവനെ ചത്തെന്ന രീതി കൊണ്ടിട്ടിരിക്കുക. അർദ്ധപ്രാണനായി ചത്തെന്ന് പറഞ്ഞു കൊണ്ടിട്ടതാണ്. പക്ഷേ ചത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതുവഴി ഒരു പുരോഹിതൻ വരുന്നത്. പുരോഹിതൻ വന്നിട്ട് തിരിഞ്ഞു പോലും നോക്കാതെ പോയി. കാരണം എന്താ? അവന് മനുഷ്യരോട് മനസ്സിലുമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവൻ്റെ പ്രമാണം അനുവദിക്കുന്നില്ല. ഇന്ന് ഓരോ മതങ്ങളുടെ പ്രമാണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ഹിന്ദുക്കളുടെ ഇടയിൽ കുറേ മതങ്ങളുണ്ട്, ഇസ്ലാമിന് മതമുണ്ട്, ക്രിസ്തു മതമുണ്ട്. ഈ മതങ്ങളിലെ ചേരിപ്പോരുകളാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഉപദേഷ്ടക്കന്മാരാണ് കള്ളയെഴുത്തുകോൽ. കർത്താവ് പറഞ്ഞ പോലെ യഹൂദന്മാരുടെ പ്രമാണിമാരുടെ കള്ളയെഴുത്തുകോലാണ് ഈ ദൈവിക സത്യങ്ങൾ മനുഷ്യനെ വേർതിരിച്ചു കളഞ്ഞു. എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളിലും തങ്ങളുടേതായ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയും തങ്ങളെ വിട്ട് പോകാതിരിക്കാൻ വേണ്ടി മത നേതാക്കന്മാരുണ്ടാക്കിയ വികൃതികളാണ് ഇന്നും മതത്തിന് ശത്രു. അല്ലെങ്കിൽ ദൈവം ഒന്നേ ഉള്ളെങ്കിൽ പിന്നെ പ്രശ്നമുണ്ടോ? ദൈവം ഒന്നേ ഉള്ളൂ. അത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനെല്ലാം ഒരു ദൈവമാണെങ്കിൽ പിന്നെ എന്തിനീ പ്രശ്നം ഉണ്ടാക്കുന്നത്? ആ ദൈവം ആരാന്ന് കണ്ടുപിടിച്ചാൽ പോരെ? ഞാൻ പലപ്പോഴും പറയാം, ആ ദൈവത്തിൻ്റെ സ്വഭാവം നോക്കിയാൽ പോരെ? കള്ളന്മാർ കൂട്ടു നിൽക്കുന്നതും കൊലപാതകം ചെയ്യുന്നതും വ്യഭിചാരം ചെയ്യുന്നതും അല്ലെങ്കിൽ തോന്നിവാസം ചെയ്യുന്നതും അങ്ങനെയുള്ള ദൈവത്തെ ആരാധിക്കാൻ ആരെ കൊണ്ടുവെക്കും? ഇതാണ് പല പ്രസംഗിമാർ പറയുന്നത് കേട്ട്, ഈ പറഞ്ഞ ദൈവങ്ങളെക്കാൾ എത്രയും മാന്യമായിട്ട് ഞാൻ ജീവിക്കുന്നു, പിന്നെ ഇവരെയൊക്കെ ഞാനിതിനെ ആരാധിക്കുന്നത് ചോദിക്കുന്നതാണ്. ശരിയല്ലേ? ഇവിടെ നിങ്ങൾ അല്ലെങ്കിൽ പറയുന്ന പല ദൈവങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ആ ദൈവങ്ങൾ അവർ ചെയ്യുന്ന പ്രവൃത്തി ഞാൻ ചെയ്യുന്നില്ലല്ലോ. ഞാൻ മര്യാദയ്ക്ക് ജീവിക്കുന്നു.
അന്യായം കാണിക്കാൻ പോകുന്നില്ല. അങ്ങനെയെല്ലാം ചെയ്യാത്ത ഞാൻ ഈ അന്യായം ചെയ്ത ദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ലോജിക്കാണെന്നൊരു ചോദിച്ചു. ശരി, അത് ഞാൻ പറഞ്ഞ് കറക്റ്റാണ്. ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള മതത്തെ വിട്ട് ഇപ്പം മതമില്ല. അവസാനം എനിക്കൊരു മാതൃകയായി എന്നെ രക്ഷിച്ച യേശുക്രിസ്തുവിനെ മാത്രം, യേശുക്രിസ്തു മാത്രമാണ് എൻ്റെ റോൾ മോഡൽ. വേറെ ആരെയും ഞാൻ എടുക്കാറില്ല. പിന്നെ ആരെയും നല്ല കാര്യം പറഞ്ഞ് എടുക്കും, എൻ്റെ റോൾ മോഡൽ ക്രിസ്തു മാത്രമാണ്. കാരണം ഒന്നാമത് എൻ്റെ അനുഭവമാണ്, എന്നെ രക്ഷിച്ചത് ക്രിസ്തുവാണ്. അതാർക്കും നിഷേധിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ഇവിടെ പറയുന്ന ലിറ്ററലി ഒരു വിഷയം നടക്കുമ്പോൾ നമുക്കറിയാം ഈ പുരോഹിതൻ എന്താ സംഭവിച്ചത്. സംഖ്യാപുസ്തകം 19-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പുരോഹിതന് പ്രമാണമുണ്ട്, ശവത്തെ തൊടാൻ പാടില്ല, തൊട്ടാൽ അവർ 7 ദിവസം അശുദ്ധനായിരിക്കും. വായിച്ച് സംഖ്യാപുസ്തകം 19-ന്റെ 5-6 കൊണ്ടല്ലോ. ശവത്തെ തൊടുന്നവൻ 7 ദിവസം ശുദ്ധമാകണം. ഇല്ലയോ? അതിന് മേളിൽ 1-ാം വാക്യം 11. യാതൊരു മനുഷ്യന്റെ ശവത്തെ തൊടുന്നവൻ 7 ദിവസം പോകണം. അപ്പോൾ അങ്ങനെയാണ് പുരോഹിതന്മാരുടെ പ്രമാണം. അപ്പോൾ ഈ ചത്തി കിടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അവൻ പോയി തൊട്ട് കഴിഞ്ഞാൽ അത് ശവമാണെങ്കിൽ ഈ പുരോഹിതൻ കുർബാന നിർത്തിയിട്ട് അല്ലെ വഴിപാട് അർപ്പിക്കാൻ നിർത്തിയിട്ട് പോയിട്ട് 7 ദിവസം കുളിച്ച് ശുദ്ധമായിട്ടിരിക്കണം. ഇതാണ് അവരുടെ പ്രമാണം. ഇങ്ങനെയാണ് പല മതങ്ങളും ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഈ മതങ്ങളെ യേശു നിരാകരിച്ചത്. പിന്നെ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അതൊക്കെ വരാൻ പോകുന്ന ചിലർ നിഴൽ മാത്രമായിട്ട് ഇവർ കൊടുത്തതാണ്. അന്നത്തെ മനുഷ്യൻ്റെ ഹൃദയകാഠിന്യവും യവന്മാരുടെ കൊള്ളരാടിയും നിമിത്തം ദൈവം അല്ലെങ്കിൽ ആ കാലത്തിലെ മതം അങ്ങനെ തന്നെ ആ പ്രമാണങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ യേശുക്രിസ്തു എന്ത് ചെയ്തു? ശവത്തെ തൊട്ടു. അതവർ പിടിച്ചില്ല. അതുകൊണ്ടാണ് അങ്ങനെ ശബരി എന്ന് പറയുന്നത്. അവൻ പാപിനിയായ മനുഷ്യരെ അടുത്ത് പോയി തുങ്കക്കാരുടെ വീട്ടിൽ പോയി താമസിച്ച് ഭക്ഷണം കഴിച്ചു. അതുകൊണ്ട് അവൻ ശബരിനാണ്. നോക്കണം. അപ്പോൾ പ്രമാണങ്ങൾ, പല മതങ്ങളുടെയും പ്രമാണമാണ് മനുഷ്യനെ ശത്രുതയിലേക്ക് നടത്തുന്നത്. ഇല്ലയോ? ചില മതം ഇപ്പോഴും പഠിപ്പിക്കുന്നില്ലേ, അന്യമതങ്ങളെല്ലാം കൊന്നാൽ മോശം കിട്ടുന്നതാണ്. അന്യമതക്കാരെ കൊന്നാൽ മോശം കിട്ടുമെന്ന് പറയുന്നത് ഇന്നത്തെ ജനാധിപത്യത്തിന് പോലും നിരക്കത്തില്ല. അതുകൊണ്ട് മൗനമായിരിക്കുകയാണ്. നാളെ അധികാരം കിട്ടിയാൽ ഈ മതമെല്ലാം വീണ്ടും ശക്തിപ്പെടും. ക്രിസ്തുമതം ഒട്ടും മോശമല്ലായിരുന്നു. ഇടക്കാലത്തിൽ ക്രിസ്തുമതം ഉണ്ടാക്കിയ യുദ്ധങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ. അത് യേശു ക്രിസ്തു പറഞ്ഞ യുദ്ധമല്ല. യേശു പറഞ്ഞ് വാള് ഉറയിലിടാനോ. അപ്പോൾ ക്രിസ്തുമതമാണെങ്കിലും ഹിന്ദുമതമായാലും ഇസ്ലാം മതമായാലും ശരി, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. ഇത് വാളിൻ്റെ മാർഗമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ എക്സാമ്പിളിൽ നമ്മൾ 2 ആത്മീയ വശങ്ങൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ പുരോഹിതൻ ഇവരെ തൊട്ട് കഴിഞ്ഞാൽ അശുദ്ധരായി പോകേണ്ടി വരും. ലേവ്യന് പ്രമാണം കൊടുത്തിട്ടുണ്ട്. ലേവ്യ പുസ്തകം മുഴുവൻ വായിക്കുമ്പോൾ ഇതുപോലെ വലിയ പ്രമാണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് ആർത്തവ സ്ത്രീ വെളിയിൽ വരാൻ പാടുള്ള, അശുദ്ധയായിട്ട് മുറിക്കാത്തിരിക്കണം. എന്നാൽ ഇവിടെ ഇതാ യേശുക്രിസ്തുവിനെ ഒരു ആർത്തവ സ്ത്രീ വന്ന് തൊട്ട് സൗഖ്യമായി. ചില മതങ്ങൾ എന്താ പറയുന്നത്? ആർത്തവ സ്ത്രീകൾ ദൈവങ്ങളെ കാണാൻ വന്നാൽ ദൈവം അശുദ്ധരാകും, ചില ദൈവത്തിൻ്റെ സന്നിധാനം അശുദ്ധമാകും. പണ്ട് ഈ ബ്രാഹ്മണന്മാരെല്ലാം ഇങ്ങനെ പോകുന്ന സമയത്തിൽ അന്യജാതിക്കാരെ കണ്ടാൽ അവർ അശുദ്ധരാകുമെന്ന് പറഞ്ഞ് വിളിച്ചു പറയും, ഹോയ് 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 എന്ന് പറഞ്ഞു. അപ്പോൾ അവർ മാറിക്കണം. അതിൻ്റെ അർത്ഥം എന്നാ? വിശുദ്ധനായ ഞാൻ വരുന്നു, നീ എൻ്റെ അടുത്ത് വന്ന് ഞാൻ അശുദ്ധനാകും. അപ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ളൂ ഇവർക്ക്. ഒരു അശുദ്ധൻ വന്ന് എന്നെ തൊട്ടാൽ ഞാൻ അശുദ്ധനാകുന്നെങ്കിൽ അവൻ അശുദ്ധനായിരിക്കണമെന്നില്ല, അന്യജാതിക്കാരന്. അവൻ എൻ്റെ അടുത്ത് വന്ന് ഞാൻ കാണുമ്പോഴേ അശുദ്ധനാകുന്നെങ്കിൽ നിൻ്റെ വിശുദ്ധിക്ക് എന്താ പ്രാധാന്യം? അത് ചിന്തിക്കട്ടെ. അപ്പം ഞാൻ ദൈവമാണെങ്കിൽ ഏത് വ്യക്തി വന്നാലും അവർ വിശുദ്ധരായിത്തീരരുത്. അതാണ് യേശുക്രിസ്തുവിനെ 18 വർഷം രക്തസ്രാവമുള്ളൊരു സ്ത്രീ തൊട്ടു. ആ രക്തസ്രാവമുള്ള സ്ത്രീ അവൻ സൗഖ്യമായി. യേശു അശുദ്ധമായില്ല, അശുദ്ധയായ സ്ത്രീ സൗഖ്യമായി. ഇതല്ലേ ദൈവികം? ഇങ്ങനെയുള്ള കാര്യങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോഴാണ് യേശുക്രിസ്തു മറ്റുള്ളവരെക്കാൾ വിശേഷമായി ദൈവപുത്രനായി ദൈവമായി നമുക്ക് കാണപ്പെടുന്നതിൻ്റെ കാരണം. അതാണ് യഹൂദ മതം തന്നെ ദൈവം എഴുതി തള്ളി. അതിനേക്കാൾ വലിയൊരു മതമില്ല. ഇന്ത്യയിൽ ഇവർ പറയുന്ന മതം ആര്യന്മാരുടെ സംസ്കാരത്തിൽ നിന്നുണ്ടായ മതം എന്ന് പറയുന്നത് ഒരു സന്യാസി ശബരിമല വിഷയം വന്നപ്പോൾ പറഞ്ഞ് ഞാൻ കേട്ടു, ഇത് ലേവ്യ പുസ്തകത്തിൽ നിങ്ങൾ എടുത്തതാണ്. കാര്യം ആര്യന്മാർ വന്നിരിക്കുന്നത് പേർഷ്യൻ, ഇറാനിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണല്ലോ ആര്യന്മാരെന്ന് പറയുന്നത്. ആ ഇറാൻ പ്രദേശങ്ങൾ താമസിച്ചതാരാ? അബ്രഹാമിൻ്റെ വർഗത്തിൽപ്പെട്ടവരാണ്. അവർക്ക് ന്യായപ്രമാണം കിട്ടിയവരുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ വന്ന ആര്യ സംസ്കാരത്തിൽ ഈ പ്രമാണങ്ങൾ കയറ്റി പഠിപ്പിച്ചുകൊണ്ടാണ് ഈ വിവേചനമൊക്കെ ഉണ്ടാക്കുക.
എന്നാലും അത് അവസാനിച്ചില്ല. അത് പഴയ നിയമമായി തള്ളി, പിന്നെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് പുതിയ നിയമം. ആ പുതിയ നിയമത്തിൽ ജാതി മത ദൈവം ഏകൻ, എല്ലാ ജാതി മതസ്ഥരെയും ദൈവം അംഗീകരിക്കുന്നു. അതാണ് ഇതിന് സത്യം. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ പത്രോസ് പറയുന്നു, ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു. അവിടെ ജാതിയും മതമൊന്നുമില്ല. അവിടെ ജാതിയും മതമൊക്കെ ഒഴിഞ്ഞു പോകേണ്ട കാലം കഴിഞ്ഞു, താമസിക്കാതെ ഒഴിഞ്ഞു പോവുകയും. മതത്തിൻ്റെ ആവശ്യമില്ല. പണ്ട് മതങ്ങളൊക്കെ ചില നല്ല കാര്യങ്ങൾ മനുഷ്യൻ പഠിപ്പിച്ചെങ്കിൽ ഇന്ന് മതം മനുഷ്യന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ചെറുപ്പക്കാരൊന്നും മതത്തെ വിട്ടു പോകുന്നത്. പെന്തിക്കോസ്റ്റുകൾ ഒരു കാര്യം ഓർത്തും, പെന്തിക്കോസ്റ്റ് മതമല്ല, ഇതൊരു മാർഗത്തിൻ്റെ വഴിയാണ്. പക്ഷേ കാലങ്ങൾ കഴിയുമ്പോൾ 2-3 തലമുറകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ പിന്നെ അവരുടെ തറവാടായിട്ട് കാണുകയാണ്. അതാ ഞങ്ങൾ ഇതിനകത്ത് ജനിച്ചു വളർന്നതെന്നാണ്, ഞങ്ങളിത് ജനിച്ചു വളർന്നതെന്ന് പറഞ്ഞ് വഴക്കുണ്ടാകുന്ന പുള്ളികൾ കണ്ടോ? ഏതിൽ? ഈ മതത്തിൽ. അതാണ് അവിടെ ക്ലാവ് പോകാത്തതിൻ്റെ കാരണം. അപ്പോൾ അതെല്ലാം മാറേണ്ട സമയങ്ങൾ കഴിഞ്ഞു. രാഷ്ട്രീയക്കാരും അങ്ങനെയാണ്. ഈ കോൺഗ്രസിൻ്റെ പാരമ്പര്യമൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യം എന്തോയിരിക്കുന്നത്? കോൺഗ്രസിൻ്റെ കമ്മ്യൂണിസത്തിൻ്റെ പാരമ്പര്യം പറഞ്ഞ് മനുഷ്യർക്ക് എന്നാ ഗുണം? ചുമ്മാ അടി ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് തട്ടിപ്പ് നടത്തി പോകാന്നല്ല ഗുണം എന്താ? എടാ, അതൊക്കെ വിട്ടിട്ട് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറെ, മനുഷ്യൻ്റെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുക. അതിന് പറ്റിയ രാഷ്ട്രീയക്കാരെ ആവശ്യമായതുകൊണ്ടാണ് ഇന്ന് പാറ്റായും കിറ്റായും എല്ലാം മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതാ പാറ്റ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൂറകളെന്നാവുന്നില്ലേ? ആ കൂറകൾ കൊണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രിയെ പോലും ഉറപ്പിച്ചെന്ന് കഴിഞ്ഞ ദിവസം ഇതിനകത്ത് കിടക്കുന്നുണ്ട്. പ്രധാനമന്ത്രി പോലും അവർ പറയുന്നത് സമ്മതിച്ചു. അതുകൊണ്ടാണ് കൂറകളെയൊക്കെ ഉയർത്തുന്ന കാലമാണ്. ദരിദ്രൻ്റെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ വരും. അതുകൊണ്ട് മനുഷ്യൻ്റെ ആവശ്യം എന്താണ്? നിങ്ങളൊരു പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കുമ്പോൾ ഇത് മനുഷ്യനെ എങ്ങനെ പ്രയോജനപ്പെടുന്നുള്ളൂ നോക്കേണ്ടത്. അതല്ലേ ആവശ്യം. ഞാനൊരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരു കല്യാണത്തിന് ഒരു കൊച്ചിനെ ഒരു വീട്ടുകാരനെ അണിഞ്ഞ് 10 വയസ്സില്ല 8 വയസ്സ് കാണും. അതിന് തന്നെ ഒരു ഉടുപ്പ് കല്യാണ പെണ്ണിനേക്കാൾ ഇങ്ങനെ ഒരു 10-12 നിലയുള്ള രീതിയിലുള്ള വലിയൊരു ഉടുപ്പ് ധരിപ്പിച്ചുകൊണ്ട് വരിക. ഈ കൊച്ചിന് നടക്കാനും വയ്യ. ഇതൊക്കെ വേർത്ത് പൊതു സംരക്ഷണത്തിൽ വെച്ച് ഈ പെൺകുട്ടി, എനിക്ക് 8 വയസ്സുണ്ടെന്ന് എനിക്കറിയത്തില്ല, അതിനൊക്കെ താഴെ, ഇത് വലിച്ചു പറിച്ച് ദൂരെ കളഞ്ഞ് പെറ്റിക്കോട്ടിട്ടുകൊണ്ടിരിക്കുക. ഇവിടെ ഇങ്ങനെ മനുഷ്യർക്ക് ഉപദ്രവമുള്ള മതങ്ങളും നിയമങ്ങളും എന്തിനാവശ്യം? അപ്പോൾ കണ്ടില്ലേ, സർക്കാർ ഓഫീസുകളിൽ ചെന്നാൽ എന്ത് ദുരിതമാണ് ചില സമയത്ത് ഒരു കാര്യം നേടിയെടുക്കാൻ. പിന്നെ എന്തിനാണ് തൻ്റെ ഭരണത്തിൻ്റെ ആവശ്യം? നിങ്ങളൊക്കെ ജയിപ്പിച്ച് വിട്ട് ഞങ്ങളുടെ ഒരു ആവശ്യമായിട്ട് ചെല്ലുമ്പോൾ അത് സാധിച്ചെടുക്കാതെ കാണുന്നവരെല്ലാം കാര്യം പിടിച്ച് കാശും കൊടുത്ത് പിന്നെ അവൻ്റെ വെള്ളം കേട്ട് ഈ ചിലവന്മാരൊക്കെ കസേരയിൽ നോക്കുന്ന നോട്ടം കണ്ടാന്നുണ്ടെങ്കിൽ അതിശിച്ചു ആരാണ്ട് വൈരാഗ്യം തീർക്കുന്ന പോലെ. അതാണ് വരുന്നവരായിട്ട് വൈരാഗ്യം തീർക്കുന്ന പോലെയാണ് ചില പുള്ളികളുടെ ഉദ്യോഗം. ഇത് ആത്മീയ കോളത്തിലുമുണ്ട് കേട്ടോ. ആത്മീയ കോളത്തിൽ ഇങ്ങനെയുള്ള പിശാചുണ്ട്. അപ്പം മനുഷ്യൻ പറയും ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട. അതാണ് യേശു ക്രിസ്തു കാണിച്ചത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. ശരിയായ യേശുവിനെ പഠിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയാണ് ഈ ഞാൻ എന്നുള്ളത് ആവർത്തിച്ചത്. അത് നമ്മൾ തന്നെ പറയണം, ഞാൻ തന്നെ എന്ന് പറയാനുള്ള യോഗ്യത വരുമ്പോൾ പിന്നെ നമുക്കൊരു മതവും വേണ്ട, ഒരു ഭാഷയുടെ പെർമിഷനും വേണ്ട, ഒരു സംഘടന ആവശ്യം വേണ്ട. ഓരോ മനുഷ്യനും യേശുവിനെ പോലെ എന്നെ പോലെ ആവണമെന്നില്ലേ? പിന്നെ അവർക്കിതിൻ്റെ മതം. അതാണ് ഇനി വരാൻ പോകുന്ന കാലം. കാരണം പരിണാമത്തിൻ്റെ അത് പോയെങ്കിലും പരിണമിച്ച് മനുഷ്യനായിട്ട് കോടി ലക്ഷങ്ങളായിരുന്നില്ല, പിന്നീട് ഒരു പരിണാമം ഉണ്ടായിട്ടില്ലല്ലോ. പരിണാമമല്ല. പക്ഷേ ഇനി ഉണ്ടാകാൻ പോകുന്നത് ദേവന്മാരെന്നാണ്. ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം സംവിധാനങ്ങൾ കൊണ്ട് മനുഷ്യനെ ഇനി ദേവന്മാരാക്കുകയാണ്. ദൈവത്തിന് മനുഷ്യർക്ക് ഇടയ്ക്കുള്ള ഒരു ഘട്ടം. അത് യേശുവിനെ പറഞ്ഞില്ലേ, നിങ്ങൾ ദേവന്മാർ. പക്ഷേ ആ ദേവന്മാരായി തീർന്ന് എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾ പ്രാപിക്കണം. ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച് ആ വളർച്ചയെത്തുന്നവർ ദേവന്മാരെ പോലെയാകും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ നിത്യതയിൽ പുനരുത്ഥാന പുത്രന്മാർ ദൂതന്മാരെ പോലെ ആകുന്ന. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ദൂതന്മാരെ പോലെ നമുക്ക് ആയിത്തീരുമ്പോൾ നമുക്കിവിടെ നിന്നൊരു 10,000 കിലോമീറ്റർ അപ്പുറത്ത് പോകണമെങ്കിൽ പ്ലെയിനും വേണ്ടൊന്നും വേണ്ട, വെളിച്ചങ്ങളുടെ വിളവേൽ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. അതാണ് പുനരുത്ഥാന പുത്രന്മാരായാൽ അവർക്ക് മരണമില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ പോലെ മരണമില്ലാത്തൊരു കാലം വരും. വെളിച്ചത്തിൻ്റെ വേഗതയിൽ മനുഷ്യൻ സഞ്ചരിക്കുന്ന കാലം വരുമ്പോൾ അവന് മരണമില്ല. അതാണ് പുനരുത്ഥാന ശരീരം എന്ന് പറയുന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അപ്പോൾ ആ വെളിച്ചമായി തീരുന്ന ഉപദേശമാണ് യേശു. പക്ഷേ യേശുവിനെ കൊണ്ട് മതങ്ങൾ യേശുവിനെ വെച്ചുകൊണ്ട് തെറ്റായി പഠിപ്പിക്കുന്ന ക്രിസ്തുമതമാണ്
ഈ മാർഗത്തിന് മറ്റൊരു തടസ്സം. മറ്റു മതങ്ങൾ പിന്നെ പോട്ടെ, അതൊക്കെ പലതും കോപ്പിയടിയാണ്. കോപ്പിയടിച്ചടിച്ചോ ചേരുന്നില്ല. ചേരുമ്പടി ചേർക്കാൻ നോക്കിയിട്ട് ഇന്ന് കിടന്ന് ബുദ്ധിമുട്ടുകയാണ് ചില മതങ്ങൾ. മനുഷ്യന് വിശ്വസിക്കാൻ കൊള്ളണ്ടേ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ചരിത്രം ആനുകാലിക കാലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളായിരുന്നു, അല്ലെങ്കിൽ നേരത്തെ നടന്ന സംഭവങ്ങൾ. ഇപ്പോൾ ഇസ്രായേൽ യുദ്ധം വരുമ്പോൾ, ആ യുദ്ധം വന്നപ്പോൾ ബൈബിളിലുള്ള പല സ്ഥലങ്ങളുടെ പേര് നമുക്ക് അവിടെ അറിയാം. ഗാസ ഇല്ലയോ, അതുപോലെ തന്നെ യെരുശലേം, എത്രയോ സ്ഥലങ്ങൾ, ഇതെല്ലാം ബൈബിളിലുള്ള പേരുകൾ തന്നെയാണ്. ഗോഗ് മാഗോയിൽ പറയുന്ന പേർഷ്യ, ഇറാൻ, ജർമ്മനി, ഈ രാജ്യങ്ങളെല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ വരെ ബൈബിളിൻ്റെ പ്രാധാന്യം കൂടുകയാണ്. ഇത് സത്യം തെളിയിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അന്ധവിശ്വാസം, അനാചാരങ്ങളും മതങ്ങളെല്ലാം ഇല്ലാതാകുന്നൊരു സമയം ഏറ്റവും ആസന്നത്തിൽ വരികയാണ്. മനുഷ്യനും ദൈവവും ഇടയ്ക്ക് വേറൊന്നും വേണ്ട. പാസ്റ്റർമാർ ആവശ്യമില്ല, പ്രവാചകന്മാർ ആവശ്യമില്ല. ഇനി ആരും ഉപദേശിക്കേണ്ട, എല്ലാവരും ദൈവത്തെ പോലെ ആകുന്നതിന് ബാക്കിയില്ലേ. അതാണ് യേശുക്രിസ്തു വിഭാവനം ചെയ്തത്. ആ അനുഭവത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യേശു മതത്തെ എടുത്ത് ദൂരെ കളഞ്ഞത്. എന്നിട്ട് ജീവൻ്റെ മാർഗം വെളിപ്പെടുത്തി. ആ സത്യത്തെ വെളിപ്പെടുത്തുന്ന ഒരു എക്സാമ്പിൾ കൂടിയാണ് ഈ ശബരിയാത്ര. അപ്പം പുരോഹിതന്മാർക്കും ലേവ്യന്മാർക്കും കഴിയാഞ്ഞതാണ് യേശുക്രിസ്തു തൻ്റെ ശരീരത്തിൽ. റോമാലേഖനം 8-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിച്ച്, റോമർ 8:1. ഈ പുരോഹിതന്മാർക്കും ലേവ്യർക്കും കഴിയാത്ത കാര്യങ്ങൾ യേശുക്രിസ്തു നിവർത്തിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തി. മതം പാപത്തെ ബോധ്യപ്പെടുത്തുക, മരണത്തിലേക്ക് തള്ളിയിടുക, ശിക്ഷാവിധിയിലേക്ക് തള്ളിയിടുക. എന്നാൽ യേശുക്രിസ്തുവിന്റെ പ്രമാണം അവൻ്റെ ജീവനുള്ള പ്രമാണമായി തീരുക. മറ്റൊരു വാക്യം വായിച്ച് അതിന് മേളിലാണ്, ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിന് അതിൽ തന്നെ എൻ്റെ താഴെ ഉണ്ടല്ലോ 3-ാം വാക്യം. നോക്കണം, ജഡത്താലുള്ള ബലഹീനത പുരോഹിതനും ലേവ്യനും അതുവഴി പോയിട്ട് ഈ ശമരിയക്കാരനെ കണ്ട് തിരിഞ്ഞു നോക്കാൻ കഴിയാഞ്ഞൊരു കാരണം അവരുടെ മതം അവർക്ക് കൊടുത്തതായ ജഡത്തിൻ്റെ ബലഹീനത. കാരണം ജഡത്തിൽ നിന്ന് വീണ്ടെടുപ്പ് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ആ മതത്തിൻ്റെ നിയമം അനുസരിച്ചിട്ടാണ് അവരെ തിരിഞ്ഞു നോക്കാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. എന്നാൽ വായിക്കാം, ന്യായപ്രമാണത്തിനും പഴയ നിയമ പൗരോഹിത്യത്തിനും ചെയ്യാൻ കഴിയാഞ്ഞത് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ, കാരണം വേറൊരാളെ അയക്കാനില്ല. എല്ലാ മനുഷ്യരും, റോമാലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശപ്പെട്ടു, നീതിമാൻ ആരുമില്ല. അപ്പം അതുകൊണ്ടാണ് ദൈവം തന്നെ മനുഷ്യനായിട്ട് വരേണ്ടി വന്നത്. ആ ദൈവം തന്നെ മനുഷ്യനായി തേടി വന്നു. വേറെ ആരെയും കൊണ്ട് ഒക്കില്ല, വേറെ ആരാലും അവനെ വീണ്ടെടുക്കാൻ കഴിയുന്നില്ല. പണ്ടൊരു കഥ കേട്ടു, രാജാവിൻ്റെ ഒരു മകൻ കാട്ടിൽ വെച്ച് നഷ്ടപ്പെട്ടു ചെറുപ്പത്തിൽ. ഈ പൈതല് കാട്ടുമനുഷ്യരോട് ചേർന്ന് വളർന്നു, അവിടുത്തെ ഭാഷയും സംസ്കാരവും എല്ലാം പഠിച്ചു. ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോയതാണ്. രാജാവ് തൻ്റെ പരിവേഷത്തോടുകൂടി, തൻ്റെ രാജകീയ വേഷത്തോടുകൂടി രഥത്തിലൊക്കെ ചിലപ്പോൾ ഈ കൊച്ച് ഓടിപ്പോവുക. ഇച്ചിരി പ്രായമായെങ്കിലും കണ്ടിട്ട് ഓടിപ്പോവുകയാണ്. കാരണം രാജാവിന് അടുക്കാൻ വഴിയില്ല. രാജാവ് പലപ്പോഴും നിരാശനായി പോവുക, കുട്ടിയെ കണ്ടെങ്കിലും പിടിക്കാൻ ഒക്കത്തില്ല. അത് കാട്ടിലേക്ക് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു, രാജാവ് തന്നെ തീരുമാനിച്ചു, ഞാൻ അവിടുത്തെ കാട്ടുമനുഷ്യരുടെ വേഷം ധരിക്കുക. രാജാവ് എന്ത് ചെയ്തു, ആ കാട്ടിലുള്ള ആ മനുഷ്യരുടെ വേഷവും ജീവിത രീതി അഭ്യസിച്ച് താൻ അവരുടെ ഇടയിൽ പാർക്കാൻ തുടങ്ങി. അങ്ങനെ പാർത്ത് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി പതുക്കെ അടുക്കാൻ തുടങ്ങി. അവൻ അടുത്ത് വന്നപ്പോൾ രാജാവ് പഴയ കാര്യങ്ങൾ ഓർപ്പിച്ചു. നീ എന്നോടുകൂടെ വസിച്ച കാലം, ഞാൻ നിനക്ക് വേണ്ടി ചെയ്ത നന്മകൾ, ഞാൻ നിൻ്റെ പിതാവാണ്. ഇങ്ങനെയെല്ലാം ഓർപ്പിച്ച് വന്നപ്പോൾ കുട്ടിയുടെ മനസ്സ് തെളിഞ്ഞു. അങ്ങനെ രാജാവ് തൻ്റെ മകനെ വീണ്ടെടുത്ത് വന്നതുപോലെ ദൈവം മനുഷ്യനായി അവതരിച്ച്, അല്ലെങ്കിൽ മനുഷ്യനായി വെളിപ്പെട്ട് മനുഷ്യൻ്റെ ഇടയിൽ ജീവിച്ച് അവനെ ബോധ്യപ്പെടുത്തി, അധ്വാനിക്കുന്നൊരു ഭാരം ഞാൻ നിങ്ങളിൽ എൻ്റെ അടുത്ത് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അങ്ങനെ യേശു എന്ത് ചെയ്തു, അവരെ മനുഷ്യവർഗത്തെ നേടുവാൻ ദൈവം തൻ്റെ ഭൂമിയിലേക്ക് അവതരിച്ചു. അതാണ് ന്യായപ്രമാണത്തിൽ ചെയ്യാൻ കഴിയാഞ്ഞത്. ഇതോടെ വായിച്ച വാക്യം,
ദൈവം തന്റെ പുത്രനെ പാപജലത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തം അയച്ചു. അതുകൊണ്ടാണ് വേറൊരുത്തിന് രക്ഷയില്ലെന്ന് പറയുന്നത്. മറ്റൊരുത്തിന് രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ പറ. വേറൊരാൾക്ക് ഈ ആത്മരക്ഷ നേടാൻ ഒരാൾ ലോകത്തിൽ ഒന്ന് അവതരിച്ച് അല്ലെങ്കിൽ മനുഷ്യവർഗത്തിന് ജീവൻ കൊടുത്തെങ്കിൽ കാണിച്ചതാ, നമുക്ക് വിശ്വസിക്കാം. ഇവിടെ ഇതാ മതത്തിനും മതപുരോഹിതന്മാർക്കും ചെയ്യാൻ കഴിയാഞ്ഞതിനെ സാധിച്ചെടുക്കാൻ ദൈവം തൻ്റെ പുത്രനെ ജഡത്തിൽ വന്ന് അവനെ വീണ്ടെടുത്തു. ഇനി ഈ കള്ളനെ നോക്കി, അവൻ എരുസലേമിൽ വസിച്ചവൻ എരിഹോവിലേക്ക് പോകുമ്പോഴാണ്. വായിക്കാം 10:30 വായിക്കുമ്പോൾ, ലൂക്കോസ് 10:30. അപ്പൊ എരുസലേം എന്ന് പറയുന്നത് എന്താ? ജെറുഷാലേം. ജെറു എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ അടിസ്ഥാനമുള്ള നഗരം. ഷാലും സമാധാനം, ജെറു അടിസ്ഥാനം. അപ്പോൾ ദൈവം അടിസ്ഥാനമിട്ടുണ്ടാക്കിയ ദൈവരാജ്യത്തിലാണ് ഈ മനുഷ്യൻ ജീവിച്ചിരുന്നത്. അതാണ് പർദീസ. ആദ്യ പർദീസയായ ഏദനിൽ ഈ രാജ്യത്തിന് തുടക്കം അവിടെയാണ്. ദൈവം തന്റെ രാജ്യം ആരംഭിച്ചതിന്റെ തുടക്കം പർദീസയിലാണ്, അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിലാണ്. അങ്ങനെ താമസിക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്തു? അവൻ അവിടെ വിട്ടുപോയി. തൻ്റെ മനസ്സ് ആ യെരുശലേമിലെ വാസത്തെക്കാൾ സാത്താൻ്റെ പ്രലോഭനങ്ങളാൽ ഈ ലോകത്തിന് നന്മകളും ഐശ്വര്യങ്ങളും കയറിയിട്ട് താൻ അവിടെ വിട്ടു. തോട്ടത്തിൽ പുറത്തുനിന്നല്ല, മനസ്സുകൊണ്ട് അവൻ വിട്ടു. അങ്ങനെ വന്ന മനുഷ്യൻ്റെ മനസ്സിനെ കള്ളൻ സാത്താൻ ആക്രമിച്ചു, കീഴ്പ്പെടുത്തി. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും അത്രേ കള്ളൻ വരുന്നത്. പിശാചിന്റെ പ്രവൃത്തി എന്താ? മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും. അപ്പോൾ കള്ളനാരാ? പിശാച്. പിശാച് പറഞ്ഞാലാ തെറ്റായ ചിന്തകൾ. നമ്മുടെ മനസ്സിൽ നന്നായി പോകുന്ന സമയത്താണ് പെട്ടെന്ന് ചിന്തകൾ മാറുന്നത്. അതാണ് ചിന്തകൾ നിന്ന് മോഹം ഉണ്ടാവും, ഇല്ലയോ? അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നു, മോഹങ്ങൾ ജനിക്കുമാറി ജഡത്തിനായി ചിന്തിക്കരുത്. അപ്പൊ ഈ ചിന്തയിലാണ് ഈ സാത്താൻ, ഈവിൾ മൈൻഡ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ റോങ് ഇൻറ്റൻഷൻ, അല്ലെങ്കിൽ അവൻ്റെ തെറ്റായ വഴിയിൽ കൂടെ പോകുന്നതിന് മുമ്പ് അവൻ്റെ ചിന്തയിലാണ് പ്രവർത്തിക്കുന്നത്. അതാണ് പിശാച് എന്ന് പറയുന്നത്. അല്ല, പിശാച് നേരിട്ട് വരുന്നില്ല എൻ്റെ അർത്ഥം. ഒരു മനുഷ്യൻ ഇങ്ങനെ പോയാൽ ഒക്കത്തില്ല. മുടിയനായ പുത്രനെ കുറിച്ച് വായിക്കുന്നില്ലേ? അപ്പൻ്റെ വീട്ടിൽ താമസിച്ചിരുന്ന കാലം, അത് ലൂക്കാസ് സുവിശേഷത്തിലുണ്ടല്ലോ 15-ാം അധ്യായത്തിലല്ലേ? അവിടെ എന്താ പറയുന്നത്? തൻ്റെ അപ്പൻ്റെ കൂടെ എല്ലാ സമൃദ്ധിയും അനുഭവിച്ചിരുന്ന കാലത്തിൽ പെട്ടെന്ന് ഒരു മനസ്സിൽ തോന്നി, ഈ ചേട്ടൻ കൃഷിക്കാരനാണ്, ദിവസം കലപ്പ കൊണ്ട് പോകും, കാളെ ഉഴുതി കൃഷി ചെയ്താലും കിട്ടുന്ന ഇത്രയാണ്. തന്നെ എല്ലാ ചേറും മണവും ഒക്കെ ഉള്ളതായി മനുഷ്യനെ ആ അവസ്ഥ കണ്ടപ്പോൾ അവന് വേണ്ട. അന്നത്തെ കാലത്തിൽ MBA പഠിച്ചവരാണ്, അന്നത്തെ കാലത്തിൽ കേട്ടോ. ഇച്ചിരി വിദ്യാഭ്യാസം ഇളയ മോനല്ലേ, വലിയ കുടുംബത്തിൽ ജനിച്ചവരാണ്. അപ്പോൾ അവൻ വിചാരിച്ചെന്നാൽ പോകാം, ബിസിനസ് ചെയ്യാം, അവിടെ പോകാം, ബോംബെ സിറ്റി അല്ലെ എറണാകുളം സിറ്റിയിലേക്ക് പോകാം. അവിടെ ചെന്ന് നല്ല കോട്ടും ഷർട്ടും ടൈയും ഒക്കെ ഇട്ട് ഇംഗ്ലീഷൊക്കെ കിളികളി പോലെ സംസാരിക്കുന്ന, ഇംഗ്ലീഷ് സംസാരിക്കുന്ന പെണ്ണും ആണോ കണ്ടപ്പോൾ, ഇതെന്തോ ഒരു ലോകം, ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ വഞ്ചനയുടെ ലോകമായിരുന്നു. അവനെ വഞ്ചിച്ചു. ബിസിനസ്സിൽ ഇറക്കിയവൻ, അവൻ നഷ്ടപ്പെട്ട് എല്ലാം തീർന്നു, കൂലിപ്പണി ചെയ്ത്. നമുക്കറിയാം, പന്നിയുടെ ആ വാളവന് പോലും തിന്നാൻ കിട്ടാത്ത വിധത്തിൽ അവൻ്റെ ശരീരത്തിന് കൊഴുപ്പ് കുറഞ്ഞു, പിന്നെ വെലിഞ്ഞ് മനസ്സിലെ കൊഴുപ്പും മാറി. അപ്പം വീണ്ടും കണ്ണു തുറന്നു. ഇങ്ങനെ പറയുന്നത്, ബോധം വന്നപ്പോൾ, ഒന്ന് വായിച്ച് 10:15 ലൂക്കോസ് സുവിശേഷം 10:15 15-17 വായിക്കാം. അപ്പോൾ സുബോധം വന്നിട്ട്, പ്രിയ ചെറുപ്പക്കാരെ ഈ സുബോധം പോകുമ്പോഴാണ് പല ചിന്തകൾ വരുന്നത്. പ്രത്യേകിച്ച് ചുമ്മായിരുന്ന സമയമില്ലാതെ ഈ പറഞ്ഞ പോലെ യൂട്യൂബിൽ കയറി കണ്ട് സുബോധം പോകും. ഒരിക്കൽ ഞാൻ കോഴിക്കോട് സെൻറ്ററിൽ ഇരിക്കുമ്പോൾ ഒരു നല്ല പയ്യൻ, 10ാം ക്ലാസ് പാസ്സായി, നല്ലൊരു പയ്യൻ, സൺഡേ സ്കൂളിലൊക്കെ വരികയും നല്ല വീട്ടുകാരോട് എപ്പോഴും നല്ല കളിയും തമാശയൊക്കെ പറഞ്ഞ് നല്ല സന്തോഷമായിട്ട് അപ്പൻ്റെ അമ്മയുടെ കൂടെ താമസിക്കും, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചവൻ +2 ചേർന്നപ്പോൾ അവൻ ലാപ്ടോപ്പ് ഉള്ളതെന്ന് പറഞ്ഞു. ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുത്തു. ഈ ലാപ്ടോപ്പ് കിട്ടിയതോടുകൂടി അവൻ മുറിക്കാത്തൊന്നും ഇറങ്ങത്തില്ല. അവനെപ്പോഴും ലാപ്ടോപ്പിൽ എന്തൊക്കെയോ അവൻ പഠിച്ചുകൊണ്ടിരിക്കുക. പുതിയ ലോകം, ന്യൂ വേൾഡ്, പുതിയ ലോകത്തെ സൃഷ്ടിക്കാൻ തുടങ്ങി. +2 ആരംഭിച്ചേ ഉള്ളൂ, എല്ലാം ഉണ്ടല്ലോ അതിനകത്ത്. കണ്ട് പിന്നെ അവൻ മുറിയത് പുറത്തിറങ്ങത്തില്ല. അത് തന്നേന്നുള്ളതിനോട് എൻ്റെ ഭാഷ, ഈ ഞങ്ങളുടെ മകൻ ഇപ്പം ഞങ്ങളുടെ മുഖത്തോട്ട് പോലും നോക്കാനും സാധിക്കുന്നില്ല. അവൻ സംസാരിക്കത്തില്ല. അവനെപ്പോഴും ഈ ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏതെങ്കിലും സമയത്ത് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട്
ഞങ്ങളെ ഒരു നോട്ടമുണ്ട്. കാരണം ഈ നെറ്റ് കറങ്ങുന്ന പോലെ കറങ്ങി അവൻ്റെ മനസ്സിങ്ങനെ കറങ്ങി പല പ്രോഗ്രാം കിടക്കുന്നതുകൊണ്ട് ഈ തന്തയും തള്ളിയും കൺഫേം ചെയ്യാൻ സമയം എടുക്കുന്നതാണ്. ഇവരാ അപ്പനെ അമ്മയെ നോക്കുന്ന സമയത്ത് അപ്പനാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഈ കറക്കം നിൽക്കാനുള്ള നോട്ടമായി ഇവർക്ക് മനസ്സിലായില്ല. എന്തോ നോട്ടമാണ് നോക്കുമെന്ന് ചോദിച്ചു. ഇത് തൻ്റെ സ്വന്തം തന്തയാണെന്നുള്ളത് കൺഫേം ചെയ്യണ്ടേ? ഇത് ഈ നെറ്റിന് ഇതെല്ലാം കൂടെ കയറി തലയ്ക്കകത്ത് കയറി കറങ്ങിയിരിക്കും. സുബോധം പോയി. ഞാൻ അവനെ വിളിച്ചു. അവൻ്റെ അപ്പനും അമ്മയോട് പറഞ്ഞു, ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ആ ലാപ്ടോപ്പ് നോക്കിയപ്പോൾ അന്തം വിട്ടുപോയി. എത്രയോ നല്ലൊരു സൺഡേ സ്കൂളിൽ പഠിച്ച പയ്യൻ അന്വേഷിച്ചപ്പോഴാണ് തെറ്റായ ചില കൂട്ടുകെട്ടിൽ അവൻ്റെ ക്ലാസ് ടീച്ചർ വിളിച്ച് അവൻ്റെ അപ്പനോട് പറഞ്ഞു, ഈ ലാപ്ടോപ്പ് വിധിക്കണം, ഇന്നായിട്ട് കൂട്ടുകെട്ട് കട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മകൻ നശിച്ചു പോകും. അപ്പോൾ അവർക്കറിയാം ഒരു പെന്റിക്കോസ്റ്റ് പയ്യനായിരുന്നു, നല്ല പയ്യനല്ലായിരുന്നു. അവസാനം അവൻ രക്ഷപ്പെട്ടു കേട്ടോ. ഞാനവനെ വിളിച്ച് കൊണ്ട് ദോഷിച്ച് അതെല്ലാം ഡിലീറ്റ് ചെയ്ത് ലാപ്ടോപ്പ് കുറച്ച് നാളത്തേക്ക് വേണ്ട, ഡിഗ്രിക്ക് പോയിട്ട് മതിയെന്ന് പറഞ്ഞ് ഏതായാലും രക്ഷപ്പെട്ടു. പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങി. ആ വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്ക് വന്ന് രക്ഷപ്പെട്ട് മിടുക്കനായി ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ഈ മകൻ്റെയും പ്രോസ്പെരിറ്റിക്ക് വേണ്ടി അവൻ ഇറങ്ങി തിരിച്ചതാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞതുപോലെ ലക്ഷ്യം തെറ്റി, സുബോധം പോയി. അപ്പോൾ അതോടുകൂടി ഈ അവസ്ഥയിൽ എത്തിക്കളഞ്ഞു. എന്നാൽ വീണ്ടും ദൈവത്തിൻ്റെ കൃപയാൽ, അല്ലെങ്കിൽ അവൻ്റെ അപ്പൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയില്ലേ, അപ്പൻ പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ്. തൻ്റെ മകൻ തിരിച്ചു വരും. ചെരുപ്പും മോതിരവും വസ്ത്രമെല്ലാം പണിത് വെച്ചിരിക്കുക. അത്ര കണ്ട് വിശ്വാസം അപ്പനുണ്ടായിരുന്നു. എൻ്റെ മോൻ കൈവിട്ട് പോകത്തില്ല. പുറകെ നടന്നവനെ നന്നാക്കാൻ പോയില്ല, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇതാ മതി കേട്ടോ. അടിക്കടി അവനെ കൊണ്ടുതൊഴിച്ച് വീണ്ടും ഭക്ഷണമാക്കാൻ പോകണ്ട, മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ മതി, ദൈവമേ അവനെ തിരിച്ചു കൊണ്ടുവരണം. ദൈവത്തിന് നിഷ്പ്രയാസം സാധിക്കും. അങ്ങനെയെല്ലാം നഷ്ടപ്പെട്ട് വാളവര പോലും തിന്നാൻ കിട്ടാതെ വന്നപ്പോൾ അവൻ്റെ കൊഴുപ്പ് കുറേ, കൊളസ്ട്രോൾ എല്ലാം മാറി, എല്ലാ വിധത്തിലും അവൻ്റെ ഷേപ്പ് മാറി, സൗന്ദര്യം മാറി, സകലവും മാറി. ഇപ്പോൾ വീണ്ടും എന്ത് കിട്ടി? അവൻ സുബോധം വന്നപ്പോൾ വായിച്ചേ, നശിച്ചു. ഈ സുബോധം ഉണ്ടെങ്കിൽ, പ്രിയ ചെറുപ്പക്കാരെ, വലിയവരായിരുന്നാൽ നിങ്ങൾക്ക് ഈ സുബോധം തിരിച്ചു കിട്ടിയ രക്ഷപ്പെട്ടു. എൻ്റെ അപ്പൻ്റെ വീട്, അതായത് ദൈവത്തിൻ്റെ വീട്, സ്വർഗം. അവിടെ എന്തോ ഒരു സന്തോഷം, എന്തോ ഒരു ആനന്ദം. അവിടെ ദൂതന്മാർ, വിശുദ്ധന്മാർ, ദൈവസാന്നിധ്യം, പാട്ട്, പ്രാർത്ഥന, ആത്മസന്തോഷം. ഈ ഒരു തിരിച്ചുവരവിൻ്റെ ലക്ഷണം കിട്ടിയാൽ രക്ഷപ്പെട്ടു. അവന് സുബോധം വന്നപ്പോൾ അവൻ്റെ അപ്പൻ്റെ വീടിനെ കുറിച്ച് ഓർമ്മ വന്നു. പക്ഷേ ബോധം പോയി, വേറൊരു ബോധം വന്നപ്പോൾ അപ്പൻ്റെ വീട് വിട്ട് ഇറങ്ങി. ഇതാ വ്യത്യാസം. ശരിയായ ബോധം മാറി വേറൊരു ബോധം വന്നപ്പോഴാണ് വീട് വിട്ടിറങ്ങിപ്പോയത്. സ്വന്തമായിട്ട് ജീവിക്കാം. ഇതിപ്പോൾ പെൺകുട്ടികൾ അങ്ങനെ പറഞ്ഞു, കല്യാണമൊന്നും വേണ്ട, ഞങ്ങൾ ജീവിച്ചോളാം, ഒരു ജോലി ഉണ്ടെങ്കിൽ മതി. ജോലി ഉണ്ടെങ്കിൽ ജീവിക്കുമോ? ജോലിയാണോ ജീവിതത്തിൻ്റെ ആധാരം? അതൊരു ഭാഗം മാത്രമേ ഉള്ളൂ. നാളെ ജോലിയുടെ ഇടയ്ക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി കിടപ്പിലായാൽ ആരന്വേഷിക്കും? അപ്പനും അമ്മയും വിട്ടു പോകുന്നില്ലേ? കല്യാണം വേണ്ട, പിള്ളേരും വേണ്ട, ഭർത്താവും വേണ്ട, ഭാര്യയും വേണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവസാനിക്കുകയാണോ? ആത്മാവിന് കണക്ക് കൊടുക്കണ്ടേ? അപ്പോൾ സുബോധം വന്നപ്പോൾ അവൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു. തന്നെയല്ല അവൻ പറയുന്നത് എന്താ? അവന് ശരിയായ അനുതാപം ഉണ്ടായി. അവൻ പറയുന്നത്, ഞാൻ എൻ്റെ അപ്പനോട് പറയും, സ്വർഗത്തോട് നിന്നോട് ഞാൻ വായിച്ചേ, പാപം ചെയ്തു. അപ്പൊ പാപമാണ് നമ്മെ ദൈവസന്നിധിയിൽ നിന്ന് അന്യപ്പെടുത്തുന്നത് കേട്ടോ. പാപമാണ് ദൈവസന്നിധിയിൽ നിന്ന് അന്യപ്പെടുത്തുന്നത്. പാപം ചെയ്തു. പാപമാണ് സുബോധം നഷ്ടപ്പെടുത്തുന്നത്. ആ പാപത്തിൽ നിന്നൊരു വിടുതലാണ് മാനസാന്തരം പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ, വിശ്വസിക്കുക, സ്നാനമേൽക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെടും. അങ്ങനെ സുബോധം വന്നപ്പോൾ അവൻ വീട്ടിൽ വന്നു. അവൻ വീട്ടിൽ വന്നത് അവനെ പിന്മാറ്റക്കാനായിട്ടല്ല, സെക്കൻഡ് കൊണ്ട് അവനെ അപ്പൻ മാറ്റിയെടുത്തു. ചെരുപ്പിടിച്ചു, മോതിരമിട്ടു. പിന്നെ ചെരുപ്പില്ലാത്തൊരു അടിമയാണ്. അവന് ചെരുപ്പില്ലിപ്പം, അടിമയായിപ്പോയി, പാപത്തിൻ്റെ പിശാചിൻ്റെ അടിമയായി. എന്നാൽ വീട്ടിൽ വന്നപ്പോൾ അപ്പൻ അവനെ ചെരുപ്പിടിപ്പിച്ചു. മോതിരം, നിയമം, അവനെ വീണ്ടും പുത്രനായിട്ട് അംഗീകരിച്ചു. അതാണ് മോതിരത്തെ കാണിക്കുന്നത്. വസ്ത്രം കൊടുത്തു, ജീവിതത്തെ വീണ്ടെടുത്തു. അപ്പം ഇവിടെ ഇതാ ഈ ഉമ്മയിൽ ഇങ്ങനെ യെരൂശലേമിൽ ദൈവത്തോട് വസിച്ചിരുന്ന മനുഷ്യൻ മോഹത്തിൽ ഏതാണ്ടൊക്കെ വലിയ നേടാം, ലോകത്തിൽ നേടാമെന്നുള്ള ആഗ്രഹം വന്നപ്പോൾ തോട്ടത്തെ വിട്ടിറങ്ങി സാത്താൻ്റെ പ്രേരണയിൽ വശീകരിക്കപ്പെട്ടു. അങ്ങനെ യെരിഹോയിലേക്കാണ് പോകുന്നത്. വായിച്ച്, യെരൂശലേമിൽ നിന്ന്
കയ്യിൽ കള്ളന്മാർ ആരാ? കള്ളന്മാർ സാത്താനിക ശക്തി, സാത്താനിക ഇൻസ്പിറേഷൻ, ഇൻസ്പിറേഷൻ ഓഫ് ദി സ്പിരിറ്റ്, അല്ലെങ്കിൽ ലോകമോഹങ്ങൾ, ലോക പാഷൻ, ഇങ്ങനെയുള്ള ചിന്താഗതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ അടുത്ത സമയത്ത് ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ മറ്റേ പേര് മറന്നുപോയി, ആ സംവിധായകൻ്റെ പേര്, അദ്ദേഹം സ്ഥാപിച്ചൊരു സിനിമയാണ്. ലോകത്ത് വലിയ മാറ്റങ്ങളുണ്ടാക്കി. ഈ സിനിമ ഇറങ്ങിയോടുകൂടി, യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ സിനിമ ഇറങ്ങിയോടി എന്താ സംഭവിച്ചതറിയാമോ? അമേരിക്കയിലെ, യൂറോപ്പിലെ അനേക ദേവാലയങ്ങളിൽ ചെറുപ്പക്കാർ ആ കാലങ്ങളിൽ വീണ്ടും പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഒരു നവീകരണം അതിനുണ്ടായി. തനിക്കൊരു ആത്മനിവേദത്താലാണ് ആ ഫാഷൻ ഓഫ് ക്രൈസ്റ്റ് എടുത്തെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ബറാബാസായിട്ട് അഭിനയിച്ച ഒരുത്തനുണ്ടായിരുന്നു. ബറാബാസ് എന്ന് അഭിനയിച്ചത് ഒരു തീബ്രിയോസ് എന്നാണ് അതിൻ്റെ പേര്, ഞാൻ മറന്നുപോയി കേട്ടോ, എല്ലാം പെട്ടെന്ന് ഓർമ്മയൊന്നുമില്ല, എത്ര കാലങ്ങൾക്ക് മുമ്പ് ചിന്തിച്ചൊരു കാര്യം. അപ്പോൾ തെബ്രിയോസ് എന്നുള്ളതിനാണെന്ന് വിചാരിച്ചു, വേറെ പേരുകളുണ്ടതിന്. അവനെ ബറാബാസായിട്ട് അഭിനയിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ നല്ലൊരു ആക്ടറായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അവൻ നിരീശ്വരവാദിയാണ്. സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ വീട്ടുകാരെല്ലാം എതിർത്തു. അവൻ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചവനാണ്, പക്ഷേ ദൈവമില്ല. അങ്ങനെ ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വേണ്ടി സിനിമയിൽ വന്നു. അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന സമയത്ത് ബറാബാസിൻ്റെ വേഷം ധരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ബറാബാസിൻ്റെ വേഷത്തിൽ വരുമ്പോൾ ഇവർ കാശ് കിട്ടും, അതുകൊണ്ട് പിന്നെ സമ്മതിച്ചു, നല്ല എമൗണ്ട് കിട്ടും. അപ്പോൾ ഈ സംവിധായകൻ പറഞ്ഞു, എനിക്ക് രണ്ടും ഡയലോഗ് തരാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, സുവിശേഷത്തിൽ ബറാബാസിന് ഡയലോഗ് ഇല്ല ആ സമയത്ത്, അതുകൊണ്ട് ഡയലോഗ് തരാനൊക്കെ തരുന്നു. ശരി, കാശ് കിട്ടില്ലെന്ന് പറഞ്ഞ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ യേശു ക്രിസ്തുവായിട്ട് അഭിനയിച്ചത് കെവിസ് എന്നുണ്ട്, ഒരു നല്ല മനുഷ്യനാണ്. അയാളെ ട്രെയിൻ ചെയ്തു. നോക്കണം, സുവിശേഷത്തിൻ്റെ വചനം പോലെ തന്നെ അയാളെ ആ വേഷത്തിന് വേണ്ടി ട്രെയിൻ ചെയ്ത് അവന് 20 പ്രതികൾ വചനം കൊണ്ട് നിറച്ചെന്നാണ് ഈ ബിൽ ഗിബ്സണോ ഇവരുടെ പേര്. അയാൾ ഇവനെ വചനത്താൽ അങ്ങ് നിറച്ചെടുത്തു, യേശു ക്രിസ്തുവിൻ്റെ വേഷം ധരിച്ചു. അങ്ങനെ നമ്മൾ സിനിമയായിട്ട് പോലും. അങ്ങനെ ബറാബാസിനെ വിട്ടുകിട്ടിയപ്പോൾ ബറാബാസ് അട്ടഹസിച്ച് ചിരിച്ച് താനിങ്ങനെ സന്തോഷിക്കുമ്പോൾ യേശു അവന്, അല്ലെങ്കിൽ ഈ കഥാപാത്രം അവന് നോക്കുന്നുണ്ട്. ആ കഥാപാത്രം അവന് നോക്കുന്ന സമയത്തിൽ ആദ്യം നോക്കി, ഒറ്റ പ്രാവശ്യം നോക്കിയാൽ മതി, പക്ഷേ സ്ക്രിപ്റ്റിലില്ലാതെ ഈ പറഞ്ഞ യേശുവായിട്ട് അഭിനയിച്ച കവിസ് രണ്ടാമതും സൂക്ഷ്മതയോടെ അവൻ്റെ കണ്ണിലേക്ക് നോക്കി. അതാ പറഞ്ഞ നോക്കുന്നതിൻ്റെ ശക്തി. പെട്ടെന്ന് ഇവരെന്തോ സംഭവിച്ചു. ഇവൻ ആ സ്പോട്ടിൽ വെച്ച് തൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി. തനിക്ക് പിന്നെ അനങ്ങാനൊക്കുന്നില്ല. അവിടെ ആ ഷൂട്ടിങ് കഴിഞ്ഞു. പക്ഷെ ബറാബാസ് അഭിനയിച്ച ഈ തീബ്രോസ് എന്ന് പറഞ്ഞ പുള്ളി പോയിട്ട് സ്വസ്ഥതയില്ല. തൻ്റെ പാപത്തിൻ്റെ ശക്തി ഇളകാൻ തുടങ്ങി. ആ നോട്ടം അല്ലെങ്കിൽ ആ സിനിമയിൽ അഭിനയിച്ചവനെ നോക്കിയെങ്കിലും അവൻ പറയുന്നല്ല, രണ്ടാമത്തെ നോട്ടം അവനല്ല നോക്കിയത്. രണ്ടാമത്തെ നോട്ടം മനുഷ്യനെ കൂടി സുവിശേഷം അറിയിക്കുന്ന പോലെ ഇവരൊരു ഭക്തനാണ്, യേശുവായിട്ട് അഭിനയിച്ചത് തന്നെ ഒരു ഭക്തനാണ്. ആ ഭക്തനായ മനുഷ്യനെ കൂടി യേശുവിനെ നോക്കി ആ നോട്ടത്തോടുകൂടി അങ്ങോട്ട് പോയി. അങ്ങനെ ഒരു വിശ്വാസം വന്നു. വിശ്വാസം സാക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ സിനിമ പോയി, ആരും വിളിക്കുന്നില്ല. പക്ഷേ എങ്കിലും ഞാനിന്ന് ദൈവത്തെ സന്തോഷവാനായി സമാധാനമായി സ്വസ്ഥതയോടെ ക്രിസ്തുവിൻ്റെ സഹപഠനായിട്ട് ജീവിക്കുന്ന സാക്ഷിയാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ക്രിസ്തു വരുത്തുന്ന മാറ്റം. യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം. പക്ഷേ ഇവരെന്ത് ചെയ്തു? അങ്ങനെ ദൈവത്തോട് വസിച്ചൊരു മനുഷ്യൻ യെരുശലേം ദൈവത്തിൻ്റെ നഗരത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ തോട്ടത്തിൽ നിന്ന് ഈ മുടിയനായ പുത്രൻ പോയതുപോലെ പോവുകയാണ്. കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു, പിശാചിൻ്റെ വ്യാപാര ശക്തിയിൽ, ദുർമോഹങ്ങളിൽ, ദുഷ്ടചിന്തകളിൽ അകപ്പെട്ട് പിന്നെന്താ സംഭവിച്ചേ? വസ്ത്രം മറിച്ച് അവന് ആദ്യം തന്നെ വസ്ത്രം അഴിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ അവൻ നഗ്നനാക്കി മാറ്റുകയാണ്. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ ദൈവത്തോട് വസിച്ചിരുന്നതായ മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടു. തേജസ്സോടുള്ള വസ്ത്രമായിരുന്നു അവന്, പുനരുത്ഥാന പുത്രന്മാർ കൊടുക്കുന്ന പോലെ. പക്ഷേ ഇപ്പോൾ അവൻ നഗ്നനായി. സാത്താൻ നമ്മൾ ഒരിക്കലും മേൽഗതിയിലേക്ക് നടത്തത്തില്ല. അവസാനം നമ്മൾ നഗ്നനാക്കി കളയും. അവനാണ് ആദാമിനോട്, നീ നഗ്നൻ നിന്നോട് അറിയിച്ചവനാർ, അവൻ്റെ കൂട്ടുകെട്ടി പോയോ? അപ്പോൾ നഗ്നനാക്കി വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞു. അടുത്ത് വസ്ത്രം എടുത്ത്
രണ്ടാമത് മുറിവേൽപ്പിക്കുക. ഈ മുറിവ് ആത്മാവിൻ്റെ മുറിവാണ്. എന്താ മുറിവ്? നമ്മളെ കൊണ്ട് പാപം ചെയ്തതിന് ശേഷം ഈ സാത്താൻ ചെയ്യുന്ന ഈ ചിന്താഗതിയിൽ, ഓ ഞാൻ ഇന്ന പാപം ചെയ്തു, ആ പാപം ചെയ്ത് എനിക്ക് രക്ഷയില്ല, ഇനി ലോകത്തിൽ ഞാൻ നരകത്തിൽ പോകും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിന്താഗതികളാൽ അവൻ വീണ്ടും മനസ്സിൽ മുറിവേറ്റുകൊണ്ടിരിക്കുകയാണ്. ശരീരത്തിൽ മുറിവ് പിന്നെയും കഴിക്കട്ട. അങ്ങനെ ആത്മാവിൽ മുറിവ് സംഭവിച്ചു, മരണം സംഭവിച്ചു. അതാണ് രണ്ടാമത്തെ അനുഭവം എന്ന് പറയുന്നത്. വസ്ത്രമഴിച്ചു, ആത്മാവിച്ഛുരിയായി, സമാധാനമില്ല, സ്വസ്ഥതയില്ല, ഉറങ്ങാൻ കിടന്ന സ്വസ്ഥതയില്ല, ഒരു പ്രവൃത്തിക്ക് പോയ സ്വസ്ഥതയില്ല, കുടുംബജീവിതം സ്വസ്ഥതയില്ല, ഭാര്യയോട് സംസാരിക്കും, ഭർത്താവോട് സംസാരിക്കുമ്പോൾ, പിള്ളേരോട് സംസാരിക്കുമ്പോൾ മുറിവേറ്റവനെ പോലെ ആ വൂണ്ടഡ് മൈൻഡോടുകൂടിയാണ് പിന്നെ പോകുന്നത്. സ്വസ്ഥമായിട്ടൊരു ജീവിതമില്ല, എങ്ങനെയൊക്കെ മുറിവേറ്റു. നമ്മൾ ചില മനുഷ്യർ ചൂടാകുമ്പോഴേ, ചിലരോട് നല്ല കാര്യം ചോദിച്ചാൽ അവർ ഇങ്ങോട്ട് ചൂടാകുമ്പോൾ നമ്മളോട് ചൂടാകുകയല്ല. നമ്മൾ ചോദിക്കണം, ഞാനെന്ത് ചെയ്തു, ഞാനൊരു കാര്യം ചോദിച്ചല്ലോ, അവൻ നമ്മളോടല്ലേ ചൂടാകുന്നത്, അവൻ മുറിവേറ്റ മനുഷ്യനാണ്. അത് തിരിച്ചറിഞ്ഞു കേട്ടോ. അവൻ മുറിവേറ്റ് കിടക്കുന്നു. ഒന്നുകിൽ വ്യഭിചാര പാപം, അല്ലെങ്കിൽ കൊലപാതകം, കൊലയൊന്നുമില്ല, കോപത്തിൻ്റെ ആത്മാവ്. വ്യവസ്ഥ വിട്ട് ജീവിക്കുമ്പോഴാണ് ഈ മുൻകോപം കൂടി വരുന്നത്. അപ്പോൾ ആരാ ചോദിക്കുന്നുള്ളതല്ല വിഷയം, ആര് ചോദിച്ചാലും അവൻ്റെ പ്രതികരണം ഇങ്ങനെ വരും, കാരണം മുറിവേറ്റവനാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ സഹതപിക്കണം. നീ എന്തിനാണ് എന്നോട് കോപിക്കുന്നത് ചോദിക്കുകയല്ല, അവനെന്തുകൊണ്ട് സംഭവിച്ചു, സംതിങ് ഹാപ്പൻഡ്, അവനെന്തോ വീട്ടിലായിട്ടുണ്ട്, ഏതോ കുഴപ്പത്തിൽ പോയി ചാടിയിട്ടുണ്ട്, അല്ലെങ്കിൽ സാത്താനവനെ ഈ ചിന്താഗതി പ്രതികരിക്കും. നമുക്ക് സ്വസ്ഥമായി ഇല്ല. നമ്മളെന്ത് ചെയ്യും? സ്നേഹത്തോടെ അല്ലുന്നവൻ അവരിങ്ങോട്ട് കോപിക്കാൻ വരുമ്പം നമ്മൾ അതിനാ ഈ ദുഷ്ടനോടാണ് സംസാരിക്കുക, മേലാ സംസാരിക്കുന്നപ്പോൾ നമ്മളും ചൂടായി പോകും. അപ്പോൾ അവൻ്റെ ആത്മാവ് നമ്മൾ കയറുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കുള്ള ശരിയായ ആ ആത്മാവില്ലാഞ്ഞത് കൊണ്ട് അവൻ്റെ ആത്മാവ് നമ്മൾ കയറി, നമ്മളും പിണങ്ങി പോവുകയാണ്. അല്ലെങ്കിൽ അവിടെ നിന്ന് അവരോട് പ്രാർത്ഥിക്കാനോ ആശ്വസിപ്പിക്കാനോ സാധിക്കും. ഒരു റൈറ്റ് സ്പിരിറ്റ് നമുക്കുണ്ടെങ്കിൽ ആ റോങ് സ്പിരിറ്റിനെ തിരുത്താൻ കഴിയും. അതില്ലാത്തതുകൊണ്ടാണ് നമുക്ക് അവൻ്റെ പ്രതികരണത്താൽ നമ്മൾ അസ്വസ്ഥരായി പോവുകയാണ്. അതാണ് ഇനി ഓർത്തോണം. ആരെങ്കിലും കോപിച്ച് വരുമ്പോൾ വീട്ടിൽ ചിലപ്പം പ്രതീക്ഷിക്കാത്തതിൽ ആരും കോപിച്ചാൽ ഇതിൻ്റെ കാരണം സംതിങ് ഹാപ്പൻഡ്, എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിക്കാൻ പോയത് പിന്നെയും ചൂടാകും. പോയി പ്രാർത്ഥിക്കും, കർത്താവ് എൻ്റെ പപ്പായ്ക്ക് വേണ്ടി, എൻ്റെ മമ്മിക്ക് വേണ്ടി, എൻ്റെ സഹോദരത്തിന് വേണ്ടി, സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവൻ മുറിവേറ്റവനാണ്, അവനെ സഹായിക്കണമേ, ശബരിയാക്കാരൻ വന്ന് സഹായിക്കണം പറഞ്ഞ് നിങ്ങൾ കുറച്ച് പ്രാർത്ഥിയില്ലേ. അപ്പോൾ ചിലപ്പോൾ ചൂടാകും. പക്ഷേ ചൂടായാലും അവൻ മുറിക്കകത്ത് പോയി ചിന്തിക്കുക, എൻ്റെ ദൈവമേ, എൻ്റെ കൊച്ചനിയത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ, എൻ്റെ കൊച്ചനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ, അതവൻ്റെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകും. ഉറക്കെ പ്രാർത്ഥിച്ചു, ഒരു കുഴപ്പമില്ല. അപ്പോൾ അവൻ മുറിവേറ്റ് കിടക്കുന്നവനാണ്. അവനെ ഒന്നുകൂടെ ചവിട്ടിക്കളയല്ലേ ചെയ്യുന്നത്, എൻ്റെ അടുത്ത് ഓടയിലിടിയല്ലേ ചെയ്യുന്നത്. നമ്മുടെ ഒരു മൂപ്പനച്ചായ ഒരു ദിവസം ആദ്യ സ്പീഡിൽ, ഈ ഇവിടെ തന്നെ കേട്ടോ, കടപ്പനയിലാണ്, ആദ്യ സ്പീഡിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി. ഇപ്പോഴല്ല, ചില വർഷങ്ങൾക്ക് മുമ്പാണ്. വണ്ടിയായിട്ട് പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് ഉണ്ടായ ഉടനെ 3-4 വണ്ടി കടന്നുപോയി, നിർത്തിയില്ല. ഈ മൂപ്പൻ ഏതായാലും എന്തോ സംഭവം നോക്കാൻ പോയി അവിടെ നിന്നാണ്. മൂപ്പനോട് പറയാതെ നിന്നവരെല്ലാം വണ്ടിയെ കയറ്റി. ഈ പുള്ളിയെ നല്ല ഇഞ്ചുറി ആയിട്ട് കിടക്കുക, പുള്ളിയെ വണ്ടിയെ കയറ്റി. പക്ഷേ ഇടുക്കി ആശുപത്രിയിൽ എത്തിക്കണമെന്ന് പറഞ്ഞു. ആ പുള്ളി വിചാരിച്ചു അതായത് ഇനി കളയണ്ട. പുള്ളി ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് ഇടുക്കി ചെന്നു. ഉടനെ ഇടുക്കി ചെന്നപ്പോൾ സ്ട്രക്ചർ കൊണ്ടുവന്ന് നേഴ്സിനായാലും അല്ലെങ്കിൽ ബുദ്ധിയുള്ള നേഴ്സായിരുന്നു. പാസ്റ്റർ ഉടനെ സ്ഥലം വിട്ടോളാം പറഞ്ഞു, ബാക്കി ഞാൻ നോക്കിക്കോളാം. പാസ്റ്റർ ഇവിടെ നിന്നാൽ തൂങ്ങേണ്ടി വരും, മാസ്റ്റർ എഴുതണം, അതെഴുതണം, ഇതിനുമല്ല റിപ്പോർട്ട് കൊടുക്കണം, നാളെ കോടതിയിൽ പോകണം, പാസ്റ്റർക്ക് ഒരു സുവിശേഷ വേല ഞാൻ സമയം കിട്ടാവുന്ന പൊക്കോ ഞാൻ കൈകാര്യം ചെയ്തു. അയാൾ പാസ്റ്ററോട് രക്ഷപ്പെടുത്താം. ഇതാണ് ഇത്, രക്ഷപ്പെടുത്താൻ പോയാലും നേഴ്സിൻ്റെ കുഴപ്പമല്ല, പിന്നെ അതിന് പ്രൊസീജിയർ കൊടുക്കണം, പിന്നെ സാക്ഷി പറയാൻ കൊടുക്കണം, ഇനി വേണമെങ്കിൽ ഇവൻ്റെ വണ്ടി അടിച്ചെന്ന് വേണം പറയും. ഇതൊക്കെ ഈ ന്യായപ്രമാണം ഉള്ളതുകൊണ്ടാണ് ഇന്നും ഈ ലേവ്യനെ പോലെയും പുരോഹിതനെ പോലെയും പലരും പിൻവാങ്ങി പോകുന്നതിൻ്റെ കാരണം. കാണാത്തവരെ പോലെ പോകും. ഇന്ന് റോഡിൽ അപ്പോഴും ആര് വരും? ഈ പറഞ്ഞ കള്ളു കുടിച്ചവരും തെരുവ് കിടക്കുന്നവരൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് കൂടുതൽ കമ്പാഷൻ വരും. ഞാനൊരിക്കലും അംബാസഡർ കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു റോഡിൻ്റെ ചതിപ്പിലായിപ്പോയി, വീരങ്ങ് താന്നുപോയി. 2-3 പേര് പറഞ്ഞ് പാസ്റ്റർ അത് ജാക്കി വെച്ച് പൊക്കണം കേട്ടോ, അല്ല ഇലക്ട്രോണിക് വണ്ടി എടുത്ത് പൊക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ അപ്പുറത്ത് കരിങ്കൽ ഒരു 5-8 കള്ളു കുടിച്ച് കുറേ ചെറുപ്പക്കാരോട് ഇരിപ്പുണ്ട്. കള്ളു കുടിച്ച് ഇങ്ങനെ ലൂസായിട്ടിരിക്കുക. അച്ചോ വണ്ടി താന്നു പോയോ, എന്നാ പറ്റി? ഞാനൊന്നും പിടിച്ചു. അത് സാരമില്ല അച്ചോ, ഞങ്ങൾ 5-8 പേരുണ്ടേ, ഇപ്പോൾ കണ്ടോളാൻ പറഞ്ഞു. ഈ അംബാസഡർ കാറ് വളരെ കഷ്ടപ്പെട്ട് പൊക്കിയെടുത്ത് എന്നോട് സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് പോകും. അപ്പോൾ ചില സമയത്തിൽ ഈ പറഞ്ഞ സമരിയക്കാരെ കൊണ്ടൊക്കെ നമുക്ക് ഉള്ളിൽ പോകണം. മനുഷ്യർക്ക് പലർക്കും ഇങ്ങനെയുള്ള കാര്യം കേട്ടോ, ഈ ആത്മരക്ഷയല്ല ഈ പറഞ്ഞ കാര്യം. എനിവേ, അപ്പോൾ
ഇവിടെ ഈ വുണ്ടഡായി കിടക്കുന്ന മനുഷ്യനെ ആര് കണ്ടു? പുരോഹിതൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, ലേവിനും കഴിഞ്ഞില്ല. അപ്പോൾ സമരിയക്കാരൻ വന്നു വായിച്ചേ. ഒരു ശമര്യക്കാരന്റെ വഴിപോക്കിൽ അവന്റെ അടുക്കിലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ്. അതാണ് ക്രിസ്തുവിനുള്ള സ്വഭാവം. യേശു ക്രിസ്തു മനസ്സലിഞ്ഞ പല സംഭവങ്ങൾ 3 കാര്യം ഞാൻ പറയാം. ഒന്ന്, പാപികളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവരുടെ രക്ഷയുടെ വാഗ്ദാനം ചെയ്തു. രോഗികളെ കണ്ട് യേശു മനസ്സലിഞ്ഞു. മൂന്നാമത്, ലീഡർഷിപ്പില്ലാതെ, ഇടയനില്ലാതെ ആളുകൾ ചിതറിക്കുന്നപ്പോൾ മനസ്സലിഞ്ഞിട്ട് അവർ ഇടയന്മാരെ. അപ്പം പാപികളെ കണ്ട് മനസ്സലിഞ്ഞു, രോഗികളെ കണ്ട് മനസ്സലിഞ്ഞു, ആടുകൾ ഇടയന്മാരില്ലാത്തവരെ മനസ്സലിഞ്ഞു. അപ്പം ഈ മനസ്സിലുള്ളവനായ ശമരിയക്കാരൻ പയ്യാം. അതല്ലാതെ വേറെ പ്രമാണമൊന്നുമില്ല. നമ്മളെ കർത്താവ് സ്നേഹിക്കാൻ കാരണം നമ്മൾ മനസ്സലിഞ്ഞു, അത്രയേ ഉള്ളൂ. ഒരുതരം കഷ്ടതയിൽ മനസ്സലിഞ്ഞ, ശരി, അവനൊന്ന് സഹായിക്കാം, അവന് നന്മ ചെയ്യാം, ഇതെല്ലാവർക്കും ഉണ്ടാകേണ്ട കാര്യമാണ്. ഏതെങ്കിലും വിധത്തിൽ ആ മനസ്സിനെ നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ പ്രാകൃതരായിത്തീരും. ആ മനസ്സിലുണ്ടെങ്കിൽ ജാതി മത ഭാഷ ഒന്നും നോക്കത്തില്ല. ചില അവസരങ്ങൾ വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ മൂപ്പൻ തൻ്റെ വണ്ടിയെ കയറ്റിക്കൊണ്ട് പോയതുപോലെ, എന്നെ കൊണ്ടൊക്കത്തില്ല, ഞാൻ പ്രസംഗിക്കാൻ പോവുക, കൺവെൻഷൻ അല്ലെ സഭായം നടത്താൻ പോവുക എന്നൊക്കെ പറഞ്ഞാൽ വിലയൊന്നുമില്ല. അതാണ് യാഗത്തേക്കാൾ കരുണ നല്ല ദേഷ്യം പഠിപ്പിക്കും. ചില സമയത്ത് നമ്മൾ അതാണ് ചെയ്യേണ്ടത്. അവിടെ യോഗം നടത്തുന്നതിനേക്കാൾ, കൺവെൻഷൻ പ്രസംഗിക്കുന്നതിനേക്കാൾ അവന് നന്മ ചെയ്യുന്നതാണ് ദൈവം പ്രസാദിക്കുന്നത്. യാഗത്തിലല്ല, കരുണയിലത്രേ. അപ്പോൾ പെന്തിക്കോസുകാരും പ്രത്യേകം ഓർത്തോണം കേട്ടോ. പെന്തിക്കോസുകാരും അധികം ഓർക്കേണ്ട ഒരു കാര്യമാണിത്. യാഗത്തിലല്ല, കരുണയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അങ്ങനെ ഒരു ശമരിയക്കാരൻ എന്ന് പറഞ്ഞാൽ ഇവർ ശമരിയെന്ന് വിളിച്ചില്ലേ? യേശുവിനെ ശമരിയക്കാരെന്നല്ല വിളിച്ചേ, പ്രമാണമില്ലാത്തവൻ. അവൻ വെളി വന്നു. അവനത് വഴി വന്നപ്പോൾ വായിക്കാം. ഇവിടെ ഈ ശമരിയക്കാരൻ ആരാ? കർത്താവായ യേശു. ന്യായപ്രമാണത്തിനും പുരോഹിതന്മാർക്കും പൗരോഹിത്യത്തിനും ചെയ്യാൻ കഴിയാഞ്ഞത്, യേശു ക്രിസ്തു പുരോഹിത കുടുംബം ജനിച്ചല്ലോ, പൗരോഹിത്യം ലേവ്യർക്കല്ലേ കൊടുത്തേ. ലേവ്യ പൗരോഹിത്യത്തിന് സാധിക്കാഞ്ഞ കാര്യം ക്രിസ്തുവിൽ കൂടെ സാധിച്ചെടുത്തു. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അപ്പം ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഈ പൗരോഹിത്യങ്ങളൊന്നും വലിയ പ്രാധാന്യമില്ല. പുതിയ ദൈവത്തിലൊരു പൗരോഹിത്യമുണ്ട്, അത് ഈ പൗരോഹിത്യമല്ല, എഴുത്തിപ്രകാരമുള്ള പൗരോഹിത്യമല്ല പുതിയ ദൈവത്തിൽ. അത് മൽക്കീസേദെക്കിന്റെ ക്രമത്തിലുള്ള പൗരോഹിത്യമാണ്. എബ്രായ ലേഖനം 7-ാം അധ്യായം 11-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അപ്പൊ ഈ മതങ്ങൾ പറയുന്ന പൗരോഹിത്യത്തിന് വിലയില്ല. അത് വെറും നിഴലായി കൊടുത്ത കാര്യം മാത്രമാണ്, വരാനുള്ളതിന്റെ നിഴലാണ്. ഇന്നും ഈ വേണ്ടാത്ത കുപ്പായവും തൊപ്പിയും തലപ്പൊപ്പിയും വംശവടിയും ഒക്കെ ധരിച്ചു പോകുന്ന മെത്രാന്മാരോട് നമ്മൾ ചോദിച്ചാൽ അവർ നമ്മളോട്, എൻ്റെ പോലെ ഈ ദുരിതം ഇത്രയും വരെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന അവർ. പണ്ട് മർത്തോമാ സഭയിലെ അലക്സാണ്ടർ മെത്രാപ്പൊലീത്ത, ഈ ക്രിസോസ്റ്റം മെത്രാച്ചിന് മുമ്പുള്ളൊരു നല്ല മനുഷ്യരായിരുന്നു കേട്ടോ. കുറേ അറിവും ജ്ഞാനവും പ്രാപ്തിയും ആത്മീയനും ദൈവമുള്ളൊരു മെത്രാനായിരുന്നു അലക്സാണ്ടർ മെത്രാപ്പൊലീത്ത. എല്ലാവർക്കും ബഹുമാനമായിരുന്നു, ആത്മീയർക്ക്. അതേ ഒരിക്കൽ പറയുമായിരുന്നു, ഒരു കാര്യം താൻ പറഞ്ഞു, ഞാൻ ചത്തു കഴിഞ്ഞ് എന്നെ എങ്ങനെ അന്നെങ്കിലും കിടത്തണമെന്ന് പറഞ്ഞതാണ്. സഭയിലുള്ളത്ര കാലം കിടക്കാൻ ഒത്തിട്ടില്ല, അതുകൊണ്ട് ചത്തു കഴിഞ്ഞാലെങ്കിലും നിങ്ങൾ എന്നെ ഒന്ന് കിടത്തി അടക്കാൻ പറഞ്ഞു. കുടികുമാരെ സമ്മതിച്ചില്ല. ചത്ത പുള്ളിയെ കസേരയിരുത്തി വരിഞ്ഞു മുറുക്കുകയാണ് അവസാനം കുഴിക്കൂട്ടിറക്കിയത്. അതുപോലും ചെയ്തു കൊടുത്തില്ല ഈ മതം. അങ്ങനെ മതത്തിൽ ചില സിലബസുകളുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ പോലെ വന്ന ദുരിതം ഗൾഫിലെങ്ങാണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു വണ്ടിയെ പോകാൻ സന്ധ്യയായി, വേറെ സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് പോവുക, മീറ്റിംഗ് നടത്താൻ. ഒരാൾ ഒരു വലിയ കാറിന് ഓടിച്ചോണ്ട് പോവുക, പെട്ടെന്ന് കാറ് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. മെത്രാച്ചനെ റോഡിൽ ഇറക്കിയിട്ട് ഇദ്ദേഹം വർക്ക്ഷോപ്പ് തേടി പോവാം. അപ്പോൾ സന്ധ്യയായി, വെള്ളവും ഇല്ല, കാരണം അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ചെല്ലേണ്ട സമയം കഴിഞ്ഞു. വെള്ളവും ഇല്ല, ഒന്നുമില്ല. താൻ വളരെ വിഷമിച്ചു, വിശപ്പും മുഴങ്ങി. എന്നാൽ ആരെയെങ്കിലും ഒന്ന് കണ്ട് വിളിച്ചിട്ട് വെള്ളമെങ്കിലും വാങ്ങിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ സന്ധ്യ മയങ്ങി വരിക. അപ്പോഴത്തേക്ക് വ്യക്തമായിട്ട് ആളെ കാണത്തില്ല, എന്നാലും കാണാം. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ നടന്നു വരിക. അപ്പോൾ മെത്രാച്ചൻ അവനെയും വിളിച്ചു വരാൻ പറഞ്ഞു. അവൻ ചെന്നു. കുറച്ചുകൂടെ അടുത്തപ്പോഴാണ് മനസ്സിലായത് ഇതെന്തോ വിരൂപിയായ ഒരു പ്രത്യേക സത്വം പോലെ തോന്നി. ഇവൻ പേടിച്ചു പോയി. കാരണം ഈ ദീക്ഷയും തൊപ്പിയും വടിയും എല്ലാം കണ്ടപ്പോൾ യവൻ വ്യാച്ചാണ് മൂന്നാമെന്ന് പറഞ്ഞുകൊണ്ട് അവരൊറ്റ ഓട്ടം. മെത്രാച്ചൻ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന, എൻ്റെ പൊന്നെ, ഞങ്ങളുടെ ഈ ദുരിതം
അത് നേരെ ചുവയെങ്ങാനും സാധാരണക്കാരനെ പോലെ നിന്നിരുന്നെങ്കിൽ വെള്ളവും കിട്ടിയാൽ. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ മെത്രാന്മാരെ നിങ്ങൾ പഠിക്കാൻ പോയത് അവർക്കൊരു ദുരിതമാണിതെല്ലാം. ഈ അംശവടിയും തൊപ്പിയും മധുവായി കയറി ഈ പറഞ്ഞ ലോക അതിൻ്റെ മേൽ കോട്ട് ഇല്ലാത്തെല്ലാം ധരിച്ചുകൊണ്ട് വേർത്തൊഴുകും. ഞാൻ മധുവായി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് മെത്രാന്മാരുടെ വടി കണ്ടുകൊണ്ടോ അംശവടി കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഡ്രസ്സ് കണ്ടുകൊണ്ടോ തൊപ്പി കണ്ടുകൊണ്ടോ ഒന്നും അവരെ ദുഷിക്കാൻ പോകരുത്. അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ, താടി ഇത് വളർത്തിക്കൊണ്ട് നടക്കണം. അത് പോട്ടെ. അപ്പം ഇവർക്ക് സാധിക്കാഞ്ഞതാണ് ക്രിസ്തു സാധിച്ചു കൊടുത്ത് വായിക്കാം. അവരെന്ത് ശബരിക്കാരൻ ചെയ്തു? എണ്ണയും വായിച്ചു. എണ്ണയും വീഞ്ഞും. എന്താ എണ്ണയും വീഞ്ഞും? 104 സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ അവന്റെ മുഖത്തെ മരിക്കുന്ന എണ്ണയും പിന്നെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും എണ്ണയും. അപ്പൊ മുഖത്തെപ്പോഴാണ് മിരുങ്ങുന്നേ? മനുഷ്യൻ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടു. ആ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യന്റെ തേജസ്സിനെ വീണ്ടെടുക്കുന്നതാണ് എണ്ണയെന്ന് പറയുന്നത്. അതാണ് കൃപയെന്ന് പറയുന്നത്. കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നു. അപ്പോൾ എണ്ണ, വീഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവിനെ വീണ്ടും നമ്മളിലേക്ക് പകരുകയാണ്. അപ്പോൾ യേശുക്രിസ്തു ലോകത്തിൽ വന്നതിനാൽ ഈ രക്ഷ, ഈ തേജസ്സിൻ്റെ ഈ രക്ഷ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവരും നശിച്ച പോകാതെ ജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാത്തക്കൊണ്ട് ലോകത്തിൽ. അപ്പോൾ എണ്ണയും വീഞ്ഞെന്ന് പറയുന്നത് അതിന് വ്യാഖ്യാനിക്കാൻ കുറെ ഉണ്ടെങ്കിലും ചുരുക്കമായി പറയാം. എന്താ? ഒന്ന്, മുഖത്തെ മിനുക്കുന്ന എണ്ണ. തേജസ് നഷ്ടപ്പെട്ടു പോയി. ചിലപ്പോൾ ചില മനുഷ്യരുടെ മുഖം കാണുമ്പോൾ നമുക്ക് ഇവനെന്ത് പറ്റിയിടാ, ഇതിൽ ഉറങ്ങിയില്ലേ, അതോ എന്താ സംഭവിച്ചു, എൻ്റെ മുഖം കണ്ടിട്ട് ആകെ പിശാചിന് മുഖം പോലെ ഇരിക്കുന്നത് പറയത്തില്ല. ചിലപ്പോൾ രാത്രിയിൽ ടെൻഷൻ അടിച്ച് കിടന്ന് കാണും, എന്തെങ്കിലും കാണും. അതാണ് മുഖത്തിൻ്റെ മാറുന്നത്. നല്ല ഹാപ്പി ആയിരിക്കുന്ന സമയത്തിൽ, സന്തോഷമായ സമയത്ത് ആ മുഖത്തെ നോക്കുമ്പം വ്യത്യാസമുണ്ട്. അപ്പോൾ ദൈവം വീണ്ടും മുഖത്തെ മിനുക്കുവാൻ, തേജസ്, ചൈതന്യം, അല്ലേ? ഇപ്പം നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ, യാക്കോബ് ഉൽപ്പത്തി പുസ്തകം 45 വായിക്കുമ്പോൾ 45 അതിന് മുമ്പ് യാക്കോബ് പറയുന്നത് എന്താ? ഒരു അവിശ്വാസത്തിന് ശക്തി തനിക്ക് കയറി. യോസഫ് മരിച്ചിട്ടില്ല. മരിക്കാത്ത യോസഫ് മരിച്ചെന്നുള്ള അവിശ്വാസത്തിന് ശക്തി യാക്കോബിന് കയറി വന്നപ്പോൾ അവനെന്താ പറയുന്നത്? ഓ, എൻ്റെ മകൻ ജോസഫ് മരിച്ചുപോയി. പിന്നെ 22 വർഷക്കാലമാണ് ഈ മരണത്തിൻ്റെ സുവിശേഷമായിട്ട് നടന്നത്. യോസഫില്ല, ബെന്യാമിനില്ല, ഒരു ഗുണമില്ല, ഒരു നന്മയില്ല, എല്ലാം ശാപത്തിൻ്റെയും ദുഷ്ടതയുടെ പാട്ടുകളാണ്. ഒരു അറിവില്ല. ജോസഫ് ഇപ്പോഴും ഉണ്ട്. അവൻ തന്നെ അങ്ങ് തീരുമാനിച്ചു ജോസഫിനെ വലിച്ചു കീറി. അവൻ്റെ മക്കൾ പറഞ്ഞില്ല ജോസഫ് ചത്തുപോയെന്ന്. അവിടെ വായിക്കുമ്പോൾ വസ്ത്രം കാണിച്ചു, നിൻ്റെ മകൻ ജോസഫിൻ്റെ അല്ലയോ? കണ്ട അവനെ പുള്ളി തീരുമാനിച്ചു അവനെ വലിച്ചു കീറി. ദുഷ്ടമൃഗം അവനെ വലിച്ചു കീറി. ഏതൊക്കെ വിശ്വസിച്ചു. അപ്പോൾ ആ വിശ്വാസം എന്ന ദുഷ്ടകൃതയെ കയറി കഴിഞ്ഞപ്പോൾ അവൻ്റെ തേജസ് നഷ്ടപ്പെട്ടു പോയി, ചൈതന്യം പോയി, ജീവനും പോയി, മരണം കയറി. എന്നാൽ 22 വർഷക്കാലത്തിന് ശേഷം അതേ യാക്കോബിന് പുതിയ സുവിശേഷം വന്നിരിക്കുകയാണ്. ഇതാ നിന്റെ മകൻ, അത് വായിച്ചു, നിന്റെ മകൻ ജോസഫ് ജീവനോടിരിക്കുന്നു, അവൻ മിസ്രയീം ദേശത്തിലേക്ക് അധിപതിയാണ്. വായിക്കാം. 45-27. തന്നെ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ ജോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം. ഇംഗ്ലീഷ് ഒന്ന് വായിച്ച്. ഇംഗ്ലീഷ് തമിഴുമായിരുന്നു. And they told him all the words of Joseph, which he had said unto them. And when he had saw the words of Joseph, and had sent to carry him, the spirit of Jacob, their father, said. Spirit of Jacob, the father of Joseph, അവൻ്റെ സ്പിരിറ്റ് റിവൈവ്ഡ് അഗെയിൻ, അല്ലെങ്കിൽ സേവ്ഡ്, രക്ഷിക്കപ്പെട്ടു. അപ്പോൾ അതുവരെയും മരണത്തിന് സുവിശേഷം ഏറ്റുകൊണ്ടവനായ ജോസഫ് ജീവനോടെ ഇരിക്കുന്നു. ആ ജോസഫ് ജീവനോടിരിക്കുന്ന സത്യം ഏറ്റുകൊണ്ടപ്പോൾ മരിച്ചിരുന്നതായ യാക്കോബിന് സ്തംഭനം വന്നു. അവൻ വീണ്ടും ജീവിച്ചു, ചൈതന്യം വന്നു. തമിഴ് പഠിക്കുക. വാർത്തകൾ. അപ്പോൾ നമ്മൾ ഉയർപ്പിക്കുന്നത് വാർത്തകളാണ്, വചനം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഏത് വാളിനേക്കാൾ ഉള്ളതാണ്. അപ്പം ജോസഫിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ വചനം. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്ന യേശു ക്രിസ്തു ആകുന്നതിൻ്റെ സുവിശേഷം. ഈ സുവിശേഷത്തിൽ ജീവനും ചൈതന്യമുണ്ട്. വചനത്തിൽ നിന്നുള്ള ജീവനും ചൈതന്യമുണ്ട്. അതാണ് സുവിശേഷം ഏറ്റുകൊള്ളുമ്പോൾ യാക്കോബിന് സംഭവിച്ച പോലെ ഒരു മരണം ഉണ്ടാകും, അതിനുശേഷം ജീവനുണ്ടാകും.
പഴയ മനുഷ്യൻ മരിച്ച് പുതുമനുഷ്യനിലേക്ക് വരികയാണ്. അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. വചനം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ആ വചനമാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 1-4 വരെ വായിക്കുമ്പോൾ ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനത്തിൽ 4-ാം വാക്യത്തിൽ ജീവനുണ്ട്, ജീവൻ മനുഷ്യന്റെ വെളിച്ചമാണ്. അപ്പോൾ ജീവനും വെളിച്ചവും വചനം പോലെ വരുന്നതുകൊണ്ടാണ് വചനം പ്രസംഗിക്കാൻ പറയുന്നത്. അതുകൊണ്ടാണ് സുവിശേഷം മുഴു ലോകത്തിൽ പ്രസംഗിക്കാൻ പറയുന്നത്. കാരണം അതിൽ ജീവനുണ്ട്, വചനമുണ്ട്. അപ്പോൾ നിങ്ങളൊരു കൂട്ടി പറയാം വചനം പ്രസംഗിക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാത്താൻ്റെ ആളുകളായതുകൊണ്ടാണ്, നിങ്ങൾ സാത്താൻ്റെ സന്തതികളായതുകൊണ്ടാണ് വചനം പ്രസംഗിക്കരുതെന്ന് പറയുന്നത്. കാരണം സാത്താന് സാത്താന് വചനം ഇഷ്ടമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അത് പ്രസംഗിക്കരുത്. അപ്പോസ്തലനായ പൗലോസ് പോയിടത്തെല്ലാം വചനം പ്രസംഗിക്കാതിരിക്കാൻ യഹൂദന്മാരും പല തടസ്സം ചെയ്യും. പക്ഷെ വചനം കേൾക്കുന്നത് രക്ഷിക്കപ്പെടുകയാണ്. അപ്പോൾ രക്ഷിക്കപ്പെടാൻ പൂജകർമ്മങ്ങളല്ല, മത അനുഷ്ഠാനങ്ങളല്ല, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. അതാണ് സുവിശേഷം. അപ്പോൾ സുവിശേഷം കേൾക്കുമ്പോൾ മനുഷ്യൻ രക്ഷിക്കപ്പെടും, ജീവൻ പ്രാപിക്കും, ചൈതന്യം പ്രാപിക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇനി വചനം അവൻ്റെ വാർത്ത വിശ്വസിച്ചപ്പോൾ ഇനി മറ്റൊന്നുണ്ട്. അവൻ അയച്ച രഥങ്ങൾ പഠിക്കേ വണ്ടികളെ, രഥങ്ങളെ മലയാളത്തിൽ വായിക്കുമ്പോൾ അതിന്റെ രഥങ്ങൾ വായിച്ച് അപ്പോസ്തലന്മാർ ഈ ഭൂമിയിൽ യേശുക്രിസ്തു പറഞ്ഞ വചനങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ആ വചനത്തെ വിശ്വസിക്കുന്ന രക്ഷിക്കപ്പെടുന്നു. രണ്ടാമത് അവന്റെ വാഗ്ദത്തങ്ങൾ, അതാണ് രഥങ്ങൾ. ദൈവത്തിന്റെ രഥങ്ങൾ എന്ന് പറയുന്നത് വാഗ്ദത്ത വചനങ്ങളാണ്. അതെന്താ? ഞാൻ പോയതിനു ശേഷം വീണ്ടും അത് കൈക്കൊള്ളും, ഞാൻ നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കുന്നു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് നിങ്ങളെ വിശുദ്ധരാക്കും. ആ വാഗ്ദത്തങ്ങൾ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയാണ് വാഗ്ദത്തങ്ങൾ. വായിക്കാം. വീണ്ടും ചൈതന്യം വന്നു, അവന്റെ ആത്മാവ് ഉയർപ്പിക്കപ്പെട്ടു. അപ്പം മരണകരമായി കിടക്കുന്ന ഈ മനുഷ്യനെ ശമരിയക്കാരൻ തൻ്റെ എണ്ണയും വീഞ്ഞും പകർന്നപ്പോൾ ദൈവത്തിൻ്റെ വചനവും ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പം, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ദൈവത്തിൻ്റെ വചനത്താലും നമ്മൾ ഉയർപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനാണ് വചനം പ്രസംഗിക്കുന്നത്. നിങ്ങൾ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രസംഗിക്കും. കാരണം വേറൊരാൾ രക്ഷയില്ല, മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അതല്ല ഇതിൻ്റെ തലയെടുക്കുമെന്ന് പറഞ്ഞാൽ തലയെടുത്താൽ ആ കിടക്കുന്ന തല പടച്ചുകൊണ്ട് പറയും വേറൊത്തിൻ്റെ രക്ഷയെടുത്ത് പറയും. ഞങ്ങൾ സ്വർഗത്തിൽ പോവുകയും ചെയ്യും. നിങ്ങൾ ആപ്പിലാകും. ഞങ്ങളുടെ തല വെട്ടിയാൽ നിങ്ങൾ ആപ്പിലാകും. ഒന്നുകിൽ രക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ നരകത്തിൽ പോകും. ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകും. ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. മരണത്തെ ഭയപ്പെടുന്നവരല്ല. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ രഥങ്ങൾ 68-ാം സങ്കീർത്തനത്തിൽ പറയുമ്പോൾ ദൈവത്തിൻ്റെ രഥങ്ങൾ 1000 10,000 അങ്ങനെ വാഗ്ദത്ത വചനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. വായിച്ചേ സങ്കീർത്തനം 68-ന്റെ 17-ാം വാക്യം. മതി. അപ്പോ ഈ വാഗ്ദത്ത വചനങ്ങളാണ് യേശു പിന്നെ നമുക്ക് തന്നിട്ടുണ്ട്. പ്രവാചകന്മാർ മൂലമായി സങ്കീർത്തനങ്ങളിലും സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും വെളിപ്പാട് പുസ്തകത്തിലും അവന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് വിശ്വസിക്കുന്നത് നാം ഭാഗ്യവാന്മാരാണ്. അങ്ങനെ എണ്ണയും വീഞ്ഞും അവൻ നമുക്ക് വേണ്ടി പകർന്നു. തീർന്നില്ല. അതാണ് രക്ഷയുടെ ഫസ്റ്റ് പടി എന്ന് പറയുന്നത്. ആദ്യ രക്ഷയുടെ 1-ാമത്തെ പടി അവൻ നിവർത്തിച്ചു. യേശുക്രിസ്തു നിവർത്തിച്ചതിന് ശേഷം അവൻ ഈ ആത്മാവിനെ സത്രത്തിൽ ഏൽപ്പിക്കുകയാണ്. വായിച്ച് തന്റെ വാഹനം, യേശുവിന്റെ വാഹനം അതായിരുന്നു, കഴുതയല്ല. അത് തൽക്കാലത്തേക്ക് കരുതാണ്. ദേഹമെന്ന തിരശ്ശീല, തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിലേക്ക്, അല്ലെങ്കിൽ തൻ്റെ ദേഹത്തെ പുതുവഴിയായി തകർക്കപ്പെട്ട ദേഹത്തിൽ കൂടി താൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ മരണം മൂലമായി മനുഷ്യർക്ക് രക്ഷ നൽകി. ആ രക്ഷയാണ് യേശുക്രിസ്തു നിവർത്തി. അതുകൊണ്ടാണ് യേശുക്രിസ്തു മരിച്ചതോടുകൂടി തൻ്റെ യാഗം പൂർത്തീകരിച്ചപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മേളിൽ നിന്ന് 2 കീറിപ്പോയി. മർക്കോസ് സുവിശേഷം 15-ന്റെ 3-ാം വാക്യം 15-ാം അധ്യായം വായിക്കുമ്പോൾ സ്വർഗം കീറിക്കളഞ്ഞ് ഇനി പൗരോഹിത്യം വേണ്ട, ഈ മതവും വേണ്ട, ജീവന്റെ പുതുവഴിയായി ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. അപ്പോൾ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടാൻ ഇനി മതമല്ല ആവശ്യം, യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ. 38-ാം വാക്യം വായിക്കും. മനുഷ്യൻ കീറിയതല്ല, ദൈവം കീറിക്കളഞ്ഞു. ഇനി മതം വേണ്ട, പ്രയോജനമില്ലാത്ത, രക്ഷിക്കാൻ കഴിയാത്ത മതം ഇനി വേണ്ട. 2,
യേശുക്രിസ്തു വിസ്തരിച്ച സമയത്തിൽ സുവിശേഷങ്ങളുടെ അവസാന ഭാഗത്തുണ്ട്, യേശുവിനെ വിസ്തരിച്ച സമയത്ത് മഹാബലി നീ ദൈവപുത്രനോ, നീ ദൈവത്തിൻ്റെ പുത്രനായോ? അതേന്ന് പറഞ്ഞു. നീ രാജാവാണോ? അതെ. അപ്പം മഹാപുരോഹിതൻ വസ്ത്രം ഇനി ഞങ്ങളുടെ ആവശ്യമില്ല. കാരണം വാഗ്ദത്ത സന്തതി വരുവോളം ഇതെല്ലാം ആവശ്യമായി. മഹാപുരോഹിതന് മനസ്സിലായി. അവൻ പറഞ്ഞില്ലേ, സകല മനുഷ്യൻ രക്ഷയ്ക്കായി ഒരുത്തൻ മരിക്കേണ്ടത് ആവശ്യം. ആ ബോധ്യത്തോടു കൂടി മഹാപുരോഹിതൻ്റെ വസ്ത്രവും കയറി പുള്ളി സ്ഥലം വിട്ടു. ഇനി ഇതിൻ്റെ ആവശ്യമില്ല. കാരണം ഇനിയുള്ള രക്ഷയും പൗരോഹിത്യമൊക്കെ യേശുക്രിസ്തു കൂടിയാണ്. അങ്ങനെ പുരോഹിതൻ വസ്ത്രം കീറി. ആ വാക്യം ഓർമ്മയുണ്ടോ? ഓർമ്മ വായിക്കാം. മത്തായിയുടെ സുവിശേഷം അല്ലേ, 26:65 വാക്യം. നോക്കണം, ഇനി സാക്ഷിയുടെ ആവശ്യമില്ല. അവൻ ദൈവദോഷം പറഞ്ഞെന്നല്ല, അതങ്ങനെ തെറ്റായിട്ട് പറഞ്ഞു. അവൻ ദൈവത്തിൻ്റെ സത്യം പറഞ്ഞു. ഇനി ദൂഷണം പറയേണ്ട ആവശ്യമില്ല. ദൂഷണം പറഞ്ഞാലാ നിന്നവരാണ്. ഇവർ ദൈവദൂഷണം പറയേണ്ട ആവശ്യമില്ല. ഇനി ഇവൻ പറഞ്ഞ സത്യം അറിഞ്ഞോ അറിയാതെ മഹാപുരോഹിതൻ വസ്ത്രം കയറി. ഇനി പൗരോഹിത്യം വേണ്ട. ഇനി ഇങ്ങനെയുള്ളൊരു പൗരോഹിത്യം ലോകത്തിൽ വേണ്ട. ഇങ്ങനെയുള്ളൊരു ആലയവും വേണ്ട. ആക്ഷരികമായ ആലയമല്ല, ഇനി നാമാണ് ദൈവത്തിൻ്റെ ആലയം. അതാണ് ഇനി നടക്കാൻ പോകുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? സ്വയം വാഹനത്തിൻ്റെ കയറ്റി എവിടെ കൊണ്ടാക്കി? വായിച്ചേ. അതാണ് സെക്കൻഡ് പാർട്ടിലേക്ക് വരികയാണ്. അതുകൊണ്ട് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നാം ഇനി പരിജ്ഞാന പൂർത്തിയിലേക്ക് പോകണം. രക്ഷയ്ക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, രോഗശാന്തി കിട്ടി, ആദ്യ പടികളെല്ലാം കഴിഞ്ഞു, LKG കഴിഞ്ഞു. ഇനി UKGയിലേക്ക് പോകണം. ഇവിടുത്തെ LKG അല്ല കേട്ടോ, ലോവർ കിങ്ഡം കാരണമില്ല. LKG എന്ന് പറഞ്ഞാൽ ലോവർ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിൻ്റെ ആദ്യപടി. അപ്പർ കിങ്ഡം ഓഫ് UKG. അപ്പം നമ്മൾ ഇനി UKGയിലേക്ക് പോകണം. വായിച്ചേ. ആ പിന്നെയും വിടണ്ട. ആർക്കാ? ഈ അടിസ്ഥാനം വന്നവർക്ക്, പുതിയ ആളുകൾക്ക് വേണം. പുതിയ ആളുകളുടെ അടിസ്ഥാനം വേണം. പക്ഷേ ഇത് പ്രാപിച്ചവർ ഇനി അത് വിട്ടിട്ട് പരിജ്ഞാന പൂർത്തിയിലേക്ക് പോകണം. ആദ്യ പാഠം വിടണം. പിന്നെ പരിജ്ഞാന പൂർത്തി പ്രാപിക്കുമ്പോഴാണ് മനുഷ്യൻ ദൈവത്തെ പോലാകുന്നത്. അല്ല പെന്തക്കോസ്തരായിട്ടിരിക്കാം, TPക്കാരായിട്ടിരിക്കാം, IPCക്കാരായിട്ടിരിക്കാം. പക്ഷേ നിങ്ങൾ പരിജ്ഞാന പൂർത്തി പ്രാപിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. അതിനാണ് ദൈവം എന്ത് ചെയ്തത്? വഴിയമ്പലത്തിൽ കൊണ്ട് സത്രക്കാരനെ ഏൽപ്പിച്ചു. വായിക്കാം. അപ്പം ഇവൻ രക്ഷപ്പെട്ടല്ലോ. ഇവൻ ആക്ച്വലി രക്ഷപ്പെട്ടു. പിന്നെ എന്തിനാ രക്ഷപ്പെടുന്നത്? അതിന് ഒരുകാല രക്ഷയുണ്ട്, രണ്ടാമത്തെ രക്ഷയുണ്ട്. വായിക്കാം. വഴിയമ്പലക്കാരനിൽ കൂടി ഒരു രക്ഷയുണ്ട് കേട്ടോ. വഴിയമ്പലക്കാരനിൽ കൂടി ഈ വ്യക്തിക്ക് ഒരു രക്ഷയുണ്ട്. അതാണ് തെസ്സലോനിക്കയിലെ 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ, 2 തെസ്സലോനിക്കർ 2:14 തോന്നില്ലേ, അപ്പോസ്തലൻ പൗലോസ് പറയുന്നു. അതാണ് നോക്കണം. ഇനി പരിജ്ഞാന പൂർത്തി എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, മഹത്വം പ്രാപിക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനുണ്ടോ? ഇനി ഞങ്ങളുടെ സുവിശേഷം എന്ന് പറയുന്ന സുവിശേഷമുണ്ട്. അതാണ് അപ്പോസ്തലന്മാരുടെ സുവിശേഷം. ഞങ്ങളുടെ സുവിശേഷത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. നോക്കണം. അപ്പോൾ രണ്ടാമത് അപ്പോസ്തലന്മാരുടെ സുവിശേഷത്തിന് വളരണം, ഉപദേശത്തിന് വളരണം. രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ. അതാണ് തീമോഥെയോസിൽ വായിക്കുമ്പോൾ സകല മനുഷ്യൻ രക്ഷിക്കപ്പെടുവാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുകയും ചെയ്യണം. 2:5 സകല മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത് 1-ാം ഘട്ടമാവുന്നു. വിടുതലിന് സുവിശേഷം. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ടു, ചെങ്കടൽ കടന്നു. വിടുതലിന് സുവിശേഷം. ഇനി പൂർണ്ണതയുടെ സുവിശേഷത്തിലെത്തണം. കനാനിൽ അതിൻ്റെ അവകാശത്തിലേക്ക് വരണമെങ്കിൽ 40 വർഷം അവരെന്ത് ചെയ്തു? മേഘത്തിൽ കീഴിലും അഗ്നിസ്തംഭത്തിലും മോശയുടെ കീഴിലും അവർ വളർന്നു വരുന്നതായിട്ട് കാണുന്നു. വായിക്കാം. അപ്പൊ ആരാണ് ഈ വഴിയമ്പലം? അതാണ് നമ്മുടെ കൂട്ടായ്മ. ക്രിസ്തീയ കൂട്ടായ്മയുടെ പേരാണ് വഴിയമ്പലം. അതെവിടെയും കൂടാ. അതിൻ്റെ സ്ഥലമൊന്നുമില്ല. കോൺക്രീറ്റ് കൃഷിട്ട് വേണമെന്നില്ല.
അതാണ് സഭയുടെ കൂട്ടായ്മ എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട് ചേർത്തുന്ന ഈ സഭയെന്ന് പറയുന്നത് ലിറ്ററലി കാണുന്ന സഭയുണ്ട്, TPM IPC. പക്ഷേ ഇതിനകത്തൊരു സ്പിരിച്വൽ സഭയുണ്ട്. ഈ മർമ്മം വലിയത് ക്രിസ്തുവിനെ സഭയും. അപ്പോൾ ആ ക്രിസ്തുവിൻ്റെ സഭ എന്ന മർമ്മമായ ആ കൂട്ടായ്മയുടെ ബന്ധത്തിൽ വരുമ്പോൾ ഇനി നമ്മൾ വളരണം, പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം. പെന്തക്കോസ്തുകാർ അവന് പരിജ്ഞാനമില്ല, എന്ത് ചെയ്യും? പരിജ്ഞാനമില്ലായെങ്കിൽ ഈ ജനം നശിച്ചിട്ട് പോകും. വേലക്കാരും അതെ, വിശ്വാസികളും അതെ. പ്രശ്നങ്ങളുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഈ പറഞ്ഞ എബ്രാഹിം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പരിജ്ഞാനപൂർത്തിയിലേക്ക് പോകാൻ താല്പര്യമില്ല. എന്താ കാരണം? അതിന് വില കൊടുക്കണം കേട്ടോ. വില കൊടുത്തെങ്കിലേ ആ പൂർത്തീകരണം നടക്കുകയുള്ളൂ. അവർ ഒന്നാമതായി യേശു 2 വെള്ളിക്കാശ് കൊടുത്തു. അപ്പോൾ വഴിയമ്പലക്കാരനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഇസ്രായേൽ വഴിയമ്പലക്കാർ ഇനി വേറൊരു ജോലിക്ക് പോകാൻ കൊടുത്തു. അവൻ 24 മണിക്കൂർ ആ വഴിയമ്പലത്തിൽ കാണണം. അതുകൊണ്ടാണ് കർത്താവ് തന്നെ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം? സകലത്തെയും ത്യജിച്ച് നിങ്ങൾ ഇത് ഈ വേല ചെയ്യുന്നവരായി തന്നെ തീരണം. നിങ്ങൾക്കൊരു കുടുംബമുണ്ട്, കുടുംബത്തിനോടുകൂടി വേലയുണ്ട്, അത് വേറെ. പക്ഷേ അപ്പോസ്തലന്മാർക്ക് ഇനി കുടുംബമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അപ്പനമ്മ ഭാര്യ, ലൂക്കാസ് 14-ാം അധ്യായത്തിൽ ഇതെല്ലാം വിട്ടു വരണം. നിങ്ങൾക്കുള്ളതിനെ ത്യജിക്കണം, ത്യജിക്കണം. ലൂക്കാസ് 14 ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നു. അപ്പോൾ അവർ വഴിയമ്പലക്കാരനാകും. അവൻ്റെ ജോലി എന്താ? വരുന്നവരെ ശുശ്രൂഷിക്കണം. എങ്ങനെ? ഈ 2 വെള്ളിക്കാശ് കൊടുത്തിട്ടുണ്ട് ആദ്യം. 2 വെള്ളിക്കാശ്, അത് പറയാം. അപ്പോൾ വഴിയമ്പലം എന്ന് പറഞ്ഞാൽ സഭ കൂട്ടായ്മയെ വെളിപ്പെടുത്തുകയാണ്. ഈ കൂട്ടായ്മയിൽ വഴിയമ്പലക്കാരനാരാ? അതാണ് അപ്പോസ്തലന്മാർ. ചില പറയുന്ന ആദിമസഭയ്ക്ക് അപ്പോസ്തലന്മാരുണ്ടെന്ന് പറയും. ഈയിടെ ഒരുത്തർ കമൻറ്റ് ഇടുന്നുണ്ട്, ആദിമസഭയിലാണ് അപ്പോസ്തലന്മാർ, ക്രിസ്തുവിൻ്റെ വീട്ടിൽ അപ്പോസ്തലന്മാരുണ്ട്. ഇനി അപ്പോസ്തലൻ അടിസ്ഥാനം വേണ്ടല്ലോ. ശരിയല്ല, ഒരു വീട് പണിതാൽ അപ്പോസ്തലന്മാർ അടിസ്ഥാനമായി കഴിഞ്ഞാൽ പിന്നെ വീട് കൊണ്ട് അടിസ്ഥാനം ഇടുമില്ല. എൻ്റെ പൊന്നു സഹോദര, ഓരോ വ്യക്തികളിലാണ് ഇത് നടക്കുന്നത്. ഇത് കെട്ടിടം പണിയുന്ന പോലെ ഒരിടത്ത് പണിയുന്ന ബിൽഡിംഗ് അല്ലേ. ഓരോ വ്യക്തികളിലും കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ക്രിസ്തു വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം, അപ്പോസ്തല ഉപദേശം വളരണം, പരിജ്ഞാനം കൊടുത്ത് പ്രാപിക്കണം. അത് ഇൻഡിവിജ്വലാണ്, ഒരു വ്യക്തിയിലുണ്ടാകുന്ന പരിവർത്തനമാണ്. അല്ലാതെ ഒരു കെട്ടിടം പോലെ ഇങ്ങനെ യേശു ക്രിസ്തുവിനെ പോലെ കൊണ്ടിട്ടു അതിന് മുകളിൽ അപ്പോസ്തലന്മാരെ കൊണ്ട് പണിതു പിന്നെ സഭ പണി, അങ്ങനെയല്ല. ഇത് വ്യക്തിയിൽ, ഓരോ വ്യക്തിയിലും യേശു ക്രിസ്തു അടിസ്ഥാനം, അപ്പോസ്തലന്മാർ ഉപദേശത്തിൽ വളർന്ന് ക്രിസ്തുവിൻ്റെ പോലെ. അതാണ് ഇബ്രാഹിം വെളിപ്പാട് 32-ാം അധ്യായത്തിലെ സ്ത്രീ, സൂര്യനെ അണിഞ്ഞ സ്ത്രീ, യേശുവിൻ്റെ നീതിയിൽ, കൃപയിൽ ചന്ദ്രൻ, 12 നക്ഷത്രം, അപ്പോസ്തല ഉപദേശം വളർന്ന് പൂർണ്ണപ്പെടുന്ന സഭയ്ക്കുള്ള ദൃശ്യമായ സഭയിൽ നിന്ന് ഒരു ആൺകുട്ടി ജയപ്രാപിക്കുന്ന വിശുദ്ധന്മാരുള്ളതാണ്. ഇതൊക്കെ ഡീറ്റെയിൽസ് പഠിക്കേണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ വഴിയമ്പലക്കാരൻ സകലം ത്യജിച്ചിരിക്കണം. അപ്പോസ്തലന് പല യോഗ്യതയുണ്ട്. ഒന്നാമത് അഹരോനെ പോലെ വിളിക്കപ്പെടണം. ദൈവം വിളിക്കുന്ന എല്ലാവരും കയറി കഴിഞ്ഞ് ഇടയ്ക്കിട്ട് വിട്ടുപോകും. പലരും വരുന്നുണ്ടല്ലോ, പക്ഷേ എല്ലാവരും ഇങ്ങനെ വിളിക്കപ്പെട്ട് വരുന്നവരല്ല, കണ്ടുവരുന്നവരുണ്ട്. കൊള്ളാം, നാം പ്രവർത്തിച്ചേക്കാം, അങ്ങനെ വരുന്നവരുണ്ട്. പക്ഷെ ദൈവം ചിലരെ വിളിക്കും. അപ്പോസ്തലന്മാരെ വിളിച്ചു, പൗലോസിനെ വിളിച്ചു, ബർന്നബാസിനെ വിളിച്ചു, പലരെയും വിളിച്ചു. എന്നെയും കർത്താവിനെ വിലയ്ക്ക് വിളിച്ചതല്ലേ. അങ്ങനെ വിളിക്കപ്പെട്ട ഒന്നാമത്തെ പടി. വിളിക്കപ്പെട്ടാൽ മാത്രം പോരാ, അവൻ പ്രതിഷ്ഠിക്കപ്പെടണം. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സ്വയം പ്രതിഷ്ഠിക്കപ്പെടണം. 2-ാമത്തെ ഘട്ടം. 3-ാമത്തെ ഘട്ടം, അവൻ വിശ്വാസത്താൽ ജീവിക്കണം. 3-ാമത്തെ ഘട്ടം അഭിഷിക്തരായിരിക്കണം. ഇപ്പോൾ വിളിക്കപ്പെടണം, പിന്നെ പ്രതിഷ്ഠിക്കപ്പെടണം, അവൻ അഭിഷിക്തനായിരിക്കണം പരിശുദ്ധാത്മാവിനാൽ. അതുകൊണ്ടല്ലേ അപ്പോസ്തലന്മാരായതിനു ശേഷം അവരോട് നിങ്ങൾ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ പറഞ്ഞു. 4-ാമത് വിശ്വാസത്താൽ ജീവിക്കുന്നതിനായിരിക്കണം. മനുഷ്യനിൽ ആശ്രയിക്കട്ടെ, ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസത്താൽ അവൻ ജീവിക്കണം. അവൻ്റെ ജീവിതം, അവൻ്റെ ശുശ്രൂഷ കർത്താവിൽ നിന്ന് പ്രാപിച്ച് വേണം ചെയ്യാൻ. 4-ാമത് വിശുദ്ധനായിരിക്കണം. ഈ 5 യോഗ്യതയെങ്കിലും വേണം ആർക്ക്? അപ്പോസ്തലന്മാർക്ക്. വിശുദ്ധ പദവി കർത്താവ് കൊടുക്കുന്ന പദവിയാണ്. ആ വിശുദ്ധിക്ക് മുമ്പേ വിശ്വസ്തൻ എന്നുള്ളതാണ്. അവൻ ഈ പറഞ്ഞ 5-ാമത്തെ കെട്ടി വിശ്വസ്തനായിരിക്കണം. അങ്ങനെ വിശ്വസ്തനായി വേല ചെയ്യുന്നവന് കൊടുക്കുന്ന പദവിയാണ് വിശുദ്ധൻ. അത് ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ ആർക്ക് കിട്ടും വിശുദ്ധി? വിശ്വസ്തരായ വിശ്വാസികൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. അല്ലാത്ത ഒരുത്തരും വിശുദ്ധിയിലെത്താൻ നിങ്ങൾ എത്ര കരഞ്ഞ് പ്രാർത്ഥിച്ചാലും, തലതിരിഞ്ഞ് പ്രാർത്ഥിച്ചാലും ശരി, ഉപവസിച്ച് പ്രാർത്ഥിച്ചാലും ശരി, നിങ്ങൾ കല്ലും മുള്ളെ കൂടെ നടന്നാലും ശരി, ത്യാഗജീവിതം ചെയ്താലും വിശുദ്ധി പ്രാപിക്കാൻ ഒക്കത്തില്ല. വിശുദ്ധി ദൈവത്തിൻ്റെ ദാനം. അതാർക്ക് കിട്ടും? വിശ്വസ്തരായ വിശ്വാസികൾക്കും വിശ്വസ്തരായ വേലക്കാർക്കും ദൈവം കൊടുക്കുന്നതാണ്. അതാണ് മോശ എബ്രായ ലേഖനം 3-ാം വാക്യത്തിൽ പറയുമ്പോൾ, മോശ ദൈവഭവനത്തിൽ വിശ്വസ്തനായിരുന്ന പോലെ. വായിക്കാം.
ദൈവഭവനത്തിലൊക്കെ വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവരെ വിശ്വസ്തനാകും. അവിടെ വേറെ തിരിയരുത്. അപ്പോഴത്തെ അപ്പച്ചനെ കണ്ടുകൊണ്ട് അങ്ങോട്ട് പോകരുത്, അമ്മച്ചെ കണ്ടുകൊണ്ട് പോകരുത്. നിന്നെ ഏൽപ്പിച്ച വേലക്കാരായാലും വിശ്വാസികളായാലും ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തരായിരിക്കണം. സാഹചര്യങ്ങൾ കണ്ട് ഓടുന്നവനല്ല. മക്കളുടെ ആവശ്യം വന്നപ്പോൾ നിന്റെ വിശ്വസ്ത കുറയ്ക്കരുത്. മക്കളുടെ കല്യാണം വന്നപ്പോൾ നിന്റെ വിശ്വസ്തത മാറരുത്. നീ പോയി കഴിച്ചു, പക്ഷേ ഞാനതിൻ്റെ സത്യത്തിനില്ല. അങ്ങനെ പറയുന്ന പേരൻസ് ഉണ്ടായിരിക്കണം. സ്ത്രീധനം കൂടുതൽ കിട്ടുമ്പം, വേറെ ജോലി കിട്ടുമ്പോഴേ വേലയ്ക്ക് വിളിയുള്ളവനെ അവൻ്റെ അഭിഷേകം കെടുത്തി ലോകമനുഷ്യനാക്കി മാറ്റുന്ന തന്തയും തൊള്ളയുണ്ട്. അങ്ങനെ ഇല്ലയോ? നഹൂമിൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അല്ലയോ ഇസ്രായേൽ മനുഷ്യരെ, നിന്റെ മക്കളെ ഞാൻ കർത്താവിന് വേണ്ടി വേലയ്ക്ക് വേണ്ടി വിളിച്ചു. നിങ്ങളോ അവനെ വീഞ്ഞു കുടിപ്പിച്ച് അവനെ ലക്ഷ്യം തെറ്റുന്നൊരു വാക്യമുണ്ട്, ഞാൻ പറഞ്ഞുപോയ വാക്യം. നിങ്ങളോ അവനെ വീഞ്ഞു കുടിപ്പിച്ച് ലോകത്തിൻ്റെ സ്നേഹം കൊടുത്തു, ലോകത്തിൻ്റെ സത്യം കൊടുത്തിട്ട് അവനെ ദൈവഭാഗത്തുനിന്ന് അന്യപ്പെടുത്തിയ പേരൻസിനോട് ദൈവം പറയുക, അല്ലയോ ഇസ്രായേൽ മക്കളെ, ഞാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ വേലയ്ക്ക് വിളിച്ചു, നിങ്ങളോ അവരെ വീഞ്ഞു കുടിപ്പിച്ചു, ദൈവത്തിൻ്റെ വേലയിൽ നിന്ന് അന്യപ്പെടുത്തി. വേലയ്ക്ക് വിലയുള്ള കുട്ടികളെ ചെറുപ്പം മുതലേ നിങ്ങൾക്ക് ജോലിക്കും സായിപ്പിൻ്റെ നാട്ടിൽ വിടാനും അറബിയുടെ നാട്ടിൽ വിട്ട് കാശുണ്ടാക്കാനും ആ കാശ് സമ്പാദിച്ചുകൊണ്ട് നല്ല വീടും പണിത് സുഖകരമായി ജീവിക്കാൻ വേണ്ടി മക്കളെ ലോകസ്നേഹത്തിലേക്ക് വളർത്തി അവരെ പ്രാർത്ഥനയ്ക്ക് വിടത്തില്ല. ഞായറാഴ്ച ആരാധനയ്ക്ക് പോലും വിടാതെ ട്യൂഷൻ വിടുന്ന തന്തമാരുണ്ട്. അവർക്കെല്ലാം വേണ്ടി ദൈവം വെച്ചിട്ടുണ്ട്. പക്ഷേ അവസാനം ഈ പിള്ളേർ തന്നെ അല്ല അവരുടെ കൊച്ചുമക്കൾ തന്നെ നിങ്ങൾക്ക് എതിർത്തരും. അല്ലയോ അങ്ങനെ വാക്കിയോട് കണ്ടിട്ടുണ്ടോ? അല്ലയോ ഇസ്രായേൽ മക്കളെ, മക്കളെ ഞാൻ എൻ്റെ പ്രവർത്തിക്കായിട്ട് വിളി, നിങ്ങളും അവരെ വീഞ്ഞു കുടിപ്പിച്ച് ലോകമനുഷ്യരാക്കി മാറ്റി. ആമോസിലും നഹൂമിലും ഒരു പ്രവാചകന്റെ പുസ്തകത്തിലുണ്ട്, പിന്നെടുക്കാം. അപ്പോൾ അങ്ങനെ ആകരുത്. അപ്പം വിശ്വസ്തരാകണം. അപ്പോൾ ഒരു വടിയമ്പലക്കാരുടെ യോഗ്യത എന്താ? അത് 1-ാം നൂറ്റാണ്ടിൽ മാത്രം. കർത്താവ് എന്നുള്ളവർ അങ്ങനെയുള്ള വേലക്കാരുണ്ട്. അത് ആരാന്ന് ചോദിച്ചാൽ കണ്ടുപിടിച്ചോണം. അല്ലാതെ അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞ് കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കുന്ന ഒരു വേലക്കാരൻ പറയും ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിക്കോ. നിന്നെ ഏൽപ്പിച്ച പോലെ നീ ചെയ്യ്. എന്നെ ഏൽപ്പിച്ചത് സകലം വിട്ട് വരാൻ പറഞ്ഞ് ഞാൻ വന്നു, അപ്പം നീ പറയാതില്ലെന്ന് പറഞ്ഞാൽ ഒപ്പോ. നിന്റെ പേരെ എന്താണെന്ന് നീ ചെയ്തു, വിശ്വസ്തയോടെ ചെയ്തു, അതിന് പ്രതിഫലമുണ്ട്. എന്നെ വിളിച്ച് വിളി, ഈ വിളി ആയതുകൊണ്ട് ഞങ്ങൾ ഈ വേല ചെയ്തു. അതുകൊണ്ട് അല്ലാന്ന് പറയാൻ നിനക്ക് എൻ്റെ അവകാശം, അത് തെറ്റാന്ന് പറയാൻ നിനക്കും അവകാശമില്ല. അപ്പം വിളിക്കപ്പെട്ടവനായിരിക്കണം, പിന്നെ പ്രതിഷ്ഠിക്കപ്പെട്ടവനായിരിക്കണം, അഭിഷിക്തനായിരിക്കണം, വിശ്വാസ ജീവിതം ചെയ്യും. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസം ജീവിതം ചെയ്യണം, വിശ്വസ്തനായിരിക്കണം. വിശ്വസ്തനെയാണ് വിശുദ്ധനാക്കി മാറ്റുന്നത്. അവനെ ജയാളിയായി തൻ്റെ സിംഹാസനത്തിന് യോഗ്യനാക്കി തീർക്കും. അങ്ങനെ യോഗ്യരായ ശുശ്രൂഷകരാണ്. അത് 1-ാം നൂറ്റാണ്ട് മുതൽ അവസാനം വരെ. DP-കാർ മാത്രമല്ല, പണ്ടാരോ വോട്ടർമാരിങ്ങനെ 154,000 പേര് CPM-കാരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം നടത്തിപ്പുകാർ ശാസിക്കുകയും ആരോ അടിച്ച് പുസ്തകമെല്ലാം കീറിക്കളയുകയും ചെയ്തിട്ടുണ്ട്. CPM-ൽ തന്നെ, CPM-ൽ തന്നെ. അതുകൊണ്ട് CPM-കാർ ഒരിക്കലും പറയത്തില്ല 154,000 പേര് സഭയാണെന്നും 154,000 പേര് CPM-കാർ മാത്രമാണെന്നും പറയത്തില്ല. ഈയിടെ ഒരു വിദ്വാൻ പ്രസംഗിക്കുന്ന കേട്ടു, CPM-കാർ പറയുന്നു 144,000 പേര് സഭയാണെന്ന്. ആര് പറഞ്ഞു? അതായത് വിശ്വസ്തരായി പൂർത്തീകരിച്ച വേലക്കാരുടെ എണ്ണം, അപ്പോസ്തലന്മാരുടെ എണ്ണമാണ് 12ന്റെ മൾട്ടിപ്ലിക്കേഷൻ 144,000. അത് ശുശ്രൂഷകരാണ്. സഭ എന്ന് പറയുന്നത് പുതിയ യെരൂശലേം. ഉദാഹരണം പറഞ്ഞാൽ പെന്തക്കോസ്ത് നാളിൽ 120 പേരുണ്ടായിരുന്നല്ലോ. 120 പേരുടെ സംഘം അഭിഷേകം പ്രാപിച്ചപ്പോൾ 108 വിശ്വാസികളും 12 അപ്പോസ്തലന്മാരും. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഗ്രേഡ് വേറെ ആയതുകൊണ്ടാണ് അവർ 12 പേര് എഴുന്നേറ്റു. ഒരാൾ എഴുന്നേറ്റാൽ മതി. പത്രോസ് എഴുന്നേറ്റാൽ, പക്ഷേ ആത്മാവ് ഒന്നായതുകൊണ്ട് അവർ 12 പേര് എഴുന്നേറ്റെന്ന് പ്രസംഗിച്ചു. ഒരാളെ പ്രസംഗിച്ചെങ്കിലും 12 പേരും അഭിഷിക്തരുടെയും ശുശ്രൂഷയുടെ ആത്മാവായതുകൊണ്ട് അവർ എഴുന്നേറ്റു. 108 വിശ്വാസികൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അപ്പോൾ അവിടെ തന്നെ 2 ഗ്രൂപ്പില്ലേ. ഇനി ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ 2 അപ്പം. അത് സഭയിലാണ്, വിശ്വാസികളും വേലക്കാരും ചേർന്നാണ്. ഇത് ആദ്യഫലം. ഒരു ദൈവദാസൻ പ്രസംഗിക്കുന്നത് കേട്ടു. ഒരു ബ്രദറുകാരൻ്റെ സാറിൻ്റെ നല്ല പ്രസംഗിക്കുമോ, ചരിത്രമൊക്കെ പറയും. പുള്ളി പറയാം ഈ ആദ്യഫലം ഒന്ന് യഹൂദനാണ്. യഹൂദൻ ഇവിടെ ആദ്യഫലമാണ്. യഹൂദൻ ഏതെങ്കിലും കാലത്ത് ആദ്യഫലമാണ്. പൗലോസിന് ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ള ഒരു വരവെങ്കിൽ, പിന്നെ അവസാനം. അപ്പം 2 ആദ്യഫലങ്ങളെ ബൈബിളിലുള്ളൂ. ഒന്ന് ആദ്യഫലം ക്രിസ്തു, Corinthians 15-ാം അധ്യായത്തിൽ. പിന്നെ ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ അവനുള്ളവർ, അതാരാ? സഭ. അപ്പോൾ സഭയാണ് ആദ്യഫലം. അതിലൊരു ഘടകമാണ് 144,000. എന്നാൽ യെരൂശലേമിനും സംഖ്യയുണ്ട്. സിയോനെ പണിത് മഹത്വത്തിൽ പ്രത്യക്ഷമാകുന്ന പോലെ യെരൂശലേമിന് സംഖ്യയുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നത് 147-ാം സംഖ്യത്തിൽ തോന്നുന്നു യെരൂശലേമിനെ പണിയുന്നു, അല്ലേ? അവൻ യെരൂശലേമിനെ
അപ്പോൾ സിയോനെ പണിത് 102 സങ്കീർത്തനം 15 വാക്യത്തിൽ സിയോനെ പണിത് മഹത്വത്തിൽ പ്രത്യക്ഷമാകുന്നു, മറ്റു യെരൂശലേമിനെ പണിയുന്നു. വായിക്കാം. യഹോവ യെരൂശലേമിനെ പണിയുന്നു. എത്രാം വാക്യം? 142. 147 അതാണ് ജാതികളുടെ പൂർണ്ണസംഖ്യ. അപ്പം ഇവർ 144 സഭയ്ക്ക് പൂർണ്ണ, അത് വേല ശുശ്രൂഷകർ, സഭയ്ക്ക് പൂർണ്ണതയുണ്ട്. യെരൂശലേമിനെ പണിയുന്നു. 102:15 വായിക്കും സിയോനെ പണിയുന്നു. ഇതൊന്നും തെറ്റല്ല, ശരിയായ ഉപദേശമാണ്. അപ്പോൾ യെരൂശലേമിൻ്റെ സംഖ്യ എന്താ? അതാണ് ബൈബിൾ പറയുന്നത്. റോമാലേഖനം ജാതികളുടെ സംഖ്യ പൂർണ്ണപ്പെടുവോളം അവൻ ഇസ്രായേലിന് കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. അതുതന്നെയാണ് മീഖയുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ പ്രസവിക്കാനുള്ളവർ പ്രസവിക്കുവോളം ഇസ്രായേലിനെ ക്ഷേമം വന്നിരിക്കുകയാണ്. അപ്പോൾ പ്രസവിക്കാനുള്ള ആരാ? സഭ. സഭയെ ഭൂമിയിൽ നിന്ന് പ്രസവിക്കണം. ഈ സഭയിൽ നിന്ന് ആൺകുട്ടിയെ പ്രസവിക്കണം. ജയം പ്രാപിച്ച വിശ്വാസികളും വേലക്കാരെയും പ്രസവിച്ചെടുക്കണം. അതാണ് രഹസ്യപരം എന്ന് പറയുന്നത്. അതാണ് വെളിപ്പാട് 12-ാം അധ്യായത്തിൽ സ്ത്രീ പ്രസവിച്ച ഉടനെ ആൺകുട്ടി സിംഹാസനം എടുക്കപ്പെട്ടു. ഏത് യഹൂദനാണ് പ്രസവിച്ച ഉടനെ ആൺകുട്ടി എടുക്കപ്പെട്ടത്? യഹൂദനാന്ന് പറയുന്നുണ്ട്. ചില പറഞ്ഞ് യേശുക്രിസ്തു, യഹൂദന്മാരുടെ യേശുക്രിസ്തു ജനിച്ചപ്പോൾ ഇവിടെ ഉടനെ സിംഹാസനത്തിലേക്ക് പോയോ? ഇല്ലല്ലോ. 33 വയസ്സ് വരെ ഇവിടെ ജീവിച്ചു. ഓരോരുത്തർ വ്യാഖ്യാനിച്ചുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇതാണ് ശരിയായ വ്യാഖ്യാനം. 12-ാം അധ്യായത്തിലെ സ്ത്രീ ഈ കാണപ്പെടുന്ന സഭ, എടുക്കപ്പെടുന്ന സഭയാണ് ആൺകുട്ടി. അത് 2 ഗ്രൂപ്പുണ്ട്. കാരണം ലേവ്യ പുസ്തകം 23:15 2 സിയോനും യെരൂശലേമും. യഹോവ സിയോനെ പണിയുന്നു, യെരൂശലേമിനെ പണിയുന്നു. സിയോന്റെ സംഖ്യ 144,000. അത് 14-ാം അധ്യായം. 7-ാം അധ്യായത്തിൽ 154,000 എന്ന് പറയുന്നത് അത് യഹൂദന്റെ സംഖ്യയാണ്. അത് ഉപദ്രവകാലത്തിലാണ്. അവരെങ്ങനെ ആദ്യഫലമാകുന്നത്? ഇസ്രായേൽ ആദ്യഫലമാണ്. പണ്ട് ആദ്യഫലമായിരുന്നു. പുതിയ നിയമത്തിൽ വയ്ക്കുമ്പോൾ ക്രിസ്തു സഭയാണ് ആദ്യഫലം. എവിടെ എഴുതിയിരിക്കുന്നത്? വെളിപ്പാട് 14-ാം അധ്യായത്തിൽ ഇവർ മനുഷ്യരുടെ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നതാണ്. യഹൂദരെ എവിടുന്ന? മനുഷ്യരുടെ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നത്. അവരുടെ ശുശ്രൂഷയെ പൗരോഹിത്യമുള്ള മനുഷ്യരുടെ നിന്നാണ്. ഇത് പുതിയ നിമിഷന്മാരെയാണ് മനുഷ്യരുടെ നിന്ന്. അവരിൽ പോഷ്കില്ല, സ്ത്രീകളോട് മാലിന്യപ്പെടാത്ത ഒരുപാട് യോഗ്യത അവർക്കുണ്ട്. അവർ കുഞ്ഞാടിനെ അനുഗമിക്കുന്നവർ. മാത്രമല്ല സഭ ആദ്യഫലം, വിശ്വാസികൾ ആദ്യഫലം, വേലക്കാർ ആദ്യഫലം. യാക്കോബിന്റെ ലേഖനം 1:18 വായിക്കുമ്പോൾ സത്യത്തിന് വരുത്താൽ ആദ്യഫലമാകേണ്ടത്. വായിച്ച് യാക്കോബ് 1:18. സത്യത്തിൻ്റെ ഫലമായി ആദ്യഫലമായി വീണ്ടും ജനിച്ചിരിക്കുന്നു. യാക്കോബ് 1:18. ഒരുവിധം എന്നുള്ളത് മലയാളത്തിലാണ്. ഇംഗ്ലീഷിൽ എ കൈൻഡ്, അങ്ങനല്ലേ? ഇംഗ്ലീഷ് എ കൈൻഡ്, ഒരേ തരത്തിലുള്ളതായിരിക്കണം. He has with the word of truth that we should be kind of first fruit of his. We should be a kind. We should be a kind of first fruits. ഒരേ തരത്തിലുള്ള, ഒരുവിധം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒപ്പിക്കാന്നുള്ളതല്ല, ഒരേ തരത്തിലുള്ള ആദ്യഫലമായി ഏത് ലോകത്തിലും 1-ാം നൂറ്റാണ്ട് മുതൽ കർത്താവിൻ്റെ വരെയുള്ള വിശ്വാസികൾ എവിടെ ഇരുന്നാലും ശരി, ഏത് ഗ്രൂപ്പിലുള്ളവരും ഒരേ തരത്തിൽ പൂർണ്ണരായവർ, ആ പരിജ്ഞാനപൂർത്തി പ്രാപിച്ചവരാണ് കർത്താവിൻ്റെ സഭയായി മാറ്റപ്പെടുന്നത്. അതിൻ്റെ ഇതാണ് 12 അപ്പോസ്തലന്മാർ. അതാണ് പെന്തക്കോസ്ത് നാളിൽ 120 പേര് 2 ഗ്രൂപ്പായിട്ട് കാണും. 12 അപ്പോസ്തലന്മാർ. ആ 12ൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് 12 × 12 144. അതാണ് 144 മുഴം എന്ന് പറയുന്നത്. യെരൂശലേമിൻ്റെ അടിസ്ഥാനത്തിൽ 144 മുഴം എന്ന് പറയുന്നത് ശുശ്രൂഷകരെ കാണിക്കുകയാണ്. ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളുടെ പേരുകൊണ്ട് അപ്പോസ്തലന്മാരുടെ 144 മുഴം. എന്നാൽ 1200 നാഴിക പുതിയ യെരൂശലേമിൻ്റെ, അത് ജാതികളുടെ പൂർണ്ണസംഖ്യയാണ്. അതാണ് സഭ. അപ്പം വിശ്വാസികൾ ഒരു ഗ്രൂപ്പ്, 2 കൂടെ ചേർന്നാണ് പുതിയ നിയമസഭ പുതിയ യെരൂശലേം എന്ന് പറയുന്നത്. അത് പെന്തക്കോസ്തിൽ ആരംഭിച്ചു. അത് ലേവ്യ പുസ്തകത്തിലെ 2 അപ്പം ആദ്യഫലമാണ്. അതാണ് കർത്താവിൻ്റെ വരവിൽ ആദ്യഫലമായ സഭ ചേർക്കപ്പെടും. യഹൂദനെ എവിടെ ചേർക്കുന്നത്? അതൊക്കെ ചുമ്മാ ക്ലാരൻസ് ലാർക്കിൻ്റെ പുസ്തകമൊക്കെ പഠിച്ച് ബൈബിൾ കോളേജിൽ പഠിച്ച് ഒരൊറ്റ തിയറിയായിട്ടൊക്കെ പോവുക ലോകം വരും. ക്ലാരൻസ് ലാർക്കാണ് ഇതൊക്കെ എഴുതി വെച്ചത്. അതല്ലാതെ ഇവിടുന്ന് കിട്ടിയതാണ്, വെളിപ്പാടിൽ കിട്ടിയതാണ്, ഒന്നുമല്ല. ഇതാണ് എൻ്റെ സത്യം. 154,000 എന്ന് പറഞ്ഞാൽ 7-ാം അധ്യായത്തിലെ യഹൂദനും 14-ാം അധ്യായത്തിലെ പുതിയ നിയമ വിശുദ്ധന്മാരും അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ സംഖ്യയാണ്. അത് 12 കൊണ്ട് അവസാനിക്കുന്നില്ല. സഭയുള്ളിടത്തോളം കാലം അപ്പോസ്തലന്മാരുണ്ട്. യേശു പറഞ്ഞു ലോകാവസാനത്തോളം എല്ലാ നാളും ഈ അപ്പോസ്തലന്മാരുണ്ടെന്നാ. ആ അപ്പോസ്തലന്മാർ 1-ാം നൂറ്റാണ്ടിൽ മരിച്ചില്ലേ? അവർ മരിച്ചു. പക്ഷെ അവർക്ക് പകരം പിന്നെ അപ്പോസ്തലന്മാർ 14 അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസ്, തീമോത്തിയോസ്, തീത്തോസ്, ശീലോവാനസ്, ശീലാസ്, അങ്ങനെ ഇപ്പോഴും അപ്പോസ്തലന്മാരായി വിളിക്കപ്പെട്ടുകൊണ്ടാണ് ഞാനും ഈ വേലയ്ക്ക് ഇറങ്ങിയത്. അയക്കപ്പെട്ടവർക്ക്, അല്ലാതെ ഇതിനകത്ത് വലിയ സ്ഥാനമില്ല.
ദൈവം വിളിച്ചു അയച്ചു. അങ്ങനെ അയച്ചതാണ് ഈ കുമ്പളിലും വന്ന്. കൃപയാൽ മുന്നോട്ട് പോയാൽ ദൈവം മാനിക്കും, അത്രയേ ഉള്ളൂ. ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ ബോണസും പിന്നെ ഗ്രാജുവേറ്റും കിട്ടി പിരിയാത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ സത്യങ്ങൾ നിഷേധിക്കപ്പെടുന്നില്ല. 14-ാം അധ്യായത്തിൽ 154,000 അപ്പോസ്തലന്മാരുടെ മൾട്ടിപ്പിൾ സംഖ്യയാണ്. 108 വിശ്വാസികളുടെ മൾട്ടിപ്പിൾ സംഖ്യയാണ് ജാതികളുടെ പൂർണ്ണത. തിരുവോളം ഇസ്രായേലിന് കാളിഞ്ഞ് സംഭവിച്ചിരിക്കുന്നു. എനിവേ, അപ്പോൾ ഈ വഴിയമ്പലക്കാരെന്ന് പറയുന്നത് അപ്പോസ്തലന്മാരെ കാണിക്കുകയാണ്. ആ കൂട്ടായ്മയുടെ ബന്ധത്തിൽ ഉപദേശം ഉള്ളത് കഴിഞ്ഞ ആഴ്ച കേട്ടല്ലോ. ഇനി 2 വെള്ളിക്കാശ് വായിക്കാം. അതെന്തോ 2 വെള്ളിക്കാശ് വീണ്ടെടുപ്പിന് വേണ്ടിയുള്ളതാണ്. അത് വീണ്ടെടുപ്പിനെയാണ് വെള്ളിയെ കാണിക്കുന്നത്. ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി വെള്ളി, അതാണ് അഴിഞ്ഞു പോകുന്ന വെള്ളി പൊന്നു മുതലായ ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കുന്നു. രണ്ടാമതോ അന്ത്യകാല രക്ഷയ്ക്കായി പൗലോസ് പറഞ്ഞു അന്ത്യകാലത്ത് വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വായിച്ചേ വിശ്വാസത്താൽ. 1 പത്രോസ് 1:4. വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ ആ അവകാശത്തിന്റെ രക്ഷ, അതാണ് റോമാലേഖനത്തിൽ വായിക്കുമ്പോൾ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായ നാം. യേശുക്രിസ്തു വന്ന് നമുക്ക് ഈ പറഞ്ഞ ആത്മാവെന്ന ആദ്യദാനം തന്നിരിക്കുന്നു. 8:23 വാക്യം. അപ്പൊ ഇനി പുത്രത്വം പ്രാപിക്കണം, വീണ്ടെടുപ്പ് പ്രാപിക്കണം, ശരീര വീണ്ടെടുപ്പ് ഉണ്ടാകണം. ആ വീണ്ടെടുപ്പോടുകൂടിയാണ് പുനരുത്ഥാന ശരീരം. ആ പുനരുത്ഥാന ശരീരത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന സഭയാണ് ഇബ്രായ ലേഖനം 12-ാണോ. പിന്നെയോ നാം സിയോൻ പർവ്വതത്തിനും സ്വർഗീയ യെരൂശലേമിനും അടുക്ക് വന്നിരിക്കുന്നത്. അപ്പം സിയോൻ പർവ്വതം ഇസ്രായേലുണ്ട്, സ്വർഗീയ സിയോൻ, ആ സിയോൻ പർവ്വതത്തിലാണ് 144,000 പേര് നിൽക്കുന്നത്. സ്വർഗീയ യെരൂശലേം എന്ന് പറഞ്ഞാൽ സഭ, അത് രണ്ടും കൂടെ ചേർന്നാണ്. വായിക്കാം. ഇബ്രായ ലേഖനം 12-ാണ് 13-ാണ് വായിച്ചേ. 12:20. പിന്നെയോ നാം സിയോൻ പർവ്വതത്തിനും എബ്രായർ 12:22. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ഫസ്റ്റ് ഫ്രൂട്ട്സ് ആദ്യജാതന്മാരുടെ സഭ. ഇത് യഹൂദനല്ല, ഇത് ആദ്യജാതന്മാരുടെ സഭയാണ്. ആ സഭയിൽ 2 ഗ്രൂപ്പ്, സിയോനും യെരൂശലേമും. ഇനി ഈ സഭയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് കർത്താവ് 2 വെള്ളിക്കാശ് കൊടുത്തിട്ട്. എന്താണ് 2 വെള്ളിക്കാശ്? സഭയിൽ ഉണ്ടാകുന്ന 2 അനുഭവങ്ങൾ എന്താ? 2 കൊരിന്ത്യർ 11-ാണ് 20-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നിരപ്പിൻ്റെ ശുശ്രൂഷയും നിരപ്പിൻ്റെ വചനവും ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 19-ാം വാക്യം. ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് തന്നെ നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ക്രിസ്തുവിൽ തന്നോട് തന്നെ നിരപ്പിച്ചു വന്നു. എപ്പോഴാ? അതിന് 3 വാക്യം തരാം. 1 റോമാലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമ്മളെ എന്ത് ചെയ്തു? മുമ്പേ ശത്രുക്കളായിരുന്നു നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു. കൊലോസ്യർ 1:20 വായിച്ചേ. 3 വാക്യം ഒന്ന് വായിച്ചു. കൊലോസ്യർ റോമർ 5:10 വാക്യം. അപ്പൊ യേശുക്രിസ്തുവിന്റെ മരണത്താൽ ദൈവത്തോട് നമ്മൾ നിരപ്പിച്ചു. തോട്ടത്തിൽ വെച്ച് ദൈവത്തോട് അന്യപ്പെട്ടു പോയവൻ, പുടിയനായ പുത്രൻ അപ്പനോട് അന്യപ്പെട്ടു പോയെങ്കിലും വീണ്ടും നിരപ്പിലേക്ക് വന്നു. അടുത്ത കൊലോസ്യർ 1:20. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് reconciliation, recognized. All things were unto himself. By him I see whether they be the things in earth or in the things in heaven. സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ? ഭൂമിയിൽ സ്വർഗം ഒന്നായി. യേശുക്രിസ്തുവിന്റെ മരണത്താൽ മനുഷ്യരും ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു. 3. 2 സ്വർഗവും ഭൂമിയും ഒന്നായി. പണ്ട് 2ആയിരുന്നു, ഇപ്പൊ സ്വർഗവും ഭൂമിയും ഒന്നായി. ഇനി 3 എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 18 മുതൽ വായിക്കുമ്പോഴേ ശത്രുത്വം, ന്യായപ്രമാണം ശത്രുത്വം മാറ്റി മനുഷ്യനെ തമ്മിൽ നിരപ്പിച്ചു. വായിക്കാം.
മുൻപ് പ്രകൃതിയ ജാതികളായിരുന്നു. ജഡത്തിന് കയ്യാലുള്ള പരിച്ഛേദനയേക്ക് ഇല്ലല്ലോ. അടുത്ത വാക്യം. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയുടെ എഫേസ്യർ 2:16 വായിക്കാം. ഇല്ലെന്നേ. And that he might reconcile both Ah. unto God. ബോത്ത് ആൻഡ് ഗോഡ് നോക്കണം. രണ്ട് പക്ഷത്താലെ 16 16 16 വായിക്കാം. ബോത്ത് ആൻഡ് ഗോഡ് And that he might reconcile both unto God in one body by the cross, having slain the enmity thereby. എല്ലാ ശത്രുത്വവും നീക്കി ഇരുപക്ഷത്തെ ഒന്നാക്കി. മലയാളത്തിൽ വായിച്ച്. അവർ നമ്മുടെ സമാധാനം അവൻ ഇരുപക്ഷത്തെ ഏതാ ഇരുപക്ഷം? ശ്രദ്ധിച്ചു നോക്കി. ഏതിൽ വെച്ച് ദൈവത്തോട് ഐക്യമായിരുന്ന മനുഷ്യൻ പാപം ചെയ്ത് സാത്താന്റെ ഇൻസ്പിറേഷൻ പോയപ്പോൾ ഒന്ന് ദൈവവും മനുഷ്യനുമായിട്ടകന്നു ഒളിച്ചു പോയി താമസിച്ചു. 2 മനുഷ്യനും മനുഷ്യൻ തമ്മിൽ ഭിന്നിപ്പിച്ചു. ആദാമത് നീ എന്ന സ്ത്രീ നമുക്ക് അവിടെ ഡിവിഷൻ ഉണ്ടായി. മനുഷ്യർക്ക് തമ്മിൽ ഡിവിഷൻ ഉണ്ടായി. 3 തോട്ടം വെളിയിലായി. സ്വർഗവും ഭൂമി അന്യപ്പെട്ടു പോയി. ഭൂമി സാത്താൻ്റെ ഇതിലായി. ഈ 3 നിരപ്പിക്കണം. മനുഷ്യ ദൈവത്തോട് നിരപ്പിക്കണം, മനുഷ്യൻ മനുഷ്യത്തോട് നിരപ്പിക്കണം, പിന്നെ സ്വർഗവും ഭൂമി ഒന്നാകണം. ഇതിനു വേണ്ടിയാണ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് മനുഷ്യന് വേണ്ടി റീകൺസിലേഷൻ, ഈ പറഞ്ഞ ഉപ്രവാക്കുതൽ തമിഴിൽ മലയാളത്തിൽ നിരപ്പിക്കുവാൻ, ആ നിരപ്പിൻ്റെ അതിനെന്ത് ചെയ്തു? 2 വെള്ളിക്കാശാണ് അപ്പോസ്തലന്മാർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, അതല്ല ഞങ്ങളുടെ പ്രധാനം, പണമല്ല ഞങ്ങളുടെ വിഷയം. ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ദൈവം തന്നിരിക്കുന്ന 2 അനുഭവങ്ങളെയാണ്. അതാണ് 5:19 കൊരിന്ത്യർ 5:19 വായിച്ചേ. ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവാൻ സ്ഥാനാപതി എന്ന് വെച്ചാൽ അംബാസിഡർ അല്ലെങ്കിൽ അപ്പോസ്തലൻ. ഇത് പൗലോസാ പറയുന്നത്. 12 പേരോടുകൂടി അവസാനിക്കുന്നില്ല. അപ്പോസ്തലൻ പറയുന്നു സ്ഥാനാധിപതിയായി. അതാണ് അപ്പോസ്തല ശുശ്രൂഷയുടെ മെയിൻ പടി. ദൈവത്തോട് മനുഷ്യൻ നിരപ്പിക്കണം. അല്ല സഭയിൽ ആളുണ്ടാക്കി കുറേ പാഷന്മാരെ വാഴിക്കാനല്ല, അല്ല ഈ പറഞ്ഞ പോലെ ആച്ചിങ് മാച്ചിങ് ഡിസ്പാച്ചിങ് നടത്തുന്ന സ്ഥലമല്ലിത്. അതിനൊന്നും അല്ല ഇതിന് പ്രധാനം. ഇത് മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കണം, ദൈവസായലി സ്വരൂപത്തോട് അനുഭവമാക്കണം. വായിക്കാം. അപേക്ഷിക്കുന്നു. പിന്നെ ഞങ്ങൾ മുഖാന്തരം, ഞങ്ങളുടെ മഹത്വം, ഞങ്ങളുടെ സുവിശേഷം കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം പ്രാപിക്കുന്നു. ഞങ്ങൾ സുവിശേഷം പറഞ്ഞാണ് നിങ്ങൾ മഹത്വം പ്രാപിക്കാൻ, അത് തേജസ് പ്രാപിക്കുന്നു. അതാണ് അപ്പോസ്തല ഉപദേശം എന്ന് പറയുന്നത്. അത് TPMകാരുടെ IPCക്കാരുടെ കുത്തകയല്ല, അത് കർത്താവ് ആർക്ക് കൊടുക്കും. അതിനായി അപ്പോസ്തല പദവിയിലേക്ക് വരണമെങ്കിൽ സകലവും തേച്ചു വരണം. ഈ പറഞ്ഞ 5 യോഗ്യത വേണം. അതെന്തിനു വേണ്ടി? വായിക്കാം. ഇല്ലില്ല, നിരപ്പിന്റെ വചനവും നിരപ്പിന്റെ ശുശ്രൂഷയും ഞങ്ങൾക്ക് ഫലമേൽപ്പിച്ചിരിക്കും. നിരപ്പിന്റെ വചനം ഒന്ന്, നിരപ്പിന്റെ വചനം. അടുത്തത് നിരപ്പിന്റെ വചനം, പിന്നെ നിരപ്പിന്റെ ശുശ്രൂഷ, ഇല്ലേ? ഇംഗ്ലീഷ് വായിച്ചേ. 18 വാക്യം പേര് മലയാളം. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ. അപ്പൊ 2 കാര്യങ്ങളാണ് യേശു ക്രിസ്തു അപ്പോസ്തലന്മാരെ പറയുന്നത്. ഒന്ന് നിരപ്പിന്റെ വചനവും നിരപ്പിന്റെ ശുശ്രൂഷ. ഇംഗ്ലീഷ് പറയുമ്പോൾ ഡോക്ടർ ഓഫ് റീകൺസിലേഷൻ, നിരപ്പിന്റെ ഉപദേശം എന്നാണ് പറഞ്ഞത്. വായിച്ചേ. 2:16 2 കൊരിന്ത്യർ 2 കൊരിന്ത്യർ 5:16. are the savor of a death unto death, and to the another the savor of life unto life. ഇല്ലല്ല, അപ്പോൾ 18 വാക്യം. 18 2 കൊരിന്ത്യർ 2:5-18. And all things are of God, who hath reconciled unto us by himself by Jesus Christ, and hath given unto us a ministry of reconciliation. Ministry of reconciliation. അടുത്തത് To me that God was in Christ,
reconciling the world unto himself, not imputing the trespasses unto them, and hath committed unto us the word of reconciliation. വേർഡ് ഓഫ് റീകൺസിലേഷൻ. അപ്പോൾ നോക്കണം, മിനിസ്ട്രി ആൻഡ് ഡോക്ട്രിൻ, വചനം, ഇത് രണ്ടുമാണ് അപ്പോസ്തലന്മാർ. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിൽ സഭയ്ക്കുണ്ടാകുന്ന നേട്ടം എന്താ? അവർ ദൈവത്തോട് നിരന്നുകൊള്ളും. 2, മനുഷ്യനും മനുഷ്യരുടെ ശത്രുവും നീങ്ങും. സ്വർഗവും ഭൂമി ഒന്നായി. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. ഇതാണ് അപ്പോസ്തലിക് മിനിസ്ട്രി. വഴിയമ്പലക്കാരൻ കൊടുത്ത 2 വെള്ളിക്കാശ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് റീകൺസിലേഷൻ ആൻഡ് ഡോക്ടർ ഓഫ് റീകൺസിലേഷൻ. തമിഴ് പഠിക്കുക നിരപ്പിൻ്റെ ഉപദേശത്തെയാണ്. ഇവയെല്ലാം ദൈവനാണ് ഉണ്ടായിരിക്കുന്നത്. അവൻ യേശുക്രിസ്തുവിനെ കൊണ്ട് നമ്മെ തമ്മോട് ഒപ്പുറവാക്കുന്നതിന് മൂല്യത്തെയും എങ്ങളൊക്കെ ഒപ്പുകൊടുക്കുന്നതാണ് അപ്പോസ്തലിക് മിനിസ്ട്രി എന്ന് പറയുന്നത്. മറ്റേ കുടുംബസ്ഥൻ അല്ലെങ്കിൽ പല സഭാ പരിപാലനമാണ്. പ്രാദേശിക സഭകളെ പരിപാലിക്കുവാൻ അധ്യക്ഷന്മാരെ നിയമിച്ചത് അപ്പോസ്തലനായ പൗലോസാണ്. ഓരോ ഗ്രാമങ്ങളിൽ പോയി സഭ വന്നപ്പോൾ അപ്പോസ്തലന്മാരെ നിയമിച്ചു, ശുശ്രൂഷകരെ നിയമിച്ചു. അത് വിശ്വാസികളിൽ നിന്നുള്ള സെലക്ഷനാണ്. അവർക്ക് ഭാര്യ ഉണ്ടായിരിക്കണം, ഒരു ഭാര്യ കാണാവൂ, ഒരുത്തിയെ കല്യാണം കഴിച്ചാവൂ, മക്കളുള്ള വിശ്വാസികളുള്ള അപ്പനും ഭാര്യ ഭർത്താവായിരിക്കണം. ഇങ്ങനെ കുറേ നിയമങ്ങൾ തീമോഥി പറഞ്ഞു. പക്ഷെ അപ്പോസ്തലന്മാരെ സംബന്ധിച്ച് വഴിയമ്പലക്കാരനെ ലോകത്തിലൊന്നും ഉണ്ടാകാൻ പാടില്ല. അവർ എൻ്റെ തീരുമാനം വിശ്വാസ ജീവിക്കണം. അവർക്ക് യാതൊരു ഘടകം ആരെയും ജലപ്രകാരം, അത് മറ്റൊരു യോഗ്യത, ആരെയും ജലപ്രകാരം അറിയുന്നില്ല. ലോകത്തൊന്നും ഉണ്ടായിരിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ക്വാളിറ്റിയാണ് അപ്പോസ്തലന്മാർക്ക് നിയമിച്ചിരിക്കുന്നത്. അവരെ കൊണ്ടും അവരെല്ലാം ഇട്ടിട്ട് പോകുന്നേ. ഒരു സമയം കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ പിള്ളേർ കുഞ്ഞുങ്ങളൊക്കെ ഒന്നും ചെറിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് പിടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. എന്ന് വെച്ചുകൊണ്ട് എല്ലാവരും അങ്ങനെയാണെന്ന് യൂദാ പോയില്ലേ. എല്ലായിടത്തും വിശ്വസ്തരുണ്ട്, പക്ഷേ ഓരോരുത്തരും ക്വാളിറ്റി വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അപ്പോസ്തലിക് മിനിസ്ട്രി എന്ന് പറയുന്നതിൻ്റെ മെയിൻ വിഷയം അത്ഭുതരോഗശാന്തി നടത്തിയോ ഇതൊക്കെ വിടാനാണ് പറയുന്നത്. പരിജ്ഞാനമൂർത്തിയിലേക്ക് പോകും. ആ പരിജ്ഞാനമൂർത്തിയാണ് ദൈവത്തോട് നിരന്നുകൊള്ളുക, ദൈവമായിട്ട് നിരന്നുകൊള്ളുക. 2, മനുഷ്യനും തമ്മിൽ നിരപ്പാകും. 3, സ്വർഗവും ഭൂമി ഒന്നാകും. ഇതാണ് യേശുക്രിസ്തുവിൻ്റെ മിനിസ്ട്രി. ഇതാണ് അപ്പോസ്തലന്മാരെ. അതാണ് 2 വെള്ളിക്കാശും സത്രവും വഴിയമ്പലവും. ആ ഒരു മിനിസ്ട്രി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് DP മാത്രമല്ല, ലോകമെല്ലാം പല രീതിയിൽ നടക്കുന്നുണ്ട്. ചെറിയ ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ പറയേണ്ട ഞങ്ങൾ മാത്രമാണെന്ന് പറയാൻ പോകണ്ട, അതിനൊരു അർത്ഥവും ഇല്ല. നിങ്ങൾ എത്രത്തോളം ആയി ഈ പറഞ്ഞ ക്വാളിറ്റിയിൽ എത്തിയെങ്കിൽ ഭാഗ്യവാന്മാർ. TPMലെ ശുശ്രൂഷക്കാരെന്ന് പറയുന്ന വെള്ളവസ്ത്രധാരികൾ ഈ മിനിസ്ട്രിയായി ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രശംസിക്കാം. അല്ലാതെ ഞങ്ങൾ കെട്ടിടം പണിതു, സ്ഥലം വാങ്ങിച്ചു, നിങ്ങളെക്കാൾ കൂടുതൽ സ്ഥലം യൂസഫലി വാങ്ങിച്ചിട്ടുണ്ട്, നിങ്ങളെക്കാൾ കൂടുതൽ അദാനി വാങ്ങിച്ചു, അംബാനി വാങ്ങിച്ചിട്ടുണ്ട്, നിങ്ങളെക്കാൾ കൂടുതൽ വലിയ കെട്ടിടം 110 നിലയുള്ളത് ഉള്ള ദുബായ് പണിതിട്ടുണ്ട്. ഇതൊന്നും യോഗ്യതയല്ല. ഇതൊക്കെ ആവശ്യം ചെയ്യുന്നല്ലാതെ സഭയെ ഒന്നാക്കണം, പിരിഞ്ഞിരിക്കുന്നവരെ ഒന്നാക്കണം. റീകൺസിലേഷൻ മിനിസ്ട്രി, റീകൺസിലേഷൻ ഡോക്ട്രിൻ, ഇതാണ് യേശുക്രിസ്തു കൊടുത്ത 2 വെള്ളിക്കാശ്. അതുകൊണ്ട് സഭയെ പണിയണം. കർത്താവിൻ്റെ വരവിൽ സഭയെ ഒരുക്കണം. ഇനി അധികം പലതും ചെലവിട്ടാൽ വായിക്കാം. അധികം എന്താ? നിന്റെ സ്വന്തം ജീവനെ കൂടെ കൊടുക്കണം. അതാണ് അധികം. ഈ സത്രക്കാരനിൽ ദൈവം കൊടുത്ത മിനിസ്ട്രിയും ഈ വചനവും കൂടാതെ മറ്റൊന്നുണ്ട്, സ്വന്തം ജീവൻ. അത് ആടുകൾക്കായി ജീവനെ കൊടുക്കുന്നവൻ, തൻ്റെ ജീവനെ കളയുന്നവൻ അത് നേടും. ശുശ്രൂഷകരെല്ലാം ഓർത്തോണം. 3ാമത് അധികം ചിലവാക്കേണ്ട ഒന്നുണ്ട്. അതെന്താ? നിൻ്റെ കയ്യിലുള്ള ജീവൻ, സ്വന്തം ജീവൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി കൊടുക്കണം, സഭയ്ക്ക് വേണ്ടി കൊടുക്കണം. അവിടെ സമയം നോക്കിയിട്ടല്ല, രാത്രി നോക്കിയിട്ട്, സുഖം നോക്കിയിട്ടല്ല, കഴിയുന്ന അളവിൽ കൃപയാൽ ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ അവർ അവസാനിക്കണം. ഹോൽപക്ഷി തൻ്റെ കൂട്ടിൽ അവസാനിക്കണം, പാർട്ട് ടൈം അല്ല. ഇസ്രായേൽ 2 വിധമായ ഇടയന്മാരുണ്ട്. ഒന്ന് കൂലിക്കാർ, അവർ പകലെല്ലാം വേല ചെയ്യും, രാത്രി ആടിനെ കയറ്റിയിട്ട് വീട്ടിൽ പോകും. അത് അവരുടെ ന്യായം. പക്ഷേ ആടുകളോടുകൂടി അവിടെ തന്നെ തങ്ങുന്നവരുണ്ട്. അത് അവർക്കാണ് ദൈവത്തിൻ്റെ മെസ്സേജ് വന്നത്. ലൂക്കോസ് സുവിശേഷം വായിക്കുന്നല്ലോ. ആടുകളോടുകൂടി വയൽവെളിയിൽ തങ്ങി ഇടയന്മാർക്കാണ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് മെസ്സേജ് വന്നതാണ്. ഇതാ രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ആടുകളോടുകൂടെ വയലിൽ തങ്ങിയ ഇടയന്മാർ. അപ്പം അങ്ങനെ ഒരു ഇടയന്മാർ, അത് അപ്പോസ്തലന്മാരെന്ന് പറയുന്നത്. മറ്റവർ പകലിൽ മേയ്ക്കും, രാത്രി വീട്ടിൽ പോകും. കാരണം വീട്ടിൽ പോകണ്ടേ, വീടുള്ളവർക്ക് വീട്ടിൽ പോകണ്ടേ. അത് ന്യായം. ഇത് അന്യായം. ന്യായം അന്യായം. ഏതാ? എന്നും അവിടെ കിടന്നോണം, ഇത് ചുവന്ന് പോകണം, തൊട്ടി ചുവന്നോട്ട് ജീവിച്ചോണം. ഇത് അന്യായമാണെന്ന് തോന്നിയാലും ഈ അന്യായത്തിനാണ് വില കൂടുതൽ.
മനസ്സിലായോ? അവിടെ TPM വിശ്വാസികൾ പുറത്തോളം യൂട്യൂബിൽ അത് കേട്ടിട്ട് ഇത് അപ്പടിയാ, ഇത് ഇപ്പടിയാ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ചോദിച്ചാൽ നിന്നെയൊക്കെ എന്തോ പറയാനാ. ഇത് ജനിച്ച് വളർന്ന് തഴമ്പ് പിടിച്ചവനൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് ആൾക്കാർ വന്ന് ഇത് പഠിച്ച് നിങ്ങളെ പഠിപ്പിക്കുക. ഇവിടെ ഇരിക്കുന്നവന്മാരെല്ലാം പഠിപ്പിക്കേണ്ടവന്മാരാ. ഇത് കേൾക്കുന്നവർ പഠിക്കേണ്ട CPM ഇന്ന് തലയ്ക്കാതെ പലതും കയറിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ വിശ്വസ്തരല്ലാഞ്ഞുകൊണ്ട് ഞങ്ങളെ ദൈവം വിളിച്ചുകൊണ്ട് വന്നു. പാടാ അവന്മാർക്കെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. നാണമില്ലയോ TPMക്കാർ? നിങ്ങൾക്ക് നാണമില്ല? ഞങ്ങളെപ്പോലെ വരുത്തന്മാർ വന്ന് നിങ്ങളെ പഠിപ്പിക്കേണ്ട ഗതികേട് വന്നല്ലോ. TPMക്കാരോട് ചോദിക്കുന്നത് ഇല്ലയോ? നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്യും? ഇവിടെ നിങ്ങളുടെ സന്തതികൾ വേണം ഈ ഉപദേശം നിങ്ങൾ പഠിപ്പിക്കാൻ. യവന്മാർ ഗൾഫിൽ പോകണം, അവിടെ പോകണം, ജോലിക്ക് പോകണം, എല്ലാത്തിനും പോകുന്നു. അതിന് ഞങ്ങളെപ്പോലുള്ള ആളുകളെ ദൈവം പിടിച്ച് പാടാ. യവന്മാർ പലതും വിശ്വസ്തനല്ല. അങ്ങനെ ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്ന് നിങ്ങളെ പഠിപ്പിക്കുക. ഇതാണ് അപ്പോസ്തലീയ വേല. നിങ്ങൾ പറയുന്നത് എന്താ? ഓ കല്യാണം കഴിച്ചാനോ? കഴിച്ചു. ഇപ്പോഴത്തെ തലമുറ കല്യാണവും വേണ്ട. അവർ അപ്പോസ്തലീയ ഉപദേശത്തിന് വരുന്നിട്ടല്ല. പിന്നെ എല്ലാം വിടുന്ന കാര്യത്തിൽ ഇപ്പോഴും അപ്പോസ്തലന്മാരാകുന്നില്ല. അവർ നേരത്തെ വിടാൻ റെഡിയാണ്. അപ്പനും അമ്മയും യേശുക്രിസ്തു പറഞ്ഞ ഉപദേശമാണ് ഇന്നത്തെ പുതിയ തലമുറ, ജൻസികൾ. അവർക്ക് അപ്പനും വേണ്ട, അമ്മയും വേണ്ട, അവരുടെ അപ്പോസ്തലന്മാരാകുമോ? ഇല്ല. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ ലജ്ജിക്കണം. TPM വിശ്വാസികൾ ലജ്ജിക്കണം. നിങ്ങളുടെ സന്തതികൾ എന്ത് ചെയ്യും? ഈ ഉപദേശം നിങ്ങളുടെ സന്തതികളെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് പകരം വരുത്തന്മാരായി ഞങ്ങളെ വിളിച്ച് നിങ്ങളെ ഉപദേശിക്കേണ്ട ഗതികേട് നിങ്ങൾക്ക് വന്നല്ലോ. തമ്പുരാനല്ല നിങ്ങൾക്ക്. അതെങ്കിലും ഓർത്ത് നിങ്ങളുടെ സന്തതികളെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം.